അപ്പൊ യൂസുഫ് നബിയുടെ സൗന്ദര്യം എവിടെ നിന്നുണ്ടായതാണ്? റസൂലുള്ളാഹിയുടെ സൗന്ദര്യത്തിൽ നിന്നുള്ളതാണ്. പക്ഷെ റസൂലുള്ളാഹിയുടെ സൗന്ദര്യം കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല. നിലാവ് കാഴ്ചയിൽ കാണാം. ആകാശത്ത് പൂനിലാവ് വരന്നാൽ നേരെ താഴെ നിന്ന് മേലോട്ട് നോക്കിയാൽ നിലാവിനെ നന്നായിട്ട് നോക്കാം. കണ്ണിനൊരു പ്രശ്നം ഉണ്ടാവില്ല. കണ്ണിന് പ്രശ്നം ഉണ്ടാവില്ല. നിലാവിനെ കാണാം. നിലാവിനെ കണ്ടത് കൊണ്ടാണ് സുലൈഖ ബീബി വേഗിലോടിയത് എന്നർത്ഥം. പെണ്ണുങ്ങൾ പിന്നിലോടിയത് എന്തുകൊണ്ടാ? ഈ പച്ചയായ കണ്ണുകൊണ്ട് കാണാൻ അല്ലാഹു കഴിവ് കൊടുത്തോണ്ടാണ്. എന്നാൽ പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗന്ദര്യം കണ്ണുകൊണ്ട് കാണാൻ പറ്റൂല. നമ്മളെ സാധാ കണ്ണുകൊണ്ട് കാണാൻ പറ്റൂലെന്ന്. സൂര്യനെ നമുക്ക് നട്ടുവച്ച നേരത്തെ നോക്കാൻ പറ്റുമോ? നോക്കാൻ പറ്റൂല. കണ്ണിന് മഞ്ഞളിക്കും. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ സൗന്ദര്യത്തിനൊരു മറയിട്ടു പടച്ച തമ്പുരാൻ. അത് സാധാ മനുഷ്യന്മാർക്ക് നോക്കി തീർക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു റസൂലുള്ളാഹിനോട് ചോദിച്ചല്ലിരിക്കുക, യാ റസൂലല്ലാഹ്, നിങ്ങൾ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. വല്ലാത്ത ചോദ്യം അത്. നിങ്ങൾ എനിക്കൊന്ന് കാണണം. അപ്പൊ പുണ്യനബി പറഞ്ഞു, യാ ഇബ്നു ഖുഹാഫ, ഞാനല്ല ഇവിടെ നിൽക്കണെന്ന്, കണ്ടോളൂന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, യാ റസൂലല്ലാഹ്, നിങ്ങൾ എനിക്കൊന്ന് കാണണം. റസൂലുള്ളാഹി പറഞ്ഞു, ഞാനല്ലേ അബൂബക്കറിൽ നിൽക്കണത്, എന്നെ കണ്ടോളൂ. അല്ല റസൂലേ, നിങ്ങൾ നിൽക്കുന്നത് ശരിക്കൊന്ന് കാണണം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂലുള്ളാഹി പുഞ്ചിരിച്ചോണ്ട് പറഞ്ഞു, അബൂബക്കർ കണ്ണടച്ചോളൂ എന്ന്. കണ്ണടക്കാൻ ഞാൻ പറയുമ്പോ തുറക്കുക. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു റസൂലുള്ളാഹിന്റെ മുന്നിൽ കണ്ണടച്ചു. തുറന്നു, കണ്ണുറന്നു. അബൂബക്കർ സിദ്ദീഖ് ബോധമില്ലാണ്ട് വീണുപോയി. അബൂബക്കർ സിദ്ദീഖിന് ബോധമില്ലാതെ നിലത്തേക്ക് വീണുപോയി. കാരണം ആ സൗന്ദര്യത്തിന്റെ പ്രകാശരശ്മി ഉൾക്കൊള്ളാൻ അബൂബക്കർ സിദ്ദീഖിന്റെ കണ്ണിന് അല്ലാഹു കഴിവ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് ഭൂമിയിലേക്ക് വീണുപോയി റളിയല്ലാഹു. അബൂബക്കർ സിദ്ദീഖിനെ കാണാൻ പറ്റാതെ ബാക്കി ആർക്കാ കാണാൻ പറ്റുക? അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാഹിനെ കാണാൻ പറ്റില്ല, പിന്നെ ആർക്ക് ദുനിയാവ് കാണാൻ പറ്റുമോ? അബൂബക്കർ റസൂലുള്ളാഹിനെ ആർക്കും ആവൂല. ആ സൗന്ദര്യം കണ്ടു തീർക്കാൻ പറ്റൂല. അതാണ് സൗന്ദര്യം. അതാണ് ഞാൻ പറഞ്ഞത്, മിസ്റിലെ പൂനിലാവ്, നിലാവ് എന്ന് യൂസുഫ് നബിക്ക് ഞാൻ പേരിട്ടത് സൂര്യൻ അപ്പുറത്ത് കിടക്കുന്നതുകൊണ്ടാണ്. ഈ രണ്ട് മഹാപ്രവാചകന്മാരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ആ സൗന്ദര്യധാമമായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ കിടക്കും. ഉമ്മ മരിച്ചപ്പോ യാക്കൂബ് നബി ഒരു കാര്യം ചെയ്തു. തൻ്റെ ഈ രണ്ട് മക്കളെ നോക്കാൻ ഒരടിമ സ്ത്രീയെ വിലക്ക് വാങ്ങി. അടിമ സ്ത്രീയെ വിലക്ക് വാങ്ങി കൊണ്ടുവന്നു. ആ അടിമ സ്ത്രീക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു, ബഷീർ എന്നു പേരുള്ള കുട്ടി. രണ്ടും അടിമച്ചന്തയിൽ നിന്ന് വിലക്ക് വാങ്ങിക്കൊണ്ടുവന്ന അടിമയാണ്. ഈ കുട്ടികളെ നോക്കാനാണ് അടിമ സ്ത്രീയെ കൊണ്ടുവന്നത്. എന്നാൽ ആ അടിമ സ്ത്രീ അവളുടെ കുട്ടിയെ മാത്രം നോക്കി, യൂസുഫ് നബിയെയും ബിന്യാമിനെയും നോക്കിയില്ല. യാക്കോബ് നബി കയറി വരുമ്പോൾ കണ്ടു ഈ ഒരു കാഴ്ച. തന്റെ മക്കൾ ഇരുന്ന് കരയുന്നു, മറ്റേ കുട്ടിയെ ലാളിക്കാണു. അടിമയാണ്. യാക്കോബ് നബി മുതലാളിയാണ്. കാലത്തിന്റെ ഘടന എന്താണ്? മുതലാളിക്ക് അടിമയെ വിൽക്കാം, അടിമയെ വാങ്ങാം, പൈസ കൊടുത്തിട്ട്. അത് മുതലാളിയുടെ അവകാശമാണ്. ആ കാലത്തിന്റെ കിടപ്പ് അങ്ങനെയാണ്. യാക്കോബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ബഷീറിനെ വിറ്റു അടിമച്ചന്തയിൽ ബഷീറിനെ വിറ്റു. അന്നത്തെ രാത്രി ആ ഉമ്മ യാക്കൂബ് നബിയുടെ വീട്ടിന്റെ ചായ്പിൽ കിടന്ന് പൊട്ടിക്കരഞ്ഞു. തൻ്റെ കൂടെ കിടക്കേണ്ട മകൻ എപ്പോഴെവിടെയാണ്? യൂസഫ് നബിയുടെ അതേ പ്രായമായിരുന്നു ബഷീറിന്. കരഞ്ഞിങ്ങനെ കിടക്കുമ്പോൾ ഒരശരീരി കേട്ടു. ഉമ്മാക്ക് അള്ളാന്റെ ഭാഗത്ത് അശരീരി, ഏ പെണ്ണേ, നിന്റെ വേദന അല്ലാഹു അറിയുന്നു. നൊന്തുപെറ്റ മാതാവിന്റെ സങ്കടത്തെ പടച്ചോൻ അറിയുന്നു. കുഞ്ഞു നഷ്ടപ്പെട്ടാൽ ഒരു ഉമ്മ അനുഭവിക്കുന്ന വേദന എന്തെന്ന് കുഞ്ഞു നഷ്ടപ്പെട്ടാൽ ഒരു പിതാവ് വേദന അനുഭവിച്ചുകൊണ്ട് മനസ്സിലാക്കും. നിന്റെ മകൻ ബഷീറിനെ വിറ്റ പ്രവാചകൻ, ആ പ്രവാചകൻ സ്വന്തം മകനെ നഷ്ടപ്പെട്ട വേദന അറിയും. നിനക്ക് നിന്റെ മകനെ തിരിച്ചു കിട്ടിയാലേ ആ പ്രവാചകൻ ആ മകനെ തിരിച്ചു കിട്ടുകയുള്ളൂ. ഇത് അല്ലാഹു നൽകുന്ന വാഗ്ദാനമാ. എന്താ പടച്ചോന്റെ കഥ! എന്താ ഒരു ഉമ്മയുടെ വേദന ആരേറ്റെടുത്തു? അല്ലാഹു ഏറ്റെടുത്തു. മറുഭാഗത്താരാണ്? മഹാനായ പ്രവാചകൻ യാക്കൂബ് നബി അലൈഹിസ്സലാം. ആരാണ് യാക്കൂബ് നബി? 1,24,000 പ്രവാചകന്മാർ ഭൂമിയിലേക്ക് വന്നപ്പോൾ യാക്കൂബ് നബിയുടെ മുമ്പ് ഇബ്രാഹിം നബിയുടെ അപ്പുറത്ത് കണക്ക് കൂട്ടിയാൽ 6 പ്രവാചകന്മാരേ ഉള്ളൂ. ബാക്കി 1,00,000 പ്രവാചകന്മാർ ഈ യാക്കൂബ് നബിയുടെ പരമ്പരയിലാണ് ലോകത്ത് അല്ലാഹു അവതരിപ്പിച്ചത്. ഇസ്രായേലി പ്രവാചകന്മാർ അവതരിപ്പിക്കേണ്ടത് മഹാനായ യാക്കൂബ് നബിയിലാണ്. ആ യാക്കൂബ് നബിയാണ് മറുഭാഗത്ത്.
ഇപ്പുറത്തൊരു ഉമ്മയാണ്, ഒരു നൊന്തുപറ്റ മാതാവാണ്. ആ മാതാവിന്റെ വേദന ആരേറ്റെടുത്തു? ജഗന്നിയതമായ പടച്ചോൻ ഏറ്റെടുത്തു. സ്നേഹം കൂടി യാക്കൂബ് നബിക്ക് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട്. ഇത് അള്ളാഹു നൽകുന്ന വല്ലാത്തൊരു തീരുമാനമാണ്. കാരണം ഏറ്റവും സ്നേഹമുള്ളവർ നഷ്ടപ്പെടുമ്പോഴാണ് ഏറ്റവും വലിയ വേദന ഒരാൾ അനുഭവിക്കുക. യൂസഫിന് ഇവിടെ ഭയങ്കര സ്നേഹമാണ്. ഒന്നിച്ച് കിടന്നാൽ തന്റെ കൈത്തണ്ടയിലാവും. യൂസഫിന് ഇവിടെ തലയിൽ ചേർത്ത് വെക്കുക. ഇങ്ങനെ പിടിച്ചു കിടക്കുമായിരുന്നു. ഒരു ഭാഗത്ത് ബെന്യാമിൻ എന്ന കൊച്ചുമോനുണ്ടാവും. എങ്കിലും അല്പം ഒരു ചെരിവ് യൂസഫ് നബിയിലേക്ക് ചേർത്ത് കിടക്കുമായിരുന്നു മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഒരിക്കൽ തന്റെ മകനെ ചേർത്ത് ഇങ്ങനെ കിടക്കുന്നു. പെട്ടെന്ന് തന്റെ മകനൊരു വിറയല്, എന്തോ ഒരു അനക്കം. മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനെ മെല്ലെ കിടത്തിയിട്ട് വിളക്കിന്റെ തിരിയൊന്ന് കൊളുത്തി. കണ്ണിങ്ങനെ പടയുന്നു, ശരീരമാകെ പറയുന്നു. മെല്ലെ വിളിച്ചു, മോനെ മോനെ യൂസുഫേ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ണു തുറന്നു. പാപ്പാനെ നോക്കി. എന്താ എന്താ കുട്ടി? യൂസുഫ് നബി പറഞ്ഞു, പാപ്പാ, പിതാവേ ഞാൻ കിനാവു കണ്ട്, എന്തോ ഇതിനർത്ഥം പറയാനുണ്ട്. വിറകു ഞാൻ പെരുക്കാച്ചുണ്ട്, കൂടെ സഹോദരൻ അടങ്കലുണ്ട്. പൂത്തു തളിർത്തിന്റെ വിറകു കെട്ട് നോക്കിയ ജബാലെ അവരും മട്ട്. പൂത്തു തളിർത്തിന്റെ വിറകു കെട്ട് നോക്കിയ ജബാലെ അവരും മട്ട്. എത്തിയവ കൊല്ലും തല കുനിത്ത് മുത്ത് നബിയോതി ഇതിൻ ഹാജത്ത്. പൊന്നും പിതാവേ ഞാൻ കിനാവു കണ്ട്, എന്തോ ഇതിനർത്ഥം പറയാനുണ്ട്. കാട്ടി വിറകു ഞാൻ പെരുക്കാൻ ചെണ്ട്, കൂടെ സഹോദരർ അടങ്കലുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ണു തുറന്ന് ബാപ്പയോട് എഴുന്നേറ്റിരുന്ന് പറഞ്ഞു, ബാപ്പാ, ഞാനൊരു കിനാവ് കണ്ടിട്ടുണ്ട്. അപ്പൊ ചോദിച്ചു, എന്താ മോനെ കണ്ടത്? എന്താണ് കിനാവ്? ഞാനും എന്റെ 10 സഹോദരങ്ങളെ കാട്ടിൽ വിറക് പെറുക്കാൻ പോയി, വിറക് ശേഖരിക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഞങ്ങൾ വിറകിന്റെ കെട്ടുകൾ ഉണ്ടാക്കി. വെച്ച് ഉണങ്ങിയ കമ്പാണ് വിറകാക്കിയത്. പെട്ടെന്ന് എന്റെ വിറകിന്റെ കെട്ട് കുത്തനങ്ങട്ട് നിന്നു. അതിന് ഇലകളും പൂക്കളും കൈക്കളും ഉണ്ടായി. അതിന് ഇല വളർന്നു, പൂവുണ്ടായി, കായുണ്ടായി. പെട്ടെന്ന് 10 വിറകിന്റെ കെട്ടുകളും ഉരുണ്ടുരുണ്ട് വന്നിട്ട് എന്റെ വിറകിന്റെ ചുറ്റും ഇങ്ങനെ നിന്നു. അത്ഭുതകരമായ കാഴ്ച ഞാൻ കണ്ടു. ഇത് പറഞ്ഞപ്പോ യൂസുഫ് നബി എന്ന മകൻ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ബാപ്പ നെറുകയിൽ മുത്തം കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, വിറകു കെട്ട് ആരോടും പറഞ്ഞേക്കല്ലേ, അവരും മട്ട്. എത്തിയവ കൊല്ലും തല കുനിത്ത് മുത്ത് നബിയോതി ഇതിൻ ഹാജത്ത്. പൊന്നും പിതാവേ ഞാൻ കിനാവു കണ്ട്, എന്തോ ഇതിനർത്ഥം പറയാനുണ്ട്. കാട്ടി വിറകു ഞാൻ പെരുക്കാൻ ചെണ്ട്, കൂടെ സഹോദരൻ അടങ്കലുണ്ട്. ബാപ്പ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, ആരോട് പറയരുതേ. ആരോടെങ്കിലും പറഞ്ഞാൽ എന്റെ കുട്ടിക്ക് വലിയ ആപത്തുണ്ടാവും, മിണ്ടരുതെന്നു. ഇല്ല ബാപ്പ, ഞാൻ ആരോട് പറയില്ല. അങ്ങനെ ആ കിനാവും ആ കഥയും ബാപ്പയും മകനെയും ചർച്ച ചെയ്യുന്നത് മറുഭാഗത്തൊരു പായ വിരിച്ച് കിടക്കുന്ന ലിയ കേട്ടു. ലിയ എന്ന് പറഞ്ഞാൽ യൂസഫിന് ഇവിടെ മൂത്തമ്മയാണ്, മറ്റു മക്കളുടെ ഉമ്മ. അങ്ങനെ കേട്ടിട്ട്, എന്താ ഇത് വല്ലാത്ത സ്നേഹമാണല്ലോ, മറ്റു കുട്ടികളോടൊന്നും ഇല്ലാത്തൊരു സ്നേഹം യൂസഫോട്. യൂസഫ് സ്വപ്നം പറയുന്നു, പിന്നെയും മുത്തം കൊടുക്കുന്നു, സ്നേഹം കൊടുക്കുന്നു. സ്വാഭാവികമായി ഒരു പെണ്ണിനുണ്ടാകുന്ന ഒരു മനസ്സിന്റെ ഒരു ചാബല്യമാണ്. 3 ദിവസം കഴിഞ്ഞു, 3 ദിവസം.
3 ദിവസം കഴിഞ്ഞപ്പോ പാതിരാവിലെ യൂസഫ് നബി വീണ്ടും എഴുന്നേറ്റിട്ട് പറഞ്ഞു, ബാപ്പാ ഞാൻ ഇന്നും ഒരു കിനാവ് കണ്ടിട്ടുണ്ട്. എന്ത് കിനാവ്? സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്റെ മുന്നിൽ നമ്രശിരസ്കരായി നിൽക്കുന്നത് ഞാൻ കിനാവ് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അപ്പോഴും ബാപ്പ ചെയ്തത് നെറുകയിൽ ഒരു മുത്തം കൊടുത്ത് നെറ്റിയിൽ ചുംബനം കൊടുത്തു. നെറ്റിയിൽ ചുംബനം കൊടുത്താൽ സ്നേഹത്തിന്റെ ഹോർമോൺ സൃഷ്ടിക്കപ്പെടും. ശാസ്ത്രം പറയുന്നു സ്നേഹത്തിന്റെ ഹോർമോൺ കുട്ടികളിൽ സൃഷ്ടിക്കപ്പെടും നെറ്റിയിൽ മാതാപിതാക്കൾ മുത്തം കൊടുത്താൽ. ഇത് ശാസ്ത്രം ഇപ്പോൾ പറഞ്ഞു. പക്ഷേ ഇത് പ്രാവർത്തികമായി ലോകത്ത് കാണിച്ചു തന്നു പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിൽ നിന്ന് റസൂലുള്ള മദീനക്ക് പുറത്തേക്ക് പോകുമ്പോൾ ഏറ്റവും അവസാനം ചെയ്യുന്ന പണി തൻ്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവിയുടെ നെറ്റിയിൽ മുത്തം കൊടുത്തിട്ട് പോക്കുക. മദീനയിൽ തിരിച്ചു വന്നാൽ പുണ്യനബി ചെയ്യുന്ന ആദ്യത്തെ പണി ഫാത്തിമാന്റെ നെറ്റിയിൽ മുത്തം കൊടുക്കലാണ്. ഇതാണ് ബാപ്പ, ഇതാണ് മകള്. അങ്ങനെ ഒരു ഉപ്പയും അങ്ങനെ ഒരു മകളും പിന്നെ ലോകത്ത് അതിനു മുമ്പും പഠിച്ചിട്ടുള്ള പഠിച്ചവൻ, അതിന് ശേഷവും പഠിച്ചിട്ടുള്ള പഠിച്ചവൻ, അങ്ങനെ ഒരു പനി പൊളിയും. ആ വല്ലാത്ത സ്നേഹമാണ്. എന്താ കാരണം? എന്താ റസൂലുള്ള മകളെ സ്നേഹിച്ചു. ആ മകൾക്ക് നെറ്റിയിൽ മുത്തം കൊടുത്തു. കല്യാണം കഴിഞ്ഞ പോരെ അലിയാർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ നിന്ന് റസൂലുള്ളാഹിന്റെ വീട്ടിലേക്ക് വരുമ്പോൾ പോലും റസൂലുള്ള വീട്ടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് മകളെ സ്വീകരിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് ചുംബനം കൊടുത്തിട്ട് ചേർത്ത് പിടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവരും. നമ്മളോ? ഒന്നാലോചിച്ചാൽ മതി. നമ്മൾ ചെയ്യലില്ല. അത് തന്നെയാണ് ഈ പിള്ളേർ പോകുന്നത്. ഒളിച്ചോടുന്ന വെറുതെയൊന്നല്ലാന്ന്. പെൺകുട്ടികൾ ഒളിച്ചോടുന്ന വെറുതെയൊന്നല്ല, പോരെ സ്നേഹമില്ലായിട്ടാണ്. പോരയിൽ സ്നേഹം കൊടുക്കണില്ലല്ലോ, നമ്മൾ കൊടുക്കണല്ലോ. എവിടെ കൊടുക്കാൻ? മക്കൾക്കൊന്ന് മര്യാദക്ക് ഇന്ന് മുത്തം കൊടുത്താളത് കൈവന്തിച്ചാട്ടെ. നിങ്ങളെ കുട്ടിയൊക്കെ ഇന്ന് മുത്തം കൊടുത്തെന്ന് പറയാൻ ധൈര്യമുള്ള ആൾ കൈവന്തിച്ചാട്ടെ. ശംസു, എനിക്ക് മക്കളുണ്ടാകും, അന്തങ്ങൾ കൈവന്തിക്കാത്തത്? അതന്നെയാ ഞാൻ പറഞ്ഞത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. മുത്തം കൊടുത്തിട്ടില്ല നമ്മൾ. ഇവിടെ ഒരു ചുംബനം കൊടുത്തു നോക്ക് കൂട്ടരെ. നാളെ രാവിലെ മുതൽ സ്കൂളിലും മദ്രസയിലേക്കും പോണ കുട്ടികളെ രാവിലെ വിളിക്കണോ? മക്കൾ പോകുമ്പോൾ നമ്മൾ ഉണ്ടാവണോ? പോരയില്ലേ? അല്ല, നമ്മൾ കടന്നുറങ്ങുന്ന നേരത്തെ മുത്തം തരാമെന്നാലേ കുട്ടികളോട് പിടിക്കുക. വലിയ മക്കളായിക്കോട്ടെ, വലിയ കല്യാണം കഴിഞ്ഞ ഫാത്തിമയ്ക്ക് റസൂൽ മുത്തം കൊടുത്താല് നിങ്ങളെ കുട്ടിയൊക്കെ നിങ്ങൾ മുത്തം കൊടുക്കുന്നതെന്നാ? മക്കളെങ്ങ പിടിക്കുക. രാവിലെ സ്കൂളിൽ പോകുമ്പോൾ മദ്രസയിൽ പോകുമ്പോൾ പിടിക്കുക, ചേർത്ത് പിടിക്കുക, അവിടെ നെറുകയിൽ മുത്തം കൊടുക്കുക. അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം. മക്കളെ വിട്ടുനോക്കിയാട്ടെ. ആ കുട്ടികൾ ഗേറ്റ് കടന്നു പോകുമ്പോൾ മനം തിരിഞ്ഞു നോക്കൂ. ആ സ്നേഹമാണത്. മുത്തം കൊടുക്കണം രാവിലെ. പല്ല് തേച്ചിട്ട് ഇല്ലെങ്കിൽ പിള്ളേർ പിന്നെ ആ ബൈക്ക് വരത്തുണ്ടാവില്ല. പിന്നെ സ്നേഹയിലുണ്ടാവില്ല. അങ്ങനെ മുത്തം വാങ്ങിയിട്ട് പോകുന്ന കുട്ടി റോഡുമ്മിലൂടെ പോകുമ്പോ ആ പെണ്ണിനോട് മറ്റൊരുത്തൻ കണ്ണിറക്കി കാണിച്ചാൽ നീ പോടാ, നിന്നെക്കാൾ വലിയ സ്നേഹം പൊരേന്ന് വാങ്ങിയിട്ടാ ഞാൻ വരുന്നതെന്ന് പറയാൻ ഈ പെൺകുട്ടിയുടെ കൽബിലുണ്ടാവും. ആ കുട്ടി നിങ്ങളെ വിട്ടു പോവില്ല. ആ പൊന്നുമോള് നിങ്ങളെ വിട്ട് മറ്റൊരുത്തന്റെ കൂടെ ഇറങ്ങി ഓടൂല. നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് നിങ്ങൾ പുണ്യനബി പഠിപ്പിച്ചു തന്ന ആ സംഭവം പ്രാവർത്തികമാക്കിയാൽ നിങ്ങളുടെ കുട്ടികൾ നിങ്ങളെ വിട്ടു പോവില്ല. ഉറപ്പ്. ചെയ്തു നോക്കുക. നാളെ മുതൽ ചെയ്തു നോക്കുക. അവനവന്റെ മക്കൾക്കല്ലാണ്ട് പിന്നെ ആർക്കെങ്കിലും മുത്തം കൊടുക്കുക, കെട്ടിവെക്കുക. അത് കൊടുത്താൽ വേറെ പണി. അതിന് ഞാൻ തർക്കിക്കുന്നില്ല. അതിനിടയിൽ പിള്ളേർക്ക് ഓരോന്ന് കൊടുക്കുക. ഉറങ്ങിക്കിടക്കുമ്പോൾ മുത്തം കൊടുത്തിട്ട് ഒരു കാര്യമില്ലട്ടാ. ചില ഉപ്പയെല്ലാം ചെറിയ മക്കളെ അടുത്ത് വന്നിരിക്കും, കുട്ടി ഉറങ്ങിയിട്ടുണ്ടാവും. ഇങ്ങനെ പിടിച്ചിട്ട് ഓ എന്റെ തങ്കക്കൂടോ എന്റെ പൊന്നുമുത്ത് അലാക്ക് ഇതെല്ലാം പറഞ്ഞിട്ട് മുത്തം കൊടുക്കും. എന്തിന്? ഈ ഉറങ്ങിയ ചെക്കന് മുത്തം കൊടുത്തിട്ട് എന്താ കാര്യമോ? ചെക്കൻ അറിയുന്നുണ്ട് എങ്ങനെ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ മുത്തം പെരടിയിൽ വന്ന് വീണിട്ടുണ്ട്. ഒരു കാര്യമില്ല മനുഷ്യന്മാരെ, ഒരു കാര്യങ്ങൾ ഉറങ്ങുമ്പോൾ മുത്തം കൊടുത്തിട്ട് ഉണർവിലാണ് മക്കൾക്ക് മുത്തം കൊടുക്കേണ്ടത്. അവിടെയാണ് സ്നേഹത്തിന്റെ ഹോർമോൺ. പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളുടെ ശരീരത്തിൽ ടച്ച് ചെയ്യുന്ന സ്ഥലത്ത് ചില പ്രത്യേകത ഉണ്ട്. ടച്ച് ചെയ്യുന്ന സ്ഥലങ്ങൾ പ്രത്യേകത ഉണ്ട്. കൽബ് മാർദ്ദവം ഉണ്ടാകണം എന്ന് പറഞ്ഞ റസൂലുള്ളാഹിന്റെ അടുക്കൽ ഒരാൾ വന്നല്ലോ, എന്റെ കൽബ് കുറച്ച് കട്ടിയാണ്, കുറച്ച് മാർദ്ദവം ഉണ്ടാകണം. അപ്പൊ നബി പറഞ്ഞു കൊടുത്ത മറുപടി എന്താ? എത്തിയും കുട്ടികളുടെ തലയിൽ ഇങ്ങനെ തടി കൊടുത്താൽ മതി. എത്തിയും കുട്ടികളുടെ തലയിൽ തടിയാൽ നിന്റെ കൽബ് അല്ലാഹു മാർദ്ദവമാക്കുമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ. എന്താണ് കാരണം? എത്തിയും കുട്ടികളുടെ തലയിൽ നമ്മൾ ഇങ്ങനെ കൈയോടുമ്പോൾ തലയോടി കൊടുത്താൽ ആ കുട്ടികൾക്ക് ഒരു സുരക്ഷിതത്വ ബോധം ഉണ്ടാവും. എനിക്ക് ആരൊക്കെ ഉണ്ട് എന്ന ബോധം കുട്ടിക്ക് വന്നാൽ ആ കുട്ടിയുടെ മനസ്സിന്റെ നിഷ്കളങ്കത കാരണം നിന്റെ കൽബും അല്ലാഹു നിഷ്കളങ്കമാക്കുമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. ഇതൊക്കെ പഠിക്കുക, നാളെ മുതൽ പ്രാവർത്തികമാക്കുക.
യാക്കോബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം യൂസുഫ് നബിയുടെ കൈ പിടിച്ച് മുത്തം കൊടുത്തു നെറ്റിയിൽ. രണ്ടാം ദിവസവും പറഞ്ഞത് ഇത് തന്നെയാണ്, ആരോടും പറയരുത്. അതും കേട്ടു ലിയ, അതും കേട്ടു മൂത്തമ്മക്ക് തോന്നിയതൊരു വല്ലാത്ത സംഭവം. ഇടക്കിടക്ക് യൂസുഫ് എണീക്ക, കിനാവ് കാണാ, ഉപ്പ മുത്തം കൊടുക്കുക, ആരോട് പറയണ്ട, കുൽമാലിണ്ടാവും എന്ന് പറയാം. പിറ്റേന്ന് രാവിലെ ലിയ തന്റെ മക്കളെ വിളിച്ചു, 10 മക്കളെ വിളിച്ചു. യഹൂദയാണ് മൂത്ത കുട്ടി. എല്ലാരും കൂടി വിളിച്ചു കൂട്ടി ഒരു രഹസ്യ സംഭാഷണം നടത്തി. അവരോട് പറഞ്ഞു, യൂസുഫിനോട് ഉപ്പാക്ക് ഭയങ്കര സ്നേഹമാണ്. മക്കൾ പറഞ്ഞു, ഞങ്ങൾക്ക് തോന്നാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി, അപ്പൊ ഞങ്ങളോട് അങ്ങനെ വലിയൊരു സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, അത് അവരുടെ തെറ്റിദ്ധാരണയാണ്. സ്നേഹം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ അത് അവരുടെ തെറ്റിദ്ധാരണയാണ്. അപ്പൊ പറഞ്ഞു, ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഉമ്മ ഈ സംഗതിയൊക്കെ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ നോക്കാന്ന് പറഞ്ഞ് ഇവരങ്ങ് പോയി. ഇവര് പോയിട്ട് 10 ആളും കൂടി വേറൊരു ഗൂഢാലോചന നടത്തി. ഈ സ്നേഹം നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ യൂസുഫ് ഇല്ലാണ്ടാവണം, യൂസുഫ് നബി ഇല്ലാണ്ടാവണം അലൈഹി സ്വലാത്തു വസ്സലാം. അതിനെന്താ മാർഗം എന്ന് വെച്ചു, യൂസുഫിനെ കൊല്ലുക, അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊല്ലുക. അപ്പോ ഉക്കാശ പറഞ്ഞു, യഹൂദയോട് പറഞ്ഞു, ഉക്കാശ രണ്ടാമത്തെ മോന, ഉക്കാശ പറഞ്ഞു, യൂസുഫിനെ കൊല്ലണമെങ്കിൽ ഉപ്പാന്റെ അടുത്ത് ഇത് കൊണ്ടോണ്ടേ, ഉപ്പാന്റെ മുന്നിൽ കോയിനെ ഇറക്കാൻ പോലെ ഇറക്കാൻ പറ്റുമോ? അത് നടക്കൂല. കൊണ്ടോയിട്ട് കിട്ടണ്ടേ, ഇവിടുന്ന് ഇറക്കി കിട്ടണ്ടേ. യൂസുഫിനെ ഇറക്കാൻ കഴിയോ? പാപ്പ വിടൂലല്ലോ. അപ്പൊ പറഞ്ഞു, യൂസുഫിനെ ഇറക്കി കൊണ്ടുവരാൻ ഒരു തട്ടിപ്പുണ്ട്. അതെന്താന്ന് വെച്ചു, അതുണ്ട്, നമുക്കൊരു കളി സംഘടിപ്പിക്കാം. കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും കളി 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 എന്നുള്ള ചിന്തയാണ് അല്ലെ. കുട്ടിയൊക്കെ കളിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ജോറ്, ബാറ് ഹേ ബാർ ജോറ് ഹേ അല്ല മോനെ, അങ്ങനല്ലേ. ഇപ്പൊ ഫുട്ബോൾ എടുത്ത് നോക്കിയാട്ടോ, ഓന് നിങ്ങളും മുന്ന് കളിക്കുമ്പോഴെങ്കിൽ അത് കുട്ടികളുടെ ഒരു സ്വാഭാവികതയാണ്. കുട്ടികൾക്ക് കളിക്കാൻ ഭയങ്കര താല്പര്യമാണ്. പഠിക്കാനും കുറച്ച് സമയം പഠിക്കാൻ പറ, പിള്ളേരുടെ മനസ്സും കുറച്ച് കളിക്കാൻ പറ, എന്താവശ്യമായിരിക്കും. അപ്പൊ യൂസുഫ് നബി കളിയിൽ ആകർഷിപ്പിക്കാൻ തീരുമാനിച്ചു. ആര്? സഹോദരന്മാര്. വീട്ടിന്റെ മുറ്റത്തൊരു കളി തുടങ്ങി. കളി യൂസുഫ് നബി ഇങ്ങനെ ഇരുന്ന് കാണാണ്, ഇച്ചമാർ കളിക്കണത് കാണാൻ. ഇങ്ങനെ നല്ല കളിയാണ്. ബിന്യാമിനോ ചെറുതാ, ബിന്യാമിനോട് ഇരുന്ന് കണ്ടു, യൂസുഫിന് ഇപ്പുറം ഇരുന്നു. ഇവര് 10 ആളും ജോറ് കളിയാണ്. ഒരേ കളി കളിച്ചപ്പോ യൂസുഫ് നബി ചോദിച്ചു, ഇച്ചമാരെ കളി വേറെ ഒന്നുമില്ല, ഇതന്നെ കളിയുള്ളൂ എന്ന് വെച്ചു. അന്നേരം പറഞ്ഞിന്റെ യൂസുഫേ, കളി അടിപൊളി കളിയുണ്ട്, പക്ഷെ അത് കളിക്കാനുള്ള സൗകര്യം ഇവിടെ കുറവാണ്. ഞങ്ങൾ കാട്ടിൽ ആട് മേക്കാൻ പോയാൽ കാട്ടിൽ വെച്ച് കളിക്കും, വിശാലമായ താഴ്വാരത്ത് നല്ല കളി കളിക്കും. എനിക്ക് കളി കാണണോ? ഞങ്ങളുടെ കൂടെ വന്ന കളി കാണാറ്, എന്നെ കൊണ്ടുപോകുമെന്ന് വെച്ചു. നീ പാപ്പാനോട് സമ്മതം ചോദിച്ചിട്ട് വാ, എന്നെ കൊണ്ടുപോകാൻ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഓട്ടോടിയിട്ടുണ്ട്. തന്റെ പിതാവിന്റെ അടുക്കൽ വന്നിട്ട് യാക്കോബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പാപ്പാ. എന്താ മോനെ? പിന്നെ ഇച്ചമാര് നല്ല കളി കളിക്കുകയാണ്, അതുകൊണ്ട് കാട്ടിൽ വേറെ കളിയുണ്ടെന്ന് പറയുന്നു, അതുകൊണ്ട് ഞാൻ പോയിക്കോട്ടെ. കളിത്തിടാനായി കാട്ടിൽ ഉറ്റവരോടൊത്ത് പോയിടാനായിക്കുണ്ട് പയ്യൽ പേരായത്തിൽ ഒത്തോരുമീത്ത് കളിത്തിടാനായി കാട്ടിൽ ഉറ്റവരോടൊത്ത് പോയിടാനായവൻ നാമത്തിൽ മൊയ്യും ചെയ്യും നബി ആയേ മോനേ നീയും പോകേണ്ടിന്ന് കൽബിൽ ആദികളേറി വരുന്നേ ഇന്ന് ഉയ്യേക്കുണ്ട് പയ്യൽ പേരായത്തിൽ ഒത്തൊരുമീത്ത് കളിത്തിടാനായി കാട്ടിൽ ഉറ്റവരോടൊത്ത് പോയിടാനാ. ബാപ്പാന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ബാപ്പാ എന്തേ? ഇച്ചമാരൊക്കെ നല്ല കളി കളിക്കാണ്, അതുകൊണ്ട് ഞാനും അവരുടെ കൂടെ കാട്ടു പോയിക്കോട്ടെ. ഏയ് വേണ്ട വേണ്ട. അല്ല പാപ്പ, ഞാൻ പോയിക്കോട്ടെ. അത് ശരിയാകൂല മോനെ യൂസഫേ, നീ കാട്ടുപോണ്ട, കാടൊക്കെ ഭയങ്കര അപകടം പിടിച്ച ഏരിയയാണ്, പോകാൻ പറ്റൂല. ഞാൻ പോവും, എന്നെ വിടണം എന്ന് പറഞ്ഞു.
അപ്പം പറഞ്ഞു, മോനെ ശരിയല്ല മോനെ, നീ പോയാൽ ശരിയാകൂല, കാട്ടിൽ ചെന്നായിക്കളെ കണ്ട് പിടിക്കൂ, അണ്ട് പോണ്ടാ. അല്ല ഞാൻ പോപ്പ, ഉപ്പ വിടോ, എന്നെ വിട്ടോ വെച്ചു. നാമത്തിൽ മൊയ്യും ചെയ്യും നബി ആയേ മോനേദിയും പോകേണ്ടിന്ന് കൽബിൽ ആദികളേറി വരുന്നേ ഇന്ന് നീക്കുണ്ട് പയ്യൽ പേരായത്തിൽ ഒത്തൊരു മീത്ത് കളിത്തിടാനായി കാട്ടിൽ ഉറ്റവരോടൊത്ത് പോയിടാനായി. മകൻ കരഞ്ഞു യാക്കോബ് നബിയുടെ മുന്നിൽ. കുട്ടിയുടെ സങ്കടം കണ്ടപ്പോ യാക്കോബ് നബിയുടെ കൽബൊന്ന് അലിഞ്ഞു. സ്നേഹമുള്ള മക്കളൊന്ന് കരഞ്ഞാൽ ഏത് ബാപ്പാന്റെ കൽബും ഒന്ന് പതറും. ഉടനെ വിളിച്ചു, മോനെ യഹൂദാ. പുറത്ത് കളിക്കുന്ന യഹൂദി മുക്കാശിവരൊക്കെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി ബാപ്പ വിളിക്കുന്നുണ്ട് പറഞ്ഞു. വാന്ന് പറഞ്ഞു. അടുത്ത കുട്ടി, മോനെ യഹൂദാ, യൂസഫിന് നിങ്ങളുടെ കൂടെ കാട്ടിൽ ആടുമേക്കാൻ വരണമെന്ന് ഭാഷ പിടിക്കുന്നു. മോനെ, അപ്പൊ ചെറിയ കുട്ടിയല്ലേ, കാട്ടിൽ വലിയ അപകടം ഉണ്ടാകൂലേ? അപ്പൊ പറഞ്ഞു, ബാപ്പ ബേജാറാകണ്ട, കാരണം ഞങ്ങൾ എത്ര കൊല്ലായി കാട്ടിൽ പോണത്, ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. ഞങ്ങൾ 10 ആളില്ലേ, ഞങ്ങൾ നോക്കിക്കോളാം യൂസഫിനെ, ഒരു പ്രശ്നമില്ലാണ്ട് കേട്ടോ അയക്കാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, എന്നാ ഇന്ന് വേണ്ട, നാളെ ആയിക്കോട്ടെ. മോനെ യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, നാളെ പോകട്ടോ. ആയിക്കോട്ടെ അപ്പ, നാളെ പോകാന്ന്. നാളെ പോകാം. ഭയങ്കര സന്തോഷത്തിലെ ഇപ്പൊ മഹാനായ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെറിയ കുട്ടിയാണ്. പക്ഷേ നാളെ എന്തൊക്കെയോ നടക്കാനുള്ള ഒരു തന്ത്രവും ഗൂഢാലോചനയും 10 ഇച്ചമാരും എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ജ്യേഷ്ഠന്മാർ. അവരാ സന്തോഷത്തിലാണ് അന്ന് കാട്ടുപോയത് ആടുമേക്കാൻ. അന്നത്തെ രാത്രി യാക്കൂബ് നബി യൂസഫ് നബി ഒന്നിച്ച് കിടക്കാണ് അലൈഹി സ്വലാത്തു വസ്സലാം. 2 പേര് കിടക്കുക. മകൻ ഉപ്പാനെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ കിടക്കുന്നുണ്ട്, ഉപ്പ മകനെയും ചേർത്ത് പിടിച്ച് കിടക്കുന്നുണ്ട്. മക്കളോട് സ്നേഹം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉപ്പയുമ്മയൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിക്കും. പണ്ടൊക്കെ അങ്ങനെ കെട്ടിപ്പിടിക്കുക, ഇപ്പൊ അങ്ങനെ കെട്ടിപ്പിടിച്ചൂടാ. ഇപ്പൊ കെട്ടിപ്പിടിച്ചാൽ മക്കൾ പറയും നാർന്ന് ഉപ്പ ദൂരെ കിടക്കുന്നു പറയും. ഇപ്പോഴത്തെ മക്കളെ കഥയാ ഞാൻ പറഞ്ഞത്. അപ്പോ 2 ആളും ഉറങ്ങിയിട്ടില്ല. അതാ രസം, 2 ആളും ഉറങ്ങിയിട്ടില്ല. യാക്കോബ് നബി പറയാണ്, പടച്ചോനെ നേരം വെളുക്കാതിരുന്നാ മതിയായിരുന്നു. യാക്കൂബ് നബിക്ക് പ്രിയമുള്ള മകനായി യൂസഫ് നബിയോ, യൂസുഫ് വരവായി നല്ല യൂസുഫ് നബി പൊന്നഴകിന്റെ മഴവിൽ ഒളിയായി നിലയായി. യാക്കൂബ് നബിക്ക് പ്രിയമുള്ള മകനായി യൂസുഫ് വരവായി നല്ല യൂസുഫ് നബി പൊന്നഴകിന്റെ മഴവിൽ ഒളിയായി നിലയായി. മുർസലെന്നറിഞ്ഞു യാക്കൂബ് നബിക്ക് പിരിശപ്പുങ്കനിയായി. അപ്പോൾ മുറുമുറു പരിശം ഹൃദയത്തിൽ യൂസുഫിൻ സഹോദരർ കുളവായി. യാക്കൂബ് നബിക്ക് പ്രിയമുള്ള മകനായി യൂസുഫ് വരവായി നല്ല യൂസുഫ് നബി പൊന്നഴകിന്റെ മഴവിൽ ഒളിയായി നിലയായി. ചേർത്ത് പിടിച്ച് കിടക്കുമ്പോ യാക്കൂബ് നബി ചിന്തിക്കുന്നത്, പടച്ചോനെ നേരം വെളുക്കാതിരുന്നാൽ നന്നായിരുന്നു, എന്റെ കുട്ടി പോകില്ലല്ലോ. യൂസഫ് നബി ആണെങ്കിലോ, പടച്ചോനെ നട്ടപ്പാതിരാക്കാൻ നേരം വെളുത്താൻ നന്നായിരുന്നു. എന്താ, കളിക്കാൻ പോകാലോ, ഇച്ചമാരുടെ കൂടെ കാട്ടിൽ പോകാലോ, സന്തോഷാണ്. അത് ഈ ചെറിയ കുട്ടിയൊക്കെ അങ്ങനെ ടൂറ് പോകാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ആവേശമായിരിക്കും. സ്കൂളിൽ നിന്ന് ടൂർ പോകാന്ന് പറഞ്ഞു കേട്ടോ, ഉള്ളോട് നാളെ ടൂർ പോകാണ് എന്ന് പറഞ്ഞാൽ അന്ന് തലേ ദിവസം മക്കൾ ഉറങ്ങൂല. എന്റെ റബ്ബെ, അവനെന്തല്ലോ നാളെ തിന്നേണ്ട സാധനം വാങ്ങലാ പണി. കുർക്കുറു, കീർക്കുറു, അർക്കുറു എല്ലാം വാങ്ങി സഞ്ചിയിൽ കെട്ടിയിട്ട് 8 മണിക്കാ ബസ് പുറപ്പെടാം. 7:45 7 മണിക്ക് മുമ്പ് വന്നിട്ട് സ്കൂളിലേക്ക് പോകും. എന്നിട്ട് ബസ്സെല്ലാം വന്ന് കയറിയിട്ട് ഇതെല്ലാം കൂടി ഒരു തുന്നൽ വന്നിട്ട് കുറച്ച് ഛർദ്ദിക്കുകയും ചെയ്തിട്ട് അരമണിക്കൂറിട്ട് ഓൻ ഉറങ്ങും. ഓനെ ടൂർ കഴിഞ്ഞ് തലേന്ന് ഉറങ്ങൂല മക്കള്. ആവേശമാണ്, അതാണ്. അങ്ങനുണ്ട്, ആവേശമുണ്ട്. ചിലയൊക്കെ പോകാൻ മടിയുണ്ട്. ആ കുട്ടി ഒരുത്തനെ ഗൾഫ് പറഞ്ഞയച്ചില്ല, ഉമ്മയും കൂടി നിർബന്ധിച്ച് ഗൾഫ് പറഞ്ഞയച്ചു. ഗൾഫിലെത്തിയിട്ട് ഇവർ ഉമ്മാക്ക് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, ഉമ്മ
ഞാൻ എത്തീമാ. ഉമ്മ പറഞ്ഞു മോൻ എത്തീമല്ല, മോൻ ഉപ്പ ജീവിച്ചിരിപ്പുണ്ട്. അല്ലുമ്മ ഞാനിവിടെ എത്തീമാ. മോൻ അങ്ങനെ പറയല്ല, ഉപ്പ ജീവിച്ചിരിപ്പുണ്ട്. അല്ലുമ്മ ഞാൻ എത്തീമ. ഇവൻ പറഞ്ഞു ഞാനിവിടെ എത്തിയുമ്മാന്നാണ്. ഉമ്മ വിചാരിച്ചു എത്തീമാന്ന് എന്ന് പറഞ്ഞാൽ പോകാൻ മടിയുള്ളവരുണ്ട്. പക്ഷെ ഇത് കുട്ടിയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ടൂർ പോകാൻ പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ്ങാ. അപ്പോ സംഗതി പടച്ചോന്റെ കൃപ, അള്ളാന്റെ കുതിരത്ത് പോലെ സൂര്യൻ ഉദിച്ചു നേരം പെടുത്തു. യഹൂനൊക്കെ വല്ലാത്ത സങ്കടമുണ്ട്. കുറച്ച് സമയത്തേക്കെ പോവാണ്, രാവിലെ മുതൽ വൈകുന്നേരം വരെ നഷ്ടപ്പെടുക. പക്ഷെ അതന്നെ സഹിക്കാൻ കഴിയുന്നില്ല, അത്ര സ്നേഹമുണ്ട് ആ കുട്ടിയോട്. പാലും പഴവും കൃത്യമായി ഒരുക്കി ആര്? മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. എന്നിട്ട് തന്റെ മക്കള് ആടുമേക്കാൻ പുറപ്പെടുമ്പോ യഹൂദനെ വിളിച്ചു. മൂത്ത കുട്ടി യഹൂദിയാണ്, യഹൂദ. ആ വർഗത്തിൽ നിന്നാണ് പിന്നീട് യഹൂദികൾ ഉണ്ടായത് എന്നാ ചരിത്രത്തിൽ. അപ്പോ അന്ന് ഇസ്രായേലികളാണ് യഹൂദികൾ എന്ന് പറഞ്ഞ ഇസ്രായേലികൾ, അത് മുസ്ലിങ്ങളാണ്. അപ്പോ അരികത്ത് വിളിച്ചു, യഹൂദിയോട് പറഞ്ഞു, മോനെ യൂസഫ് നിങ്ങളുടെ കൂടെ വരാണല്ലോ. അതെ, ഈ പാലും പഴവും, ചെറിയ കുട്ടിയല്ലേ, നിങ്ങളെ പോലെ അല്ലല്ലോ. അതെ, വിശക്കുമ്പോ ഈ പാലും പഴവും കൊടുക്കണം എന്ന് പറഞ്ഞു. യഹൂദ കൈനീട്ടായിട്ട് വാങ്ങിയിട്ട് അനുജന്റെ ഉക്കാശ പിടിച്ചേർന്ന് കൊടുത്ത്, ഇതാ പിടിക്കുക, ഇത് യൂസഫിനുള്ള പാലും പഴമാണ്. യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വാരിയെടുത്ത് ചുമരിൽ വെച്ചു കൊണ്ടുപോകാൻ. വയസ്സ് 9 അല്ല 12 അല്ല 17 അഭിപ്രായമാണ്. എന്നാൽ 17 ആബൂല എന്ന് ചരിത്രകാരന്മാർ പറയുന്നു. കാരണം യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എടുത്തിട്ടാ കൊണ്ടു, ചുമലിട്ടിട്ടാ കൊണ്ടു. ഒരു 17-കാരനെ ഒരിക്കലും അങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല, അങ്ങനെ കൊണ്ടുപോകില്ല, നടന്നിട്ടേ പോകും. മാത്രമല്ല ഒരു 17-കാരൻ എന്തായാലും കളിക്കാൻ പോകാൻ വാശി പിടിക്കുകയും ചെയ്യില്ല. അപ്പൊ യൂസഫ് നബിയുടെ പ്രായം 12 അല്ലെങ്കിൽ 9. ഏതായാലും ആ പ്രായത്തിലാണ് യൂസഫ് നബിയെ കളിക്കാൻ കൊണ്ടുപോകുന്നത്. അപ്പോ ഈ മോനെ വാരി എടുത്തിട്ട് മുതുകത്ത് വെച്ചു. ആര്? യഹൂദ. മുതുകത്ത് വെച്ചപ്പോ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. കാരണം എന്താ? അനുജനം നടത്തിക്കാൻ പോലും ഇച്ചമാർക്ക് പ്രശ്നമില്ല, അവരെടുത്തിട്ട് കൊണ്ടുപോകണല്ലോ. എന്റെ കുട്ടീനെ നന്നായിട്ട് നോക്കും, ഒക്കെ ഭയങ്കര തട്ടിപ്പാ. ഇവിടെ ഇരുത്തിയിട്ട് കയ്യങ്ങനെ പിടിച്ചാൽ അങ്ങനെ കൊണ്ടുപോയി. യാക്കൂബ് നബി വീട്ടിന്റെ മുറ്റത്ത് വന്നിട്ട് നടന്നു പോണത് ഇങ്ങനെ നോക്കി നിന്നു. സ്വന്തം മക്കൾ കണ്ണിൽ നിന്ന് അകന്നകന്നകന്ന് പോയപ്പോ യാക്കൂബ് നബി വന്നിട്ട് തന്റെ സീറ്റിലിരുന്നു. ഇരുന്നിട്ടൊരു ഇരുത്തം കിട്ടുന്നില്ല. കുറച്ച് സമയത്തേക്ക് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പോയപ്പോ വല്ലാത്തൊരു ടെൻഷൻ. അങ്ങനെ നടക്കാനും കളിക്കാനൊക്കെ തുടങ്ങി. യൂസുഫ് നബി ആണെങ്കിലോ ഭയങ്കര ആവേശത്തിലാണ്. ഇച്ചാന്റെ മുതുകത്തിരുന്നിട്ട് ഇങ്ങനെ പോവാൻ. അപ്പൊ അങ്ങനെ യൂസുഫ് നബി ഒക്കെ കാട്ടിലൊക്കെ ആദ്യമായിട്ട് പോകല്ലേ. അപ്പൊ ചോദിക്കും, ഇച്ചാ അതെന്താ? അപ്പൊ യാക്കൂബ് നബിയുടെ മൂത്ത കുട്ടി യഹൂദ പറഞ്ഞു കൊടുക്കും, അത് ഇന്നതാണ്, ഇതാ അങ്ങനെ പറഞ്ഞു. അതിപ്പോ നമ്മൾ അങ്ങനെ തന്നെയല്ലേ, നമ്മള് കുട്ടികളെയും കൂട്ടി പോകുമ്പോ കുട്ടികൾ ചോദിക്കുമല്ലോ നമ്മളോട്, ഉപ്പ ഇതെന്താ കാണുന്നേ? അപ്പൊ നമുക്കറിയില്ലെങ്കിൽ നമ്മൾ പറയും, മോനെ അതാണ് ഇത്. എനിക്ക് കാലം കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വയസ്സനായി വിചാരിച്ചോ, നമ്മളെ ഡോക്ടറെ അടുത്ത് കൂട്ടിയിട്ട് കുട്ടി പോകുമ്പോ നമ്മൾ ചോദിച്ചു നോക്കിയാട്ടെ, എന്നാ മോനെ ഈ കാണുന്നു? അന്നേരവേ മുണ്ടാണ്ടിക്ക് കാക്ക കുറേ സമയം ഇങ്ങനെ പറ പറയുന്നു. എല്ലാം ഇങ്ങക്ക് അറിയണ, അറിയാണ്ടിരിക്കും. ഇതാണ് എന്ത്? ആധുനിക ലോകത്തെ മക്കളും ബാപ്പിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. യൂസഫ് നബിക്ക് എല്ലാം പറഞ്ഞു കൊടുത്ത് കാട്ടിന്റെ ഉള്ളിലെത്തി. ഉൾഭാഗത്തെത്തിയപ്പോ എല്ലാരും ഇങ്ങനെ റൗണ്ടിൽ നിന്നു. യഹൂദ യൂസഫ് നബി എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുക സെന്ററിൽ, ബാക്കി എല്ലാവരും. അപ്പൊ അതൊരു കളിയാണ് എന്ന് യൂസഫ് നബിക്ക് തോന്നി. ഒരു കളി പല കുളത്തിലും വരുമല്ലോ. അപ്പൊ ഇവര് പറഞ്ഞു, എന്നാൽ തുടങ്ങല്ലേ എന്ന് വെച്ചു. അപ്പൊ യൂസഫ് നബി ആവേശത്തെ പറഞ്ഞു, ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. കാരണം കളി തുടങ്ങല്ലേ. യഹൂദ അങ്ങനെ തന്നെ പൊക്കി ഒരൊറ്റ ഏറങ്ങ് ഭൂമിയിലേക്ക്. ഒരു ദിനം അവർ ചെമ്മരിയാടും ഒരുമിച്ചൊരു കാട്ടിലണവായി, വേഗം വധിക്കണം നബി യൂസുഫിനെ എന്നവർ കഗതാറിൽ കൊതിയായി. യാക്കൂബ് നബിക്ക് പ്രിയമുള്ള മകനായി യൂസുഫ് വരവായി. നല്ല യൂസുഫ് നബി പൊന്നഴകിന്റെ മഴവിൽ ഒളിയായി നിലയായി. നിലത്തേക്ക് വലിച്ചെറിഞ്ഞു. യൂസഫ് നബിയുടെ പെരടി കുത്തി മഹാനായ പ്രവാചകൻ നിലത്ത് വീണു. നല്ല വേദന പറ്റിയപ്പോ യൂസഫ് നബി ചിന്തിച്ചത് യഹൂദയുടെ കാലൊന്ന് തടഞ്ഞ് വീണു പോയതാണെന്ന, തന്റെ ഇച്ഛാന്റെ കാല് തടഞ്ഞിട്ട് വീണു പോയതാണെന്ന. നല്ല വേദന പറ്റിയപ്പോഴും എഴുന്നേറ്റിട്ട് പുറങ്ങനെ തടവിട്ട് പറഞ്ഞു, എനിക്ക് വേദന ഒന്നും പറ്റില്ല, ഇച്ചക്ക് കാലിനെന്തോ പറ്റിയോന്ന് വെച്ചു. എന്താ സ്നേഹല്ലേ, എനിക്കൊന്നും പറ്റിയില്ല, വേദന ഉണ്ട്. അപ്പോഴും പറയാണ്, എനിക്കൊന്നും പറ്റിയില്ല, ഇച്ചക്കെന്തോ പറ്റിയോന്ന് വെച്ചു. അടി കൊടുത്ത് യഹൂദ കണ്ണി അടി കിട്ടിയപ്പോ തലകറങ്ങി. യൂസഫ് നബി എവിടെ ഇരുന്നപ്പോ മറ്റുള്ളവർ അടിയും കൊടുക്കി. അടി തുടങ്ങിയപ്പോ യൂസഫ് നബി കരഞ്ഞു. എന്തിനാ നിങ്ങൾ എന്നെ തല്ലുന്നേന്ന് വെച്ചു.
നിങ്ങൾ എന്തിനാ എന്നെ അടിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് എന്നെ കൊല്ലുന്നത്? അപ്പൊ പറഞ്ഞു, നീ കള്ളസ്നേഹം കള്ളക്കിനാവൊക്കെ പറഞ്ഞു ഉപ്പാന സ്നേഹം മൊത്തമായിട്ട് വാങ്ങല്ലേ? നിന്നെ ഞങ്ങൾ കൊല്ലാൻ കൊണ്ടുവന്നതാ, കളിക്കാൻ കൊണ്ടുവന്നല്ല, മരണക്കളിയാ കളിക്കാൻ പോണത്. അതുവരെ വേദനിച്ച മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒറ്റ ചിരി അങ്ങോട്ട് ഇരിച്ചു. ഇത് പറഞ്ഞപ്പോ ചിരിച്ച് അടി കൊണ്ട് കരയുന്ന യൂസുഫ് നബി ചിരിച്ചു. അപ്പൊ ഒരടിയും അടിച്ചിട്ട് യഹൂദ മാറി നിന്നിട്ടുണ്ട്. ആര്? അടി ഉദ്ഘാടനം ചെയ്ത തങ്ങൾ മാറി നിന്നിട്ടുണ്ട്. ബാക്കിയുള്ളവർ ഏറ്റെടുത്തതാ. യഹൂദ ചിരിക്കുന്ന യഹൂദ ചിരിച്ചു വന്നു. അടിക്കല്ലടാ, അടിക്കല്ലട. അടി കൊള്ളുമ്പോ ചിരിക്കാന്ന് പറഞ്ഞാല് സംഭവം വേറെയാ. എന്ത്? നമ്മക്കിപ്പോ അടി കൊണ്ട് നമ്മൾ ഒരേ ചിരിയിരിക്കുന്നെങ്കിൽ ആള് പറയില്ലേ, ഓ പിരാന്തരൻ, ആ പിരാന്തരൻ തല്ലണ്ടാണെന്ന് പറയില്ലേ? അപ്പൊ യഹൂദ പറഞ്ഞു, എടാ ചിരിക്കല്ലേ, തല്ലല്ല, എന്തോ പ്രശ്നമുണ്ട്. ഇവിടെ യഹൂദ ചോദിച്ചു, നീ എന്തിനാ കരഞ്ഞിട്ട് പിന്നെ ചിരിച്ചു ചോദിച്ചു. അപ്പൊ യൂസുഫ് നബി പറഞ്ഞു, കരഞ്ഞത് സ്വാഭാവികമായിട്ടും, അടിച്ചപ്പോ നല്ല വേദന ഉണ്ട്, കരഞ്ഞു. ചിരിച്ചത് ഞാൻ നിങ്ങളെ ഓർത്ത് ചിരിച്ചതാണ്. എന്നെ നിങ്ങളെ ഓർത്ത് ചിരിച്ചതാണ്. അതെന്താന്ന് വെച്ചു. അപ്പോ പറഞ്ഞു, അല്ല, നിങ്ങളെ കയ്യിലാണ് ഉപ്പ എന്നെ ഏൽപ്പിച്ചേ അല്ലേ? അതെ. നിങ്ങളോട് ഉപ്പ പറഞ്ഞിട്ടുണ്ട്, ചെന്നായ പിടിക്കും, അത് പിടിക്കും, ഇത് പിടിക്കും എന്നൊക്കെ. അതെ. സുരക്ഷിതമായിട്ട് കൊണ്ടുവരുന്ന നിങ്ങൾ ഉപ്പാക്ക് വാക്കും കൊടുത്തിട്ടുണ്ട്. അതെ. എന്നിട്ട് നിങ്ങൾ എന്നെ കൊന്നിട്ട് നിങ്ങൾ ഉപ്പാന്റെ അടുത്ത് പോയിട്ട് എന്താ പറയാ? നിങ്ങളുടെ അവസ്ഥ എന്താ? അത് ഓർത്തിട്ട് ഞാൻ ചിരിച്ചു പോയതാണ്. അപ്പ യഹൂദ പറഞ്ഞു, തല്ലല്ലടാ. അവൻ പറഞ്ഞ കാര്യമുണ്ട്. ഞാൻ ഉപ്പാന്റെ അടുത്ത് പോയിട്ട് എന്താ മറുപടി പറയാ? ഞാൻ നമ്മുടെ ബാപ്പാന്റെ അടുത്ത് പോയിട്ട് എന്താ മറുപടി പറയാ? അവര് പറഞ്ഞ അതൊന്നും നടക്കുന്ന കേസല്ല, അത് പറഞ്ഞു പോലും ഇല്ല പോലും, കൊല്ലൽ തന്നെയാണ്. അപ്പൊ അടി പിന്നെയും തുടങ്ങി, ജമാഅത്തായിട്ട് അടിക്കാണ് ഇവര്. അപ്പോ യൂസുഫ് നബി പിന്നെ ചിരിയൊക്കെ നിർത്തി കരച്ചിൽ തുടങ്ങി. പിന്നെയും കരച്ചു വിളിച്ചു, ഇച്ചാ എന്നെ കൊല്ലല്ലേ, എന്നെ ബാപ്പാന്റെ അടുത്ത് കൊണ്ടുപോണേ, എനിക്ക് ബാപ്പാനൊന്ന് കാണണേ. യഹൂദ ഈ കരച്ചിൽ കേട്ട് സഹിക്കാൻ കഴിയാണ്ട് ഒരു ഭാഗത്ത് പോയിട്ടാണ് കണ്ടു. ഈ പിന്നെയും സഹിക്കാൻ കഴിയും, തിരിച്ചു കൊണ്ട് തല്ലല്ലടാ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവര് പറഞ്ഞു, കൊല്ലാൻ തീരുമാനിച്ചാ പിന്നെ തല്ലല്ലാന്ന് പറഞ്ഞ എന്താ കാര്യം? കൊല്ലാണെന്ന് പറഞ്ഞു. അല്ലടാ, നിങ്ങൾ അങ്ങനെ ചെയ്യല്ല, നമുക്ക് യൂസഫ് നഷ്ടപ്പെട്ട പോരെ, യൂസഫിനെ കൊല്ലണമെന്നില്ല, നഷ്ടപ്പെട്ടാ പോരെ. അവരെ എങ്ങനെയാ നഷ്ടപ്പെടുക? ഇവിടെ അടുത്ത് ഒരു കിണറുണ്ട് കാട്ടില്, ഷദ്ദാദ് പണി കഴിപ്പിച്ച കിണർ. അതാണ് ഷദ്ദാദ്. അറിയോ? ഷദ്ദാദ് എന്ന് പറഞ്ഞാൽ രാജാവാണ്. ആ കാലത്ത് ഒരു രാജാവ്, അതിന് മുമ്പത്തെ കാലത്ത് രാജാവ് ഉണ്ടായിരുന്നു, ഷദ്ദാദ് എന്ന പേര്, കുഫരിയത്തിന്റെ രാജാവായിരുന്നു. അവൻ ആ കാലത്തെ പ്രവാചകന്മാരോട് ഒരു വാശി പിടിച്ചിട്ട് പറഞ്ഞൊരു വർത്താനുണ്ട്, നിങ്ങൾ മരിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞ സ്വർഗ്ഗമല്ലോടെ ജനങ്ങൾക്ക് വേണ്ടത്, ജീവിതത്തിൽ കാണുന്ന സ്വർഗം കാണിച്ചു കൊടുക്കണം, സുഖം അനുഭവിക്കണം അവർക്ക്, അതുകൊണ്ട് ഞാൻ സ്വർഗം ഉണ്ടാക്കും. ഷദ്ദാദ് സ്വർഗം ഉണ്ടാക്കി. സ്വർഗം ദുനിയാവിലുണ്ടാക്കിയ രണ്ട് പൊട്ടന്മാരുണ്ട്, ഒന്ന് ഷദ്ദാദ്, മറ്റേത് ഫിറോനുമാണ്. സ്വർഗം ഉണ്ടാക്കിയിട്ട് അതിന് പേരൊക്കെ ഇട്ടു, അൽ ജന്ന, ജന്നത്ത് എന്ന് പേരിട്ടിട്ട് സ്വർഗത്തിന്റെ ഉദ്ഘാടനത്തിന് ജനങ്ങളെ മൊത്തം ക്ഷണിച്ച് ആ സ്വർഗത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയ കിണറാണ് യൂസഫ് നബി ഇട്ട 400 മുഴം 400 മുഴം ആഴമുള്ള കിണർ. ഇന്നും നെറ്റിൽ നിങ്ങൾ അടിച്ചാൽ ആ കിണർ നിങ്ങൾക്ക് കാണാം. മേൽഭാഗം വീതിയുള്ളതും അടിയിലേക്ക് കൂർത്തു പോകുന്നതും താഴ്ഭാഗം കണ്ണിന് കാഴ്ചയില്ലാത്ത രൂപത്തിലേക്ക് ആണ്ടുപോകുന്നതുമായ കൂരിരുട്ട് നിറഞ്ഞ ഒരു കിണർ നിങ്ങൾക്ക് ഇപ്പോഴും നെറ്റിലടിച്ചാൽ കാണാം. അപ്പോ ആ അന്ന് കാട്ടിലാണ് കിണർ, ഇന്ന് കാടൊന്നുമില്ല, വിശാലമായ മരുപ്പറമ്പ് പോലത്തെ സ്ഥലമാണ്. അപ്പോ ആ കിണറിനായിട്ട് ഇടാൻ തുടങ്ങി. ഇവൻ സ്വർഗം ഉണ്ടാക്കിയിട്ട് സ്വർഗത്തിന്റെ ഉദ്ഘാടനത്തിന് എല്ലാവരും വിളിച്ചിട്ട് ജനങ്ങളോട് പറഞ്ഞു, നമ്മൾ സ്വർഗം ഉദ്ഘാടനം ചെയ്യാണ്. ഈ നബിമാര് പറയുന്നത് സ്വർഗമല്ല, ഇതാ സ്വർഗം തന്നെ. എന്നിട്ട് ഈ ഫോട്ടോയെ കട്ട് ചെയ്തിട്ട് വെലത്തേക്കാലെടുത്ത് സ്വർഗത്തിൽ വെച്ച്, ഇവൻ ഉണ്ടാക്കിയ സ്വർഗത്തിൽ വെലത്തേക്കാൽ വെച്ച് ഇടത്തേക്കാൽ പൊക്കുന്നതിന് മുമ്പ് ആരിറങ്ങി? മലക്കുൽ മുത്തസ്രായീൽ ഇറങ്ങിയിട്ട് പിടിച്ചു. ഓന്റെ സ്വർഗത്തിന്റെ മുന്നിൽ പിടിച്ചിട്ട് ഓനെ നരകത്ത്, അള്ളാന്റെ നരകത്ത് കൊണ്ടുകിട്ടു. ആ സ്വർഗത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയ കിണറാത്. അപ്പോ യഹൂദ പറഞ്ഞു, ആ കിണറിൽ ഇട്ടാ പോരെ. അപ്പൊ ഇവര് പിന്നെ മൂത്താള് പറയല്ലേ, അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് ഏതായാലും യൂസഫ് ഉണ്ടാകാൻ പാടില്ല, പുരയിലുണ്ടാകാൻ പാടില്ല, നമുക്ക് ആ കിണറിലിടാറ്. അപ്പൊ ഒരാൾ പറഞ്ഞു, അല്ല യൂസഫ് പറഞ്ഞൊരു കാര്യണ്ടേ, എന്താ? ഉപ്പാനോട് നമ്മളെന്താ പറയാ വെച്ചു. ഉപ്പാനോട് നമ്മളെന്താ പറയാ? അതിന് പണിയുണ്ടോ? കുപ്പായി ഊരുകാർ, ഷർട്ടിങ് ഊരുകാർ, ഷേട്ടൂരി ഒരു ഭാഗത്തെ വെച്ച് യൂസുഫ് നബിയെ കിണറിനെടുത്ത് കൊണ്ടുപോകാൻ. അടിയിൽ അഗാധമായ ഗർത്തമാണ്, പാറയാണ്. നേരെ അങ്ങോട്ട് ഇട്ടാൽ തലയടിച്ച് വീണാൽ മരിക്കും. യഹൂദ പറഞ്ഞു, കൊല്ലാനാണെങ്കിൽ കൊന്നാ പോരെ, അങ്ങനെ ഇടാൻ പറ്റൂല. എങ്ങനെയാ ഇടേണ്ടത്? മെല്ലെ മെല്ലെ താഴ്ത്തണം, കിണറിൽ അവിടെ ഇരുന്നോട്ടെ, ആരെങ്കിലും രക്ഷപ്പെടുത്തിക്കോട്ടെ, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് മരിച്ചോട്ടെ, നമ്മൾ കൊല്ലാൻ പറ്റില്ല. കാരണം അള്ളാന്റെ മുന്നിൽ മറുപടി ഉണ്ടാവില്ല, കൊന്നാല് നമ്മൾ കൊലപാതകങ്ങളായി പോകുന്നു. അപ്പൊ ആട്ടിനെ കെട്ടുന്ന കയറുണ്ടല്ലോ, അത് അയച്ചിട്ട് യൂസഫിനെ ഇവിടെ നിങ്ങൾ വിചാരിക്കേണ്ട യൂസഫിനെ നിന്നിങ്ങനെ കെട്ടിക്കോന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, പഠിച്ച കരിയാണ്. ഇവര് പിടിച്ചു വെച്ചിട്ട് കെട്ടാണ്. 10-11 ആള് പിടിച്ചു വെച്ച, 10 ആള് പിടിച്ചു വെച്ചാൽ പിന്നെ എന്താ അവസ്ഥ? 9 ആള് യഹൂദ പിടിച്ചു വെക്കുന്നില്ല, അത് ദൂരെ നിൽക്കാണ്, ഇത് കാണാൻ കഴിയായിട്ട്.
അപ്പോ അരയിൽ കയറങ്ങട്ട് മുറുക്കി കെട്ടിട്ട് നേരെ കിണറിലേക്ക് അങ്ങോട്ട് തള്ളി കയറിങ്ങനെ പിടിച്ചു. ഒരു പൊട്ടക്കിണറിൽ നബി യൂസുഫിനയാ കുടിലരന്നിടലായി. നബിയാണെങ്കിലോ തല താഴോട്ട് അജകള മറുത്ത് ചുടുചോര പുരട്ടി ഉടുപുട നജസായി. യാക്കൂബ് നബിക്ക് പ്രിയമുള്ള മകനായി യൂസുഫ് വരവായി. നല്ല യൂസുഫ് നബി പൊന്നഴകിന്റെ മഴവിൽ ഒളിയായി നിലയായി. സെന്ററിൽ കയറി കെട്ടിയിട്ട് താത്താല് ഒന്നുകിൽ തല താഴേക്ക് ഒരു കാല് മേലോട്ട് വരും, അല്ലെങ്കിൽ കാല് അങ്ങനെ ഇങ്ങനെ ആടി ആടി പോവാണ്. അപ്പൊ വിളിച്ച് കരയുന്നുണ്ട്, ഇച്ചാ എന്നെ രക്ഷപ്പെടുത്ത്. ആകെ മനസ്സ് കുറച്ച് ക്ലിയർ ആയിരിക്കും ഇപ്പോൾ ഉള്ളത് യഹൂദാക്കുള്ളൂ. അവിടെ യഹൂദാനെ വിളിച്ചിട്ട് എന്നെ കരയണത്, ഇച്ചാ എന്നെ രക്ഷപ്പെടുത്ത്, എനിക്ക് എന്റെ ബാപ്പാനെ കാണണം, നിങ്ങൾ എന്നെ കൊല്ലല്ലേ, കിണറിലിറക്കല്ലേ. അപ്പൊ യഹൂദ ദൂരം മുറേ നിന്നെ ഞാൻ രക്ഷപ്പെടുത്തിയാൽ എന്നെ ഇവർ 9 പേർ കൊന്നുകളയും, അതുകൊണ്ട് എനിക്ക് ആവതില്ല, എനിക്ക് പറ്റൂല. അപ്പോഴും യൂസുഫ് നബി ഇങ്ങനെ കരയാണ്. കരഞ്ഞിട്ട് യഹൂദ ഓടുകയാണ് ഇങ്ങോട്ട് കിണറിനടുത്തേക്ക്. അപ്പൊ ഒരാൾ പറഞ്ഞു, യഹൂദ വരുന്നുണ്ട്, വലിച്ചു കയറ്റാൻ പറഞ്ഞ കയറ്റുണ്ട്, വിട്ടുകളാ. അപ്പൊ പിടിച്ചാള് വിടണോ വേണ്ടിയോ ഇങ്ങനെ ഒരു സംശയത്തിൽ നിൽക്കാണ്. ഈ കയറ് പിടിച്ചാൾ യൂസുഫിനെ അതിന്റെ തുഞ്ചത്തുണ്ട്. അപ്പം ഒരാൾ പറഞ്ഞു വിടടാന്ന് പറഞ്ഞു. അപ്പൊ യഹൂദ ഓടി വരികയാണ്. വിടൂലെന്ന് കണ്ടപ്പോ അടുത്തുള്ള സഹോദരൻ എന്ത് ചെയ്യുന്നറിയോ, തന്റെ കയ്യിലുള്ള കത്തി കൊണ്ട് ഒറ്റ വെട്ടാണ്ട് വെട്ടി കയറങ്ങ് വെട്ടി. ഒരു രക്ഷയില്ല, ഒരു പോക്കാതായില്ലേ. അങ്ങ് താഴേക്ക് പോകുമ്പോ നിങ്ങൾ ആലോചിക്കുക, കയറിന്റെ പിടുത്താണ്ട് വിട്ടിട്ടുണ്ട്. ഇനി ഇച്ചമാർക്ക് എന്നെ രക്ഷപ്പെടുത്താൻ എന്തായാലും പറ്റൂല, വലിച്ചു കയറ്റൂല. അപ്പോഴാണ് യൂസഫിന്റെ പേര് ദുആ നടത്തിയത്. ചരിത്രത്തിൽ അങ്ങനെ ഒരു ദുആ ഇല്ല, വല്ലാത്ത ദുആ നടത്തിയത്. ഒരു ദുആ എന്താണെന്നറിയോ, കയറങ്ങ് പൊട്ടി താഴേക്ക് വീഴുമ്പോ. ഈ കഥ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പുണ്യ നബിയോട് പറഞ്ഞു കൊടുക്കുമ്പോൾ പറയാണ്, നബിയെ യൂസുഫ് നബി ആ പ്രാർത്ഥന നടത്തുമ്പോൾ ഞാൻ അർശിന്റെ ചോട്ടിലായിരുന്നു. അർശ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിചാരിക്കേണ്ട നമ്മളെ മരത്തിന്റെ കൊമ്പത്താണ്. 7 വാനങ്ങൾക്ക് അപ്പുറത്താണ്, കോടാനകോടി കിലോമീറ്റർ അപ്പുറത്താണ്. അപ്പൊ അർശിന്റെ ചോട്ടിലാ ഞാൻ. അപ്പോഴേ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കയറിൽ തൂങ്ങിയിട്ട് താഴേക്ക് വീഴുമ്പോ കയർ വെട്ടിയപ്പോ കിണറിലേക്ക് കയറ് പോയപ്പോ നല്ല സ്പീഡായിരിക്കും. ആ സ്പീഡിൽ ഇങ്ങനെ വരുമ്പോ പറയാണ്, അല്ലാഹുമ്മ യാ ഷാഹിദൻ ഗൈറ ഗായിബ് വയാ ഖരീബൻ ഗൈറ ബഈദ് വയാ ഗാലിബൻ ഗൈറ മഗ്ലൂബ് ഇജ്അൽനി മിൻ അംരി ഫറജൻ വ മഖ്റജാ. പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരു മനുഷ്യന് പ്രയാസം അനുഭവിക്കുന്ന ഘട്ടത്തിൽ ഈ ഒരു ദുആ നടത്തിയാൽ അള്ളാഹു പ്രയാസം എളുപ്പത്തിലാക്കി തരും. ആ പ്രയാസങ്ങളെ അള്ളാഹു ഇല്ലാതെയാക്കും. കാരണം വേദനാജനകമായ ഒരു അന്തരീക്ഷത്തിലാണ് യൂസുഫ് നബി ദുആ ചെയ്തത്. അല്ലാഹുമ്മ യാ ഷാഹിദൻ ഗൈറ ഗായിബ് വയാ ഖരീബൻ ഗൈറ ബഈദ് വയാ ഗാലിബൻ ഗൈറ മഗ്ലൂബ് ഇജ്അൽനി മിൻ അംരി ഫറജൻ വ മഖ്റജാ. അല്ലാഹുമ്മ യാ ഷാഹിദൻ ഗൈറ ഗായിബ്, എവിടെയും സാക്ഷിത്വമുള്ള പടച്ചോനെ, മറഞ്ഞിരിക്കാത്ത തമ്പുരാനെ. യാ ഖരീബൻ ഗൈറ ബഈദ്, ഏറ്റവും അടുത്തുള്ള റബ്ബേ, വിദൂരത്തല്ലാത്ത പടച്ചോനെ. അല്ലാഹുമ്മ യാ ഷാഹിദൻ ഗൈറ ഗായിബ് വയാ ഖരീബൻ ഗൈറ ബഈദ് വയാ ഗാലിബൻ ഗൈറ മഗ്ലൂബ്, എന്നെന്നും വിജയിക്കുന്ന പരാജയം അറിയാത്ത തമ്പുരാനെ, ഇജ്അൽനി മിൻ അംരി ഫറജൻ വ മഖ്റജാ, എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം, എനിക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയും നീ ഒരുക്കി തരണേ പടച്ചോനെ. അല്ലാഹുമ്മ യാ ഷാഹിദൻ ഗൈറ ഗായിബ് വയാ ഖരീബൻ ഗൈറ ബഈദ് വയാ ഗാലിബൻ ഗൈറ മഗ്ലൂബ് ഇജ്അൽനി മിൻ അംരി ഫറജൻ വ മഖ്റജാ. ഈ ദുആ ഇൻഷാ അല്ലാഹ് എല്ലാവരും നോട്ട് ചെയ്ത് പഠിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നല്ലത് പഠിക്കാനുള്ള തൗഫീഖ് തരട്ടെ. അപ്പോ ഈ ദുആ യൂസുഫ് നബി നടത്തുമ്പോൾ ഞാൻ അർശിന്റെ ചോട്ടിലായിരുന്നു. ആര് പറയുന്നു? അർശിന്റെ ഭാഗത്തായിരുന്നു ഞാൻ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഉടനെ അല്ലാഹു എന്നെ വിളിച്ച് പറഞ്ഞു, യാ ജിബ്രീൽ ഖുദ് യാ ജിബ്രീൽ അദ്രിക്നി യാ ജിബ്രീൽ, പിടിക്ക്, എന്റെ അടിമ എന്നെ വിളിക്കുന്നുണ്ട്, ഒന്ന് പിടിച്ചേക്കണേ ജിബ്രീലേ. യൂസുഫ് നബി കിണറിന്റെ പകുതിയിൽ നിന്ന് താഴേക്ക് വരുന്ന സ്പീഡിനേക്കാൾ സ്പീഡിൽ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, പിടിച്ചു. നേരണ്ട് വീണ്ട പാറപ്പുറത്താക്കുക. ജിബ്രീൽ പിടിച്ചിട്ട് ചുറ്റും വെള്ളമുണ്ട്, സെൻട്രൽ ഒരു പാറുണ്ട്, ആ പാറമ്മലോട്ട് വെച്ചു. പാറയുടെ മേലെ വെച്ചപ്പോ 4 ഭാഗത്തുനിന്ന് വിഷസർപ്പങ്ങൾ ഇറങ്ങി വന്നു.
പാമ്പ് ഇങ്ങനെ വരിക. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇരുത്തിയതിന്റെ ചുറ്റും ഇങ്ങനെ റൗണ്ട് ഒരു വരാട്ട് വരച്ചു. നിങ്ങൾ വിചാരിക്കണ സാധനമല്ല അത്, പൊയ്ക്കോളൂ പറഞ്ഞു. പാമ്പുകളോട് പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോകും നിങ്ങളുടെ മാളങ്ങളിലേക്ക്. ഇത് അല്ലാഹുവിന്റെ ഇഷ്ടദാസന, നിങ്ങൾക്ക് കടിക്കാനും കൊല്ലാനും തിന്നാനും കളിക്കാനും വേണ്ട സാധനമല്ല അത്, പൊയ്ക്കോളൂ പറഞ്ഞു. പാമ്പുകളെല്ലാം തിരിച്ചു മാളത്തിലേക്ക്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാട്ടെ, നമ്മൾ പോണ ബൈക്കാം അവിടെ ഒരു പാമ്പ് ഉണ്ടായിരുന്നു എന്ന് ഒരുത്തം പറഞ്ഞാൽ നമ്മൾ ആ ബൈക്ക് പോവില്ല. പിന്നെ ഇപ്പുറത്തോട്ട് പോയി ഒരു കിലോമീറ്റർ നടന്നാൽ തിരക്കില്ല. പോന്നാളോളം നമ്മൾ പറയൂ ഒരു പാമ്പുണ്ടെന്നേ പറഞ്ഞിട്ടുണ്ടാവും. വരുന്നാളോളം നമ്മൾ പറയൂ അവിടെ ഫുള്ള് പാമ്പ് തന്നെ അറിയും. എന്നാ യൂസുഫ് നബി ഇരിക്കുന്ന കിണറിൽ പാമ്പാ മൊത്തം. അത് എമ്മാതിരി പാമ്പ്, മറ്റേത് ജിബ്രീല പാറക്കൊരട്ടി കൊടുത്തു. ഇരിക്കുന്നതിന്റെ തൊട്ടുമുന്നിൽ ഒരട്ടി. പാറ പിളർന്നു, ഒരു കുഴി ഉണ്ടായി. ആ കുഴിയിൽ വെള്ളം തെളിഞ്ഞു വന്നു, നല്ല വെള്ളം. മറ്റൊരടിയിൽ ഒരു ചെടി മുളച്ചു, ചെടിയിൽ ഒരു പഴവും ഉണ്ടായി. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഈ വെള്ളം മാത്രം കുടിക്കുക, ഈ ചെടിയിൽ മുളക്കുന്ന പഴം മാത്രം തിന്നുക, ചുറ്റിഷ്ടം പോലെ വെള്ളമുണ്ട്, തൊട്ടേക്കരുത് വിഷാണെന്ന്. അത് പറഞ്ഞ് ജിബ്രീലങ്ങ് പോയി. സുവനത്തിൻ തോപ്പാക്കി കിണറിന്റെ ഉൾഭാഗം ജല്ല ജലാലല്ലാ റബ്ബ് ഹയ്യുൽ ഖയ്യൂം അല്ലാഹ്. മധുവൂറും പലഹാരം പലവിധമേകിയ നാഥനവനല്ലാ, സൃഷ്ടിജാലം പടൈത്തല്ലാ. സുവനത്തിൻ തോപ്പാക്കി കിണറിന്റെ ഉൾഭാഗം ജല്ല ജലാലല്ലാ റബ്ബ് ഹയ്യുൽ ഖയ്യൂം അല്ലാഹ്. മധുപൂറും പലഹാരം പലവിധമേകിയ നാഥനവനല്ലാ, സൃഷ്ടിജാലം പടൈത്തല്ലാ. ഭയാനകരമായ കിണറിന്റെ ഉൾഭാഗത്തെ അള്ളാഹു യൂസുഫ് നബിക്ക് സൗകര്യം ചെയ്തു കൊടുത്തു. എന്നാൽ ഈ ചവര പണിയെന്ന് പറയും, ആടിനെ അറുത്ത ആടിന്റെ ചോരയിൽ കുപ്പായിട്ട് ഉരുട്ടി ഫുള്ളായിട്ട് ചോര പുരട്ടി. എന്നിട്ട് ഇവര് പുരയിലേക്ക് പോകണം. അപ്പൊ അവിടുത്തെ കഥ എന്തറിയോ, തന്റെ മക്കള് കാട്ടിൽ ആടുമേക്കാൻ പുറപ്പെട്ടിട്ട് കുറച്ച് ടൈം കഴിഞ്ഞപ്പോ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ലിയേനെ വിളിച്ചിട്ട് പറഞ്ഞു, ലിയേ എന്താ നബിയെ, അല്ലാതെ നമ്മളെ മക്കളെന്താ വരാത്തേന്ന് വെച്ചു. അപ്പൊ ലിയ പറഞ്ഞു, വൈകുന്നേരം ആയിട്ടില്ലല്ല, സാധാരണ അവര് രാവിലെ പോയാൽ വൈകുന്നേരം വരും, ഉച്ചക്കത്തെ ഭക്ഷണം വരെ കൊണ്ടുപോയിട്ടുണ്ട്, അവരങ്ങനെ കഴിച്ച് വൈകുന്നേരം വരത്തുള്ളൂ. പിന്നെ ഇന്നെന്താ പ്രശ്നം? ഇന്ന് യൂസ് പോയിട്ടുണ്ടല്ലേ, അതാ ഇങ്ങനെ നിക്കപ്പുറത്തി ഇല്ലാത്തയാറ്. അല്ല ലിയ, എന്നാലും കുട്ടികള് അവിടെ ഇരിക്കേ, കുറച്ച് കഴിഞ്ഞ് വരുവാറ്. പിന്നെ കുറച്ച് പുറത്തിറങ്ങും, ഇങ്ങനെ നോക്കും, വരുന്ന വഴിയിലേക്ക് നോക്കും, തിരിച്ചുകൊണ്ട് പറയും, ലിയേ എന്താ നബിയെ, മക്കളെ കാണുന്നില്ലല്ലോ. എന്റെ നബി ഞങ്ങളെ അനങ്ങാണ്ട് ഇരിക്കേ, കുട്ടികൾ വരും, അവിടെ ഇരിക്കാറ്. പിന്നെ ഇടക്കിടക്ക് ലിയോട് മുണ്ട് പറയില്ല, പുറത്തിറങ്ങി നോക്കൂ, അകത്ത് കയറും. കാരണം കൂടുതൽ പറയാൻ പറ്റില്ല. കുറച്ച് കഴിഞ്ഞിട്ട് യാക്കൂബ് നബി ഇങ്ങനെ വിശ്രമിക്കാണ്. അപ്പോഴുണ്ടൊരു കരച്ചൽ കേട്ടു. കരച്ചലിന് എന്താ പറയാ, ആര് ബുൾപുട്ടനാ? കൂക്കും വിളിയാ, കൂക്കുന്നേ, അങ്ങനെ കൂക്കുന്നല്ലേ, ഭയങ്കര നിലവിളി, കരച്ചലിങ്ങനെ കേട്ടു. യാക്കൂബ് നബി പുറത്തിറങ്ങി, ലിയേ നമ്മളെ മക്കളല്ലേ ഓടി വരുന്ന, കരഞ്ഞുകൊണ്ടല്ലേ വരുന്നത് എന്ന് പറഞ്ഞു. അവരോടി വന്നു. എന്താ മക്കളെ, എന്താ? ഓടി വന്നിട്ട് ഒരാൾ വിളിച്ചു പറഞ്ഞു, പാപ്പാ നമ്മുടെ യൂസുഫ് പോയിട്ടോ. അപ്പൊ എന്ത് പറഞ്ഞു നിങ്ങൾ എന്താ പറഞ്ഞത്? യഹൂദ നീ മാറിയുന്നേ, മോനിങ്ങോട്ട് മാറിയുന്നേ, നിന്റെ ബാക്കിൽ എന്റെ യൂസഫ് ഉണ്ടാവും. നീ വെറുതെ പറഞ്ഞത് ബേജാറാക്കിപ്പിക്കാൻ പറയാണല്ലേ, ഇങ്ങോട്ട് വിടടാ എന്റെ യൂസഫിനെ. ഇല്ല പാപ്പാ, യൂസഫ് പോയി. എന്താ നീ പറയണത്? നമ്മുടെ യൂസഫിനെ ചെന്നായി പിടിച്ചു പാപ്പാ. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല മക്കളെ, നിങ്ങൾ കള്ളത്തരം പറയാണ്. അല്ല പാപ്പാ, ദാ യൂസഫിന്റെ ഷർട്ടാണ് ഇത് ചെന്നായി പിടിച്ചത്. കനിമോന്റെ ഉടുപ്പ് അവർ കൊടുക്കുകയായി നബിയെ, കാട്ടിലെ ചെന്നാൽ പിടിച്ചെന്ന് പറഞ്ഞ് അവർ കരയുകയായി. യാക്കൂബ് നബിക്ക് കനിമോന്റെ ഉടുപ്പ് അവർ കൊടുക്കുകയായി
നബിയെ കാട്ടിലെ ചെന്നായി പിടിച്ചെന്നും പറഞ്ഞ് അവർ കരയുകയായി. സത്യാണ് പറയണത് പാപ്പ, സത്യാണ് നിങ്ങൾ പറയണത്. നമ്മുടെ യൂസഫിനെ ചെന്നായ പിടിച്ചു. ഇതാ ചോര പുരണ്ട അവന്റെ ഷർട്ട്. ഇതാ ആ ഷർട്ട് അങ്ങോട്ട് കൊടുത്തപ്പോ മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോര പുരണ്ട ഷർട്ട് അങ്ങോട്ട് വാങ്ങിയിട്ട് തന്റെ ചുണ്ടോട് ചേർത്ത് മുത്തുമണത്ത് പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, മോനെ യൂസഫേ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ കാട്ടിൽ പോകണ്ടെന്ന്, ചെന്നായ നിന്നെ കടിക്കൂന്ന്, എന്നിട്ടും നീ പോയില്ല മോനെ എന്ന് പറഞ്ഞിട്ട് ഷർട്ട് അങ്ങോട്ട് നിവർത്തി ഇങ്ങനെ നോക്കി യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഷർട്ട് ഇങ്ങനെ മൊത്തം ഇങ്ങനെ നോക്കിയിട്ട് യാക്കൂബ് നബി ചിരിച്ചു. ചിരിച്ചപ്പോ മക്കൾ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ബാപ്പ എന്തിനാ ചിരിക്കുന്നതെന്ന് വെച്ചു. അപ്പ പറഞ്ഞു, ഞാന് നമ്മുടെ യൂസഫിനെ കടിച്ചു കൊണ്ടുപോയ ചെന്നായിയുടെ ബുദ്ധി ഓർത്ത് ചിരിച്ചു പോയതാ. എന്താ ബാപ്പ? മക്കളെ യൂസഫിനെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ബട്ടൺസ് ഊരി ഷർട്ട് ഊരി മടക്കി അവിടെ വെച്ച് കൂളായിട്ട് കൊണ്ടുപോയതാണോ എന്ന് ചോദിച്ചു. എട ചെന്നായ പിടിച്ച കുപ്പായ കീറണ്ടേ? യഹൂദ പറഞ്ഞു, കീറണ്ടേ കീറണ്ടേ. നിങ്ങൾ കള്ളത്തരം പറയാണ്. എന്റെ കുഞ്ഞിനെ ചെന്നായ പിടിച്ചിട്ടില്ല. പിടിച്ചു പാപ്പ, ചെന്നായ അങ്ങോട്ട് പിടിച്ചപ്പോ നമ്മൾ കുപ്പായി ഇങ്ങോട്ട് പിടിച്ച പൂരിപ്പോയതാണ്. വേണമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നാളെ ആ ചെന്നായനെ പിടിച്ച് ഞങ്ങൾ കൊണ്ടുതരാം. ചോര പുരണ്ട ഷർട്ടുള്ള ഈ നമ്മളെ യൂസഫിനെ പിടിച്ച ചെന്നായനെ ഞങ്ങൾ നാളെ പിടിച്ചോണ്ട് തരാം. അന്ന് മൂപ്പര് കേട്ടില്ല. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഷർട്ടും പൊത്തിപ്പിടിച്ച് കരയാൻ തുടങ്ങി. കരഞ്ഞു കരഞ്ഞ് കരഞ്ഞ് ആ പകലും ആ രാത്രിയും മുഴുവൻ മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കരഞ്ഞു തളർന്നു. അവസാനം കണ്ണിന് വല്ലാണ്ട് ചൂട് വന്നു. കരച്ചലിന്റെ ഓവറുണ്ട്. കണ്ണ് ഡ്രൈ ആയി. അള്ളാഹു ആ കാഴ്ച മെല്ലെ മെല്ലെ എടുത്തു കളയാണ്. കണ്ണ് കാണാണ്ടായി മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. പിറ്റേന്ന് രാവിലെ കണ്ണിന് ചെറിയ മങ്ങലുണ്ട്. കാഴ്ച പൂർണ്ണമായിട്ട് പോയിട്ടില്ല, അത് പിന്നീടാ പോണത്. കണ്ണിന് മങ്ങലുണ്ട്, വേദന ഉണ്ട്. അപ്പൊ ഇവര് പിറ്റേന്ന് രാവിലെ ഉപ്പാനോട് വാക്ക് കൊടുത്ത്, ഞങ്ങൾ ആ ചെന്നായനെ പിടിച്ചിട്ട് വരാം, എന്നിട്ട് നിങ്ങൾ ചെന്നായെ പിടിച്ച് നിങ്ങൾക്ക് സംശയം തീരുമെന്ന്. ഇവര് പോയി കിണറിന്റെ അടുത്ത് പോയിട്ട് മെല്ലെ വിളിച്ചു നോക്കി, യൂസുഫേ. അപ്പൊ താഴ്ന്ന് വിളിച്ചു പറഞ്ഞു, ഇച്ചോ ഞാനവിടെ ഉണ്ട്. അന്നേരം ഒരു വലിയ കല്ല് കൊടുത്തിട്ട് ഒരു ചങ്ങായി വന്ന്. യഹൂദ വെച്ച്, എന്താടാ? കല്ലിട്ട് കൊല്ലാൻ. കല്ലിട്ട് കൊല്ലാനാണെങ്കിൽ ഇന്നലെ തന്നെ വന്നാ പോരെ, കിണറിലിടണ കല്ലങ്ങ വേക്കട, അവിടെ ഇരുന്നോട്ടെ മോൻ, അവിടെ ഇരുന്നോട്ടെ, നിങ്ങൾക്കൊക്കെ അസൂയ ഉണ്ടല്ലേ, അവിടെ ഇരിക്കട്ടെ എന്ന് യഹൂദ. എന്നെ രക്ഷപ്പെടുത്തുന്നാണ്. ഒന്നും മിണ്ടിയില്ല. ഇനി ചെന്നായനെ പിടിക്കണം. കെണ്ണി വെച്ച് ഇവർ ചെന്നായനെ പിടിച്ചു. ഒരു പാവം ചെന്നായി പോലത്തെ ഒരു ചെന്നായനെ പിടിച്ചു. ചെന്നായനെ പിടിച്ചിട്ട് യാക്കൂബ് നബിനെ മുന്നിൽ കൊണ്ടുപോയി. മുന്നിൽ കൊണ്ടുപോകുമ്പോൾ ഒരാൾ പറഞ്ഞു, എടാ ഇന്നലെ കുപ്പായം കീറാത്ത പോലെ ഉപ്പ എന്തെങ്കിലും മണത്തറിയും, അതുകൊണ്ട് അവിടെ നിർത്തി, ഒരു മിനിറ്റ്. ആ ചെന്നായ തിന്നാല് വായും കൈയും കഴുകലില്ലല്ല. ആ മനുഷ്യന്മാർ നമ്മളെന്നെ കഴുകലുണ്ട്, അതിനോട് ചെന്നായ കഴുകുക. ആ നമ്മൾ കഴുകലില്ല. അപ്പൊ ചെന്നായ വായ കഴുകൂല. അപ്പൊ ചോര വായിക്കുണ്ടാവുമല്ലോ. അപ്പൊ ഈ ചോര പറ്റി കൊടുക്കും. ഇന്നലെ അർത്ഥ ആട്ടിന്റെ ചോര കുറച്ചവിടെ തൊട്ടിട്ട് പറ്റി കൊടുത്തു. ആ ഇങ്ങനെ ചുണ്ടത്ത് ഇങ്ങനെ ചോര. പണ്ടൊരു പെണ്ണ് ലിപ്സ്റ്റിക് ഇട്ട കഥ കേട്ടില്ലേ നിങ്ങൾ? എല്ലാ ദിവസവും രാവിലെ ഉമ്മ പോട്ടെ ഉപ്പ പോട്ടെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് പോകുന്ന പെണ്ണ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഉമ്മാനോടും ഉപ്പാനോടും പറഞ്ഞ് തന്തേ പോട്ടെ തള്ളേ പോട്ടെ പറഞ്ഞു. സലാനൊന്നുമില്ല. ഉമ്മയപ്പം ചോദിച്ചു, എനിക്കെന്താടി പിരാന്തായ സലാം പറഞ്ഞു പോകുന്ന, നീ എന്തെങ്ങനെ തന്തേ തള്ളേന്ന് വിളിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, 150 ഉറുപ്പിന്റെ ലിപ്സ്റ്റിക് ഇട്ടിന് മീമ് പറഞ്ഞാൽ ഒട്ടിപ്പോവും, ഉമ്മ ഉപ്പ എന്ന് പറഞ്ഞാൽ, അതുകൊണ്ടാണ് തന്തേ തള്ളേന്ന് പറഞ്ഞു. ഒന്നും ഓട്ട് വേണം. അതുപോലെ ചെന്നായന്റെ ചുണ്ടത്ത് ഇത് പുരട്ടി കൊടുത്തു. ചെന്നായന്റെ ചുണ്ടത്ത് ചോരയിലും പുരട്ടിയിട്ട് കൂട്ടിക്കൊണ്ടുപോയി. ഈ പാവത്തിനെ പിടിച്ചിട്ട് യാക്കൂബ് നബിനെ മുന്നിൽ കൊണ്ടുവച്ചു. ഇന്നലെ പറഞ്ഞു, ബാപ്പാദാ ഇന്നലെ യൂസഫിനെ കടിച്ച ചെന്നായ ഇന്നും മനുഷ്യനെ കിട്ടോ നോക്കാൻ വേണ്ടി അതുവഴി ഇങ്ങനെ കറങ്ങി നടക്കാൻ ഞങ്ങൾ പിടിച്ച് കണ്ടില്ല, എന്റെ വായക്ക് ചോര. യാക്കോബ് എഴുന്നേറ്റ് വന്നിട്ട് ചെന്നായോട് ചോദിച്ചു, ചെന്നായേ നീ എന്റെ കുഞ്ഞിനെ പിടിച്ചു ചോദിച്ചു, നീ എന്റെ കിടാവിനെ കൊണ്ടുപോയോ? ചെന്നായനോട്. അപ്പം ചെന്നായ ഉണ്ടെന്നില്ല. അപ്പൊ ഇവര് പറഞ്ഞു, ബാപ്പാക്ക് എന്ത് പറ്റി? അത് ചെന്നായാണ്, വർത്താനം പറയൂല. അപ്പൊ വീണ്ടും ചോദിച്ചു, ചെന്നായേ നീ എന്റെ കുട്ടിയെ കൊണ്ടുപോയോ? മക്കള് പറഞ്ഞു, ഉപ്പ എന്താ ഉപ്പ, അത് ചെന്നായാണ്, മനുഷ്യനല്ല, മിണ്ടൂല. അപ്പൊ പറഞ്ഞു, നിങ്ങൾ മിണ്ടരുത്. ചെന്നായ മിണ്ടിയില്ല നിരക്കണ്ട, നിങ്ങൾ ഇനി മിണ്ടാൻ പാടില്ല. അടുത്ത ചോദ്യം ചെന്നായിയോട് വേറലി ചൂണ്ടിയിട്ട്, ഇന്നോട് അള്ളാഹുവിന്റെ പ്രവാചകൻ യാക്കൂബ ചോദിക്കുന്നത്, നീ എന്റെ കുട്ടിയെ കൊണ്ടുപോയോ? ചെന്നായ തല ഉയർത്തിയിട്ട് പറഞ്ഞു, ഇല്ല.
ഞാൻ കൊണ്ടുപോയിട്ടില്ല. ഞാൻ നിങ്ങളുടെ കുഞ്ഞിനെ പിടിച്ചിട്ടില്ല, കൊണ്ടുപോയിട്ടില്ല. ഇവര് 10 ആളും ഞെട്ടി. ഇത് സ്കൂളിൽ പോയത്, ഇത് വർത്താനം പറയുന്ന ചെന്നായി. കൊണ്ടുവരുമ്പം തന്നെ ഇതിനോട് അസ്സലാമു അലൈക്കും പറഞ്ഞ് ചോദിച്ചിട്ട് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. അപ്പൊ ഇവരാകെ അന്തം വിട്ട് നിൽക്കുമ്പോ ചെന്നായോട് യാക്കൂബിനെ ഇവിടെ ചോദ്യം, എന്റെ കുട്ടി എവിടെ ഉണ്ട്? കുട്ടി ജീവനോടെയുണ്ട്, പക്ഷെ എവിടെയാണെന്ന് പറഞ്ഞു തരാൻ അള്ളാന്റെ തൗഫീഖില്ല, കൽപ്പനയില്ല. ഞാൻ എന്റെ കുട്ടികളെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് നിങ്ങളെ മക്കൾ എന്നെ പിടിച്ചോണ്ടത്. പക്ഷെ നിങ്ങളുടെ കുട്ടി ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ എവിടെയാണ് ഇപ്പൊ ആ കുട്ടി ഉണ്ടെന്ന് പറയാൻ അള്ളാന്റെ കൽപ്പനയില്ല. ഒരു ചെന്നായ നീ പോയിക്കോളൂ, നിന്റെ വഴിക്ക് നീ പോന്നു ചെന്നായ പറഞ്ഞു വിട്ടു. ഇപ്പൊ എന്തായി അറിയോ? കുട്ടി ജീവിച്ചിരിപ്പുണ്ടെന്ന് ഉറപ്പായി, പക്ഷെ അതെവിടെ? മരിച്ചതിനേക്കാൾ സങ്കടമാണ് ജീവിച്ചിരുന്നിട്ട് കാണാണ്ടാവുമ്പോൾ, അല്ലേ? അള്ളാഹു നമ്മുടെ മക്കൾക്ക് ദീർഘായുസ്സ് കൊടുക്കട്ടെ. നിങ്ങൾ ആലോചിക്കുക, വെള്ളത്തിൽ വീണൊരു കുട്ടി മരിച്ചു എന്ന് സങ്കല്പിക്കുക. എല്ലാ മക്കളെയും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. അപ്പോൾ ഈ കുട്ടിയുടെ മയ്യത്ത് കെട്ടിയാൽ, കബറടക്കിയാൽ ഉണ്ടാകുന്ന ഒരു സമാധാനമുണ്ട്. എൻ്റെ കുട്ടീൻ്റെ മയ്യത്ത് കബറടക്കിയല്ലോ പടച്ചോനെ, എന്നിട്ട് മരിച്ച മയ്യത്തിനോട് നമുക്ക് ദുആ ചെയ്യാൻ, നിസ്കരിക്കുക, അതൊക്കെ നമുക്ക് റാഹത്ത്, ഒരു മനസ്സിലൊരു സമാധാനം കിട്ടുന്ന കാര്യമാണ്. എന്നാൽ ഒരു കുട്ടിയെ നഷ്ടപ്പെട്ടിട്ട് കിട്ടാതിരുന്നാലോ? മരിച്ചിട്ടില്ല എന്നറിയുന്നു, കുട്ടിയെ കിട്ടുന്നില്ല. കിട്ടാണ്ടിരിക്കുമ്പോൾ ഒരു വലിയ സങ്കടമാണ്. ആ സങ്കടത്തിലേക്കാണ് അല്ലാഹു ആരെ കൊണ്ടുപോണത്? യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടുപോണത്. ആ സങ്കടത്തിലേക്ക്, അതൊരു ഭയങ്കര സങ്കടമായിരിക്കും. പിന്നെ കരഞ്ഞ് കാണിന്റെ കാഴ്ച കംപ്ലീറ്റ് പോയി. 3-ാം ദിവസം ഇവർ പിന്നെയും പോയി കിണറിൻ്റെ അടുത്തേക്ക് പോവാ. ജീവിച്ചിരിക്കുന്ന മച്ചം നോക്കണ്ടേ? അവരവിടെ എത്തുന്നതിന് മുമ്പ് ഒരു മാലിക് സഹർ എന്ന് പറയുന്ന കച്ചവടക്കാരൻ, അയാൾ ചെറിയ കൊച്ചു കച്ചവട സംഘമാണ്. അവര് സിറിയയിൽ നിന്ന് കനാനിന്റെ ഭാഗത്ത് കൂടെ ഈജിപ്തിലേക്ക് കച്ചവടത്തിന് പോവാണ്, കുറെ സാധനമൊക്കെയായിട്ട് പോവാണ്. അങ്ങനെ പോകുമ്പോൾ കനാനിന്റെ ഭാഗത്ത് ഇവർ ക്യാമ്പ് ചെയ്തു, ടെന്റ് കെട്ടിയിട്ട് നല്ല ദാഹമുണ്ട്, വെള്ളമില്ല. മാലിക് ദഹർ എന്ന മുതലാളിക്ക് അയാൾ തന്റെ അടിമയെ വിളിച്ചു, വെള്ളവും കൊണ്ട് പോകുന്നു, മാലിക് ദഹറിന് അതായിച്ച. ഇവിടെ നോക്കുമ്പോൾ ഷംസൂന് അതായിച്ച. മൂപ്പര് മന്ദിരിച്ചിരുന്ന വെള്ള നീ എണീക്കുന്ന കാര്യം സംശയം, കുടിച്ചോ, അല്ലാഹു ദീർഘായുസ്സ്. അപ്പോ ഈ മാലിക് ദഹർ ഈ അടിമയെ വിളിച്ചിട്ട് പറഞ്ഞു, അടിമന്റെ പേര് മാലിക്കുന്ന, മാലിക്കേ നീ ഒരു തോൽപാത്രത്തിട്ട് ഇവിടെ നിങ്ങൾ കുറച്ച് നല്ല വെള്ളം കിട്ടുമോ നോക്കുന്നു. ഇയാൾ ഈ പാത്രം ഇങ്ങനെ നടക്കാൻ തുടങ്ങി, എവിടെയും വെള്ളം കണ്ടില്ല. അന്വേഷിച്ച് ഇങ്ങനെ നടക്കുമ്പോ ഈ പക്ഷികൾ ഇങ്ങനെ കൂട്ടം കൂടി ചിലക്കണ കണ്ടു. പക്ഷികളെ കൂട്ടം കൂടുന്നത് സാധാരണ വെള്ളം ഉണ്ടാവും, അങ്ങനത്തെ പക്ഷികൾ കൂട്ടം കൂടാ. അപ്പൊ ഇയാൾ കാട്ടിലേക്ക് കയറി നടന്ന് നോക്കുമ്പോൾ ഈ കിണറിന്റെ അടുത്തെത്തി, യൂസഫ് നബി ഇരിക്കുന്ന കിണറിന്റെ അടുത്തെത്തി. ആ കിണറിന്റെ അടുത്തെത്തിയപ്പോ അങ്ങനെ നോക്കി അടിയിൽ കാണുന്നില്ല, വെള്ളമുള്ളത് കാണുന്നില്ല. അപ്പൊ ഒരു വലിയ കല്ലെടുത്തിട്ട് ഇങ്ങനെ ഇട്ടോക്കി, വെള്ളം കൊച്ചുണ്ടാവില്ല അറിയാൻ. കല്ലിങ്ങനെ വരിക ആരെ തലയിലേക്ക്? യൂസഫ് നബിയുടെ തലയിലേക്ക് കല്ലിങ്ങനെ വരുന്നുണ്ടപ്പോ ജിബിരിയിൽ പിടിച്ചിട്ട് ഒരൊറ്റ ഒരു വെള്ളത്തിൽ. അപ്പൊ വെള്ളത്തിന്റെ സൗണ്ട് ആര് കേട്ടു? മേലേന്ന് മാലിക് ദഹറിന്റെ അടിമ കേട്ടു. വെള്ളം ഉണ്ടെന്ന് ഉറപ്പായി, പക്ഷെ ആഴമുള്ള കിണറാണ്. ഇയാൾ എന്ത് ചെയ്തറിയോ? കാട്ടുവള്ളി പറിച്ചെടുത്തിട്ട് കയറാക്കിയിട്ട് കെട്ടി ബക്കറ്റിന്റെ മേലെ താഴ്ത്തി ഇങ്ങനെ താഴ്ത്തി ബക്കറ്റ് ഇങ്ങനെ താണു വരുമ്പോ ജിബിരി യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, മോനെ, അടിമച്ചന്തയിൽ അടിമയായി വിൽക്കപ്പെടാൻ കൊണ്ടുപോകാണ്. കുട്ടി നിന്നെ അടിമച്ചന്തയിൽ അടിമയായി വിൽക്കാൻ കൊണ്ടുപോകാണെന്ന്. എന്നിട്ട് ജിബിരിയിൽ ഒരു കുപ്പായം ധരിപ്പിച്ചു കൊടുത്ത്, സ്വർഗത്തുനിന്ന് കൊണ്ടുവന്നൊരു കുപ്പായം. കാരണം കുപ്പായിലാണ്ട് പിരിക്കുന്നത്. എന്നിട്ട് ഈ ബക്കറ്റിലേക്ക് എടുത്തു വെച്ചെടുത്തു, വെള്ളത്തിന് താഴ്ത്തിയ ബക്കറ്റിൽ കുഞ്ഞിനെടുത്തു വെച്ചെടുത്തു. വെയിറ്റ് കൂടിയപ്പോൾ ഇയാൾ വലിച്ച് മേലെത്തിയപ്പോ അത്ഭുതകരമായ സൗന്ദര്യമുള്ളൊരു കുട്ടി ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നു. ഇയാൾക്ക് വെള്ളം വേണ്ട, ദാഹം മറന്നു. കിണറിൽ ബക്കറ്റ് താക്കിയപ്പോ കുട്ടിനെ കിട്ടിയെന്ന്. വെള്ളത്തിന് പകരം നിങ്ങൾ ചിന്തിച്ചു നോക്കിയാട്ടെ, ബക്കറ്റ് താത്തിട്ട് കുട്ടിനെ കിട്ടുന്നുണ്ടെങ്കിൽ ഈ കാലത്ത് ഒരൊറ്റ പെണ്ണും പ്രസവിക്കൂല. രാവിലെ കിണറിൽ ബക്കറ്റ് വലിച്ചു നോക്കൂ. കറുത്ത കുഞ്ഞിനെ കിട്ടിയാൽ തിരിച്ച് കിണറിലേക്ക് ഇടും, വെളുത്തേനെ മാത്രം എടുത്ത് കുളിമുറിൽ നോക്കൂ. അതല്ലാത്തോണ്ട് രക്ഷപ്പെട്ട പറയാറുണ്ട്. അപ്പോ കുട്ടിനെ കിണറിന്ന് കിട്ടുക, അങ്ങനെ അല്ലെങ്കിൽ തന്നെ പ്രസവിക്കുന്നില്ല, പെണ്ണുങ്ങൾ പ്രസവിക്കുന്നില്ല. അപ്പൊ പെണ്ണുങ്ങള് പ്രസവിക്കലില്ല, ഇപ്പൊ പ്രസവമില്ല, ഇപ്പൊ ഇതേ ഉള്ളൂ. ഏത്
കീറ് കീറ് പേറില്ല കീറ്. ഇപ്പോഴത്തെ കുട്ടികൾ ആശുപത്രിയിൽ പോയിട്ട് പറഞ്ഞ് എനിക്ക് പറയാൻ കഴിയൂലല്ലോ മുറിച്ചോന്തോ. ഡോക്ടറെ മുമ്പ് കിടന്നിട്ട് എത്ര പെട്ടെന്ന് എന്ത് സുഖം. നമ്മൾ സാധാരണഗതിയിൽ പണ്ടൊക്കെ പെണ്ണുങ്ങൾ പ്രസവിച്ചാൽ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കുട്ടിയാണോ പെണ്ണോ എന്ന്. ഇപ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് 2 ചോദ്യം വേറുണ്ട്, സിസേറിയനാണോ സുഖപ്രസവമാണോ. ഇതിൽ അത് രണ്ടൊന്നാണ്, സുഖപ്രസവമാണോ സിസർ ഓപ്പറേഷൻ. അപ്പൊ സത്യത്തിൽ ഏതാണ് സുഖപ്രസവങ്ങൾ കണക്കൂടില്ല. സുഖപ്രസവം ഏതാണ്? ഇതാണ്. ഇതൊന്നും ചിന്തിക്കണ്ട. നട്ടെല്ലിന് ഒരു ഇഞ്ചക്ഷൻ തരൂ, അനസ്തേഷ്യ. അങ്ങനുണ്ട്. ഇവിടെ ഒരു ഇഞ്ചക്ഷൻ തന്നാല് പിന്നെ ബോധമൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് കണ്ണും പൊട്ടി കിടക്കുക. കണ്ണുറക്കുമ്പോഴേക്ക് ചെക്കൻ അപ്പുറത്ത് സിസർ വെച്ചിട്ടുണ്ടാവും. എന്ത് സുഖമുള്ള പ്രസവം അല്ലേ? മുറിച്ചിട്ട്. അപ്പൊ സത്യത്തിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ട് അതല്ലേ സുഖം, അതല്ലേ സുഖം. എന്നാൽ അത് അവിടെ തീരും. ഈന്റെ തരിപ്പും പൊളിപ്പും തീർന്ന് അത് തീർന്നു. ഈന്റെ തരിപ്പ് പിന്നെ നോക്കുമ്പോ പഴുപ്പ്, വേദന, ഇടക്കിടക്ക് ഒന്ന് ചുമക്കാൻ കഴിയില്ല, ഒന്ന് ഇരിക്കാൻ കഴിയില്ല, വല്ലാത്ത പ്രയാസം. അതുകൊണ്ടാണ് മറ്റേത് പ്രസവിക്കുമ്പോണ്ട് വേദനയുള്ളൂ, അത് തീർന്നാൽ തീർന്നു, പിന്നെ പ്രശ്നമൊന്നുമില്ല. ഇതായാൽ ഇടങ്ങാറായി, പിന്നെ മരിക്കുന്നവരെ പ്രശ്നമാണ്. ഇത് എവിടുന്ന എനിക്ക് കിട്ടി നിങ്ങൾ ചോദിക്കണ്ട. അങ്ങനെ ഇത് നോക്കി നിൽക്കും വേണ്ട. നിങ്ങൾ 3-ാം മാസമായി. അപ്പോ ഈ അള്ളാഹു നമ്മുടെ സഹോദരന്മാർക്കൊക്കെ സുഖപ്രസവം നൽകുമാറാകട്ടെ. എപ്പോഴും ദ്വാരക്കാട്ടോ. ഭയങ്കര അതാപാണ്, ഭയങ്കര അതാപാണ്. പെണ്ണുങ്ങളെ ലേബർ റൂമിലേക്ക് കയറ്റി വിട്ടിട്ട്, പ്രസവിക്കാൻ കെട്ടി കയറ്റി വിട്ടിട്ട് പുറത്തുനിന്ന് ദ്വാരക്കണേ, പടച്ചോനെ ഓളെന്ന് സുഖമായിട്ട് പ്രസവിപ്പിക്കണല്ലോന്ന് പുറത്തുനിന്ന് ദ്വാരക്കണോ? ഓരോരുത്തർ ദ്വാരക്കൂല. വെറുതെ അല്ല മനുഷ്യന്മാരെ, പെറ്റ കുഞ്ഞ് പുകവലിയായിപ്പോന്നു. ആ സമയത്തൊരു പാത്തി ഓതിയിട്ട് പടച്ചോനെ ഒന്ന് ഒരു സലാത്തിലെടുത്ത് ദ്വാരക്ക. എന്റെ ഭാര്യ അദാബിലാണ്, അദാബിലാണ്. ആ അദാബിന്റെ കാരണക്കാരൻ ഇവനാണ്. ആ ബോധം ഉണ്ടാണ് മനസ്സിൽ. എന്നിട്ട് ദ്വാരക്കണം. അള്ളാഹു നല്ല ഹൈറായ കോലത്തിൽ പ്രസവം നൽകുമാറാണ്. അപ്പോ ഈ ഒരു കുപ്പായിലിട്ട് കൊടുത്തിട്ട് യൂസഫ് നബി അങ്ങോട്ട് കയറ്റി. യൂസഫ് നബിയുടെ ആ സ്റ്റൈല് മൊഞ്ച് കണ്ടപ്പോൾ ഇയാളെ നാഗം പറഞ്ഞു വെള്ളം കോരായിട്ട് കയ്യും പിടിച്ച് ഒരൊറ്റ ഓട്ടോ ഓടിപ്പോയി മാലിക് തകർന്ന മുന്നേ കൊണ്ട് നിർത്തിയപ്പോ സത്യത്തിൽ മാലിക്കിനും വെള്ളം വേണ്ട. ഈ സൗന്ദര്യം കണ്ടിട്ട് അങ്ങനെ നിന്ന് എന്നിട്ട് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചു. കിണറിൽ ബക്കറ്റ് ഇറക്കിയതാണ്. ബക്കറ്റ് തിരിച്ചു കോരുമ്പോ കുട്ടിനെ കിട്ടിയാണ്. പിന്നെ എല്ലാരും ഈ കുഞ്ഞിന്റെ മൊഞ്ച് കണ്ടിങ്ങനെ യൂസഫിനെ പിന്നെ സെൻട്രൽ ഇരുത്തിയിട്ട് എല്ലാവരും ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ നോക്കി ഇങ്ങനെ നോട്ടുണ്ടല്ല. ഇവരെല്ലാരും ഇങ്ങനെ നോക്കാണ്. അപ്പോഴാണ് ആര് വന്നത്? സഹോദരന്മാര് കിണറിന്റെ അടുത്ത് വന്നു. ആര്? കിണറിലേക്ക് നോക്കിട്ട് വിളിച്ചു, യൂസഫേ. ഒരു മറുപടി ഇല്ല. അപ്പൊ ഓരോരുത്തർ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും. 3 ദിവസമായിട്ട് കിടക്കുന്നു പട്ടിണി. വെച്ച് സമാധാനം. യഹൂദക്ക് ഭയങ്കര സങ്കടം. യഹൂദ പറഞ്ഞ് നമ്മൾ ചെയ്യണ്ടായിരുന്നടാ, വല്ലാതെ കഷ്ടമായി, ഞാനാണല്ലോ കൊണ്ടുവന്നത്. അങ്ങനെ ആ ടെൻഷൻ ഇങ്ങനെ കാട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ കുറേ ആളിങ്ങനെ കൂട്ടം കൂടിയിരിക്കുന്നു. ഇവർ നോക്കി എന്താ അവരുടെ പരിപാടി നോക്കുമ്പോ ഒരാൾ പറഞ്ഞിട്ടാ നമ്മുടെ യൂസഫല്ല ഇതിന്റെ ഇടയിൽ ഇരിക്കുന്നത്. അതെ പറഞ്ഞു. എല്ലാരും പോയി. യൂസഫ് നബി ഇങ്ങനെ നോക്കുമ്പോൾ വരുന്ന ടീം. യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചിന്തിച്ച പടച്ചോനെ വരുന്നുണ്ട് കൊട്ടേഷൻ. മിണ്ടിയ കാര്യം പോക്കാം അനങ്ങാണ്ടിരുന്നു. ഇനി ഇവർ കൊണ്ടുപോയി എന്നെ കൊല്ലാണ്ട് ഇടൂലെന്ന് ഉറപ്പായി. ഇവർ യൂസഫ് നബിയെ കാണാതെ കോലത്തിൽ വന്നിട്ട് മാലിക് തകർന്ന കച്ചവടക്കാരനോട് ചോദിച്ചു, മുതലാളി, ഞങ്ങളൊരു അടിമ ഒളിച്ചോടി നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? അവർ കൂടുതൽ ദൂരം എത്താനായിട്ടില്ല, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ആ രൂപത്തിൽ ഞങ്ങൾ കാട്ടൊക്കെ പറ്റി കിട്ടിയില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, ഞങ്ങൾക്കൊരാളെ കിട്ടിയിട്ടുണ്ട്, പക്ഷേ അടിമയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അതാ ഈ കുട്ടിയാന്ന് കാണിച്ചു കൊടുത്തു. യൂസഫ് നബിയെ കണ്ടപ്പോൾ ഇവർ തന്നെ അടിപൊളി തന്നെ ഭയങ്കര വളവനാട്ടാ, ഒളിച്ചോടിയതാ, ഏതെങ്കിലും പിടിച്ചല്ല, സമാധാനം തന്നെ. അപ്പൊ അള്ളാഹു എന്ത് ചെയ്തു അറിയോ? ഈ മാലിക് ദഹറിന്റെ കൽബിൽ ഒരു മുഹബത്ത് കൊടുത്ത് യൂസഫ് നബിയോട് വിട്ടുകൊടുക്കാൻ തോന്നാത്ത രൂപത്തിലുള്ള സ്നേഹം ഇട്ട് കൊടുത്തു. അപ്പൊ ഇയാൾ പറഞ്ഞു, നിങ്ങളുടെ അടിമയാണെങ്കിൽ നിങ്ങൾക്ക് അടിമയെ വിറ്റൂടെ? അപ്പൊ ഇവര് പറഞ്ഞു, ഒന്ന് ആലോചിക്കട്ടെ. ഇവർ 10 ആളും കൂടിയിട്ട് പറഞ്ഞു, ഏതായാലും ഇത് പോകാൻ തീരുമാനിച്ചല്ലേ, കൊണ്ടുപോയിക്കോട്ടെ. യഹൂദ പറഞ്ഞു, എവിടെയെങ്കിലും ജീവിച്ചോട്ടാ, നമുക്ക് നമ്മളെ രക്ഷപ്പെടണമെന്നല്ലാണ്ട്. ആരടി ഞങ്ങൾ വെക്കാൻ തീരുമാനിച്ചു. എന്താ വില? വലിയ പൈസ പറഞ്ഞു.
മാലിക് നഗർ പറഞ്ഞു എൻ്റെ അടുത്ത് 30 ഉറുപ്പിയുണ്ട്, 30 വെള്ളിക്കാശുണ്ട്. അത് ഇവിടെ നിന്ന് ഈജിപ്തിൽ എത്തുന്നവരെ ഞങ്ങൾ കച്ചവട സംഘങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റ പൈസയാണ്. വേറൊരു ഉറുപ്പില്ല. കാരണം ഇതൊക്കെ എനിക്ക് കച്ചവടം നടക്കണമെങ്കിൽ ഈജിപ്തിൽ പോയിട്ട് കച്ചവടം നടത്തിയാലേ പൈസ ഉണ്ടാവും, വേറൊന്നും എൻ്റെ ഇല്ല. 30 ഒക്കൂല, എന്നാലും പോട്ടെ, ആള് വളവനാണ്. 30 ആ 30 രൂപ ഇവര് വാങ്ങി. എന്നിട്ട് പോണ വൈക്ക് ഇവരുടെ വർത്താനം കൊണ്ട് പറഞ്ഞു, ദാ നോക്കണേ, ഈജിപ്തിൽ എത്തുന്നവരെ ശ്രദ്ധിക്കണേ, കൈ പിടിച്ച് കെട്ടണേ, കാലും നോക്കണം. കാരണം എന്താ അറിയോ, ഇവനെ ഒളിച്ചോടി കളയും. അങ്ങ് ഒളിച്ചോടിയതാ. കാരണം എന്താ അറിയോ, മെല്ലെ ഇവരുടെ അടുത്ത് മുങ്ങിട്ട് പുരയിൽ വന്ന മൊത്തം തീരും പ്രശ്നം. അതുകൊണ്ട് ഇവര് പറഞ്ഞു ഈജിപ്ത് എത്തുന്നവരെ ശ്രദ്ധിക്കണം. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. യൂസഫ് നബിയുടെ കയ്യും പിടിച്ച് കെട്ടി ഇവര് കൂട്ടിക്കൊണ്ടുപോവാണ്. പോണ വഴിയിലാണ് ഉമ്മയുടെ കബറ് കണ്ട യൂസഫ് നബി ഓടി. പുണ്യ കബർ കണ്ടു മാനിതരോടി സിയാറത്തിനായി നിന്നു. മാലിക്കെന്നുള്ളൊരാടീമ പിന്നിൽ പൂണ്ടു മാനിമ്പമുത്തിൻ കവിളിലടിക്കൊണ്ടു. മാതാവാം റാഹേലിൻ പുണ്യ കബർ കണ്ടു മാനിതരോടി സിയാറത്തിനായി നിന്നു. മാലിക്കെന്നുള്ളൊരാടീമ പിന്നിൽ പൂണ്ടു മാനിമ്പമുത്തിൻ കവിളിലടിക്കൊണ്ടു. ഇവരിടയിൽ നിന്ന് യൂസഫിന് കൂടിക്കളഞ്ഞു. എങ്ങോട്ട്? ഉമ്മയുടെ കബറിന്റെ ഇടയ്ക്കിലേക്ക്. ഉമ്മയുടെ കബർ, റാഹീലിന്റെ കബർ. ആ കബർ കണ്ട പോടി ഒറ്റോട്ടം. എന്തിനാ? ഉമ്മാനോടൊന്ന് സലാം പറയാനും വേർക്കാനും പാഞ്ഞതാ. ഈ ഓട്ട ആര് കണ്ടു? മാലിക് കണ്ടു. പിടിച്ചോണ്ട് നടിമാണ്ടു. ഒറ്റോട്ടം ഇവനും ബേക്കിലോടി. ഉമ്മയുടെ കബറിന്റെ അടുക്കൽ വന്ന് സലാം പറയാൻ ഒരറ്റി കൊടുത്ത് തലമണ്ട. ആര്? മാലിക്. കാരണം ഒളിച്ചോടാണല്ലടാ, അവര് പറഞ്ഞ ശരിയാണല്ലേ. അടി കിട്ടിയപ്പോ യൂസഫിന് ഇവിടെ തല കറങ്ങിപ്പോയി. കവിളി ചുവന്നു. കറങ്ങിയിട്ട് യൂസഫിന് ഉമ്മാന്റെ കബറിന്റെ മുന്നിൽ ഒറ്റയിരുത്താട്ടിയിരുന്നു. ഇത് കണ്ടപ്പോ പെറ്റ ഉമ്മാന്റെ കബറിന്റെ മുന്നിൽ ആ മോൻ അടികൊണ്ടിട്ടിരിക്കുന്ന ഒരു രംഗം നിങ്ങൾ ചിന്തിച്ചു കേട്ടെ. ഒരു വിളി വിളിച്ചു പോയി, പടച്ചോനേന്ന്. സഹിക്കാനായില്ല ജിബ്രീൽ. ഒരൊറ്റ ജിബ്രീൽ ഭൂമിക്ക്. അതോടെ ഭൂമി അങ്ങോട്ട് കിട്ടുകിട്ട് പറക്കാൻ തുടങ്ങി. അടി കണ്ട് ജിബ്രീൽ ചിറകടിച്ചിടുന്നു. അതികഠിനമിൽ ഭൂമി കിടുകിടെ ഉയർന്നു. അതു കണ്ട് ഭയത്തോടെ അവർ വിറച്ചിടുന്നു. അടി കണ്ട് ജിബ്രീൽ ചിറകടിച്ചിടുന്നു. അതികഠിനമിൽ ഭൂമി കിടുകിടെ ഉയർന്നു. അതു കണ്ട് ഭയത്തോടെ അവർ വിറച്ചിടുന്നു. മാലിക്കിൻ മുന്നിലായി കാര്യം ഉരയുന്നേ. മാപ്പോതിടാനായി യൂസുഫെ കാണുന്നേ. മാലിക്കിൻ മുന്നിലായി കാര്യം ഉരയുന്നേ. മാപ്പോതിടാനായി യൂസുഫെ കാണുന്നേ. ജിബ്രീൽ സഹിച്ചില്ല. യൂസഫിനെ പിന്നെ അടിച്ചപ്പോ ഒരൊറ്റ അടിച്ചറകൊണ്ട് ഭൂമി കടിച്ചു. അതിശക്തമായി ഭൂമി കിട്ട് പറിച്ചു. അതിശക്തമായ കാറ്റ് വന്നു, ഇടി വന്നു. ഖിയാമത്ത് സംഭവിക്കാണോ ചോദിപ്പോയി കച്ചവടക്കാർക്ക്. ഭൂമി തകരുകയാണോ? ജിബ്രീലിന്റെ അടിയാണ്. ജിബ്രീലിന്റെ ഒരുപാട് ചിറകുണ്ട്. ഒരു ചിറകൊണ്ടാണ് ലൂത്ത് നബിയുടെ സമുദായത്തെ കുത്തിയിട്ട് ഭൂമി മറിച്ചിട്ടത്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തെ ഒരൊറ്റ ചിറകൊണ്ടാ ജിബ്രീൽ കുത്തിപ്പൊക്കിയിട്ട് അടിമറിച്ചിട്ടത്. ചാവുകടലുണ്ടാക്കിയത് അവിടെയാണ്. ആ ജിബ്രീൽ ഒരടിയാണ്ട് ഭൂമി കൊടുത്തപ്പോൾ എന്തുണ്ടായി? ഭൂമി കിട്ട് പറിച്ചു. ഭയങ്കര പറ. ഈ കുട്ടിയുടെ കയ്യും പിടിച്ചിട്ട് ഓടുകയായിരുന്നു. ഓടി വരികയാണ് മാലിക്. പക്ഷെ കാറ്റിന്റെ ശക്തിയിൽ വീഴുക, എണീക്കുക, ഓടുക. അവര് കെട്ടിയ ടെന്റുകൾ പറന്നുപോയി. കച്ചവട ചരക്കുകൾ ഒട്ടകപ്പുറത്തുനിന്ന് താഴേക്ക് വീണുപോയി. ഒട്ടകം വിറവുകൊണ്ട് നിലത്ത് കുത്തിയിരുന്നു. മാലിക് ദഹറടക്കമുള്ളവർ ഭൂമിയിലിരുന്ന് കരഞ്ഞുപോയി. അമ്മാതിരി കളി ഭൂമി. ഈ കുട്ടിനെ പിടിച്ച് കൊണ്ടുവന്നപ്പോൾ മാലിക് ദഹർ എന്താണ് സംഭവിച്ചു വെച്ചു. അപ്പൊ ഞാൻ ഈ കുട്ടിക്ക് ഒരു അടി കൊടുത്തിട്ടുണ്ട്, അപ്പോഴായി സംഭവിച്ചെന്ന് പറഞ്ഞു. ഉടനെ മാലിക് ദഹർ ചാടി എന്നിട്ട് മാലിക്കിനൊരു അടി കൊടുത്തിട്ട് പറഞ്ഞു, ആ കുഞ്ഞിന്റെ കാല് പിടിച്ച് മാപ്പ് പറയടാർ. യോസഫിനെ കാല് പിടിക്കാൻ വേണ്ടി മാലിക് വന്ന് പറഞ്ഞു, കാല് പിടിക്കരുത്. മാലിക്കിൻ മുന്നിലായി കാര്യം ഉരയുന്നേ. മാപ്പോതിടാനായി യൂസുഫെ കാണുന്നേ. നിങ്ങൾ എന്റെ കാല് പിടിച്ച് മാപ്പ് പറയുകയല്ല വേണ്ടത്, അണ്ടകടാകത്തെ പടച്ച അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അത് പറഞ്ഞപ്പോ മാലിക് ദഹർ പറഞ്ഞു, മോനെ നീ ദുആ ചെയ്.
യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന കുട്ടി കൈ ഉയർത്തിയിട്ട് പറഞ്ഞ പടച്ചോനെ അപകട മുസീബത്തിൽ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ആ ദ്വാ അങ്ങോട്ട് കഴിഞ്ഞില്ല, അപ്പോഴേക്ക് ഭൂമി ശാന്തായി, എല്ലാം ശാന്തമായി, പഴയ കോലത്തിലായി. അതോടെ ഇവർക്ക് ഒരു കാര്യം ഉറപ്പായി, ഈ കുട്ടി സാധാരണ മോനല്ല, അത് അവർക്ക് തെളിയിച്ചു കൊടുക്കാൻ അള്ളാഹു നടത്തിയൊരു പരീക്ഷണമായിരുന്നത്. കാരണം ഈ കുട്ടിയെ ആദരിക്കേണ്ടതുണ്ട്, ബഹുമാനിക്കേണ്ടതുണ്ട്, ഒരു അടിമപാലന ഇവർ കാണാൻ പാടില്ല എന്നത് അവർക്ക് തെളിയിച്ചു കൊടുക്കേണ്ട ബാധ്യത പടച്ചോനുണ്ട്. പടച്ചോനത് ചെയ്തു. അപ്പോൾ പിന്നെ ബഹുമാനായി, പിന്നെ ഒരു കുതിരപ്പുറത്ത് കയറ്റി, ഒട്ടപ്പുറത്ത് കയറ്റിയിരുത്തി, പിന്നെ എല്ലാവരും ഈ കുട്ടിനെ ബഹുമാനിച്ചിട്ട് പോവാ. അങ്ങനെ അള്ളാഹ് ബഹുമാനിച്ചാൽ ഇപ്പോൾ എല്ലാവരും ബഹുമാനിക്കുമല്ലോ. അപ്പോൾ ഇവർക്കാണെങ്കിൽ വിശക്കാൻ തുടങ്ങി. കാരണം ഭക്ഷണം വാങ്ങേണ്ട പൈസക്ക യൂസുഫ് നബിയെ വാങ്ങിയേ, ഭക്ഷണം വാങ്ങി തന്നേണ്ട പൈസക്ക് യൂസുഫ് നബിയെ വാങ്ങി. പിന്നെ പൈസ ഇല്ല, പിന്നെ വിശന്ന് ഒട്ടിയ വയറായി, ഇങ്ങനെ നടക്കാൻ തുടങ്ങി, പട്ടിണിയായി. പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകനെ വാങ്ങിയതല്ലേ ഇവര്. അപ്പൊ ഇവരങ്ങനെ വെറുതെ അങ്ങനെ നഷ്ടപ്പെടുത്താൻ അള്ളാഹ്ക്ക് പറ്റില്ലല്ലോ. അള്ളാഹു ഇവർക്ക് ഹൈറായ ഭക്ഷണം ബർക്കത്തും കൊടുക്കാൻ തീരുമാനിച്ചു പടച്ചോ. ഇവര് പോണ വഴിയില് ബുഹാസാൻ എന്നൊരു സ്ഥലമുണ്ട്. ബുഹാസാനിലെ ഗവർണർക്ക് തലേന്ന് രാത്രി അള്ളാഹു ഒരു കിനാബ് കൊടുത്തു. തലേന്ന് രാത്രി എന്താ കിനാബ്? നിങ്ങളുടെ നാട്ടിലൂടെ സുന്ദരനായ ഒരാളും സംഘവും പോകുന്നുണ്ട്, അവർക്ക് നിങ്ങളുടെ കൊട്ടാരത്തിൽ ഭക്ഷണം കൊടുക്കണമെന്ന്. ബുഹാസാൻ ഗവർണർ രാവിലെ മുതൽ ടൗണിൽ ഇറങ്ങി നിന്നു. പോണവരോട് ചോദിക്കുമായിരുന്നു, ഇതുവഴി ആരെങ്കിലും ഒരു സൗന്ദര്യമുള്ള ആൾ പോകുന്ന കണ്ടോ? ഓരോരുത്തൻ പറഞ്ഞു, ഞാനില്ലേ, വേറെ ഒരാൾ. കൊടുക്കും ഗവർണറെട്ടി, പണ്ടാരപ്പാക്കിയ ഇന്നെ കണ്ട വെള്ളം കുടിക്കൂല വാർന്നു. അങ്ങനെ ഓരോരുത്തരും ഇയാൾ പോയി ചോദിക്കും. അപ്പോ മാലിക് തകർന്ന കച്ചവട സംഘം ഇങ്ങനെ വരാണ്ട് വിശന്ന് ഒട്ടിയ വയറുമായിട്ട്. അപ്പൊ ഇയാള് പോയി ചോദിച്ച്, മാലിക് തകർ ഈ ഗവർണറെ കണ്ടപ്പോൾ ചോദിച്ച്, ആദ്യം അങ്ങോട്ട് ചോദിച്ച്, അല്ല കുറച്ച് വെള്ളം ഭക്ഷണമൊക്കെ കിട്ടുമോ? അയാൾ പറഞ്ഞു, അതൊക്കെ എനിക്ക് തരാൻ തരൂല, പക്ഷെ ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കുന്ന ഉത്തരം പറഞ്ഞു ചോദിച്ചു. അതെന്താന്ന് വെച്ചു, ഒരു സൗന്ദര്യമുള്ള മനുഷ്യനെ നിങ്ങൾ വരുന്ന വഴിയിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പൊ മാലിക് തകർ പറഞ്ഞു, എന്താ? അല്ല, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ മാലിക് തകർ പറഞ്ഞു, ഞാൻ കാണിച്ചരാണ്ട്, തിന്നാൻ കിട്ടുമ്പോണോ? കൂട്ടിക്കൊണ്ടുപോയി ഒട്ടകപ്പുറത്തിരിക്കുന്ന യൂസുഫ് നബിയെ കാണിച്ചു കൊടുത്തിട്ട് ഇയാൾ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, വാ വാ വാ, എന്റെ വീട്ടിലെ ഭക്ഷണം. നിമിഷങ്ങളവരിലെത്തി, ആനന്ദം അവർക്കുള്ളിൽ ലഹരി കത്തി, ആവേശം മനസ്സുള്ളിൽ നിറഞ്ഞിട്ടെത്തി, ആളുകൾ കുറഞ്ഞില്ല നിരത്തിലെത്തി, അനർഘ നിമിഷങ്ങളവരിലെത്തി, ആനന്ദം അവർക്കുള്ളിൽ ലഹരി കത്തി, ആവേശം മനസ്സുള്ളിൽ നിറഞ്ഞിട്ടെത്തി, ആളുകൾ കുറഞ്ഞില്ല നിരത്തിലെത്തി. അഞ്ജനനയനം കാണും നബിയുടെ സുന്ദരവദനം കണ്ടവർ തന്നുടെ നെഞ്ചകമില്ലൊളി മിന്നണ തന്നെ. അഞ്ജനനയനം കാണും നബിയുടെ സുന്ദരവദനം കണ്ടവർ തന്നുടെ നെഞ്ചകമില്ലൊളി മിന്നണ തന്നെ. തടത്തിൽ നിറയുന്ന സുന്ദരാംഗി, സ്വർഗീയ സുഖം കൊള്ളാൻ വരവാകുന്നേ. തടത്തിൽ നിറയുന്ന സുന്ദരാംഗി, സ്വർഗീയ സുഖം കൊള്ളാൻ വരവാകുന്നേ. യൂസുഫ് നബിയുടെ സൗന്ദര്യം കണ്ടപ്പോ ഇയാള് പിന്നാലോചിച്ചില്ല, വാ 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 വാ, എന്റെ കൊട്ടാരത്തിൽ നിങ്ങൾക്കുള്ള ഭക്ഷണം റെഡിയാണ്, കഴിച്ചിട്ട് പോയാ മതി. വിശന്ന് പൊരിഞ്ഞ ടീം അങ്ങോട്ട് ബുഹാസാൻ ഗവർണറുടെ കൊട്ടാരത്തിൽ കയറി. വിഭവ സമൃദ്ധമായ ഭക്ഷണം ഇരുന്ന് തിന്നാൻ തുടങ്ങി. എല്ലാരും അടിച്ച് തിന്നാണ്. അപ്പൊ യൂസുഫ് നബി ഇരിക്കുന്നതിന് നേരെ എതിർഭാഗത്ത്, മറുഭാഗത്ത് ആയിരുന്നു? ഈ ഗവർണർ ഇരുന്നു. എന്നിട്ട് ഈ സൗന്ദര്യം ഇങ്ങനെ കണ്ടിട്ട് ഇയാൾക്ക് തിന്നാൻ കഴിയുന്നില്ല. ഭക്ഷണം കൊണ്ടുപോകുന്നുണ്ട്, പക്ഷെ അത് ബായിലെത്തുന്നില്ല, നിലത്തേക്ക് തന്നെ വീണു വന്നു. അത് മുമ്പ് ഹോജാക്കഥ എന്നൊരു കഥ കേട്ടിരിക്കണം. ഹോജയുടെ മുന്നിൽ ഒരു ഹോജയുടെ മുന്നിൽ ഒരു ബ്രിട്ടീഷുകാരൻ വന്നപ്പോ ഹോജ ഭക്ഷണം കൊടുത്തു. നല്ല ഭക്ഷണം തിന്ന് ടേസ്റ്റുള്ള ഭക്ഷണം തിന്ന് വയറിഞ്ഞപ്പോൾ ഇയാളെന്ത് ചെയ്യുന്ന, പിന്നെ തിന്നാൻ വേണ്ടിയിട്ട് വലിയ കറുത്ത കോട്ടിട്ട് ഇടയ്ക്ക് ഓരോന്നിട്ട് കോട്ടിനുള്ളിലിട്ട്. അല്ല, അത് ഹോജ കണ്ട് ഹോജ എന്ത് ചെയ്തറിയോ? ജഗ്ഗും വെള്ളം എടുത്തിട്ട് കോട്ടിനുള്ളിൽ വെച്ച്. അപ്പോ ഈ സായിപ്പ് ചൂടായി, ഏയ് കാക്ക എന്താ കോട്ടിൽ വെള്ളം ഒഴിക്കുന്നത് വെച്ചു. പറഞ്ഞേ, നിങ്ങൾ ഭക്ഷണം കഴിച്ചു, നിങ്ങൾ വെള്ളം കുടിച്ചു, കോട്ട് കഴിച്ചു, വെള്ളം കുടിച്ചിട്ടില്ല. കോട്ട് അതുപോലെ ഈ ഗവർണർ തിന്നുന്നുണ്ട്, പക്ഷെ ഉള്ളിലെത്തുന്നില്ല. നല്ലോണം ഭക്ഷണം കഴിച്ച് ഇവരെഴുന്നേറ്റ്. അപ്പോ ഇയാള് പറഞ്ഞു, ഇവിടെ താമസിച്ച് പോകാറ്.
അല്ലല്ല, ഞങ്ങൾക്ക് കച്ചവടം നടത്തണം, വരുമ്പോ പിന്നെ വരാന്ന് പറഞ്ഞിട്ട് ഇവര് പോകുമ്പോ ഇയാള് പറഞ്ഞു, എന്നാല് നിങ്ങൾ വഴിക്കുന്ന തിന്നാൻ വേണ്ടിയിട്ട് കുറച്ച് ഭക്ഷണം പാർസൽ ചെയ്തോ. എന്തിനാ? ഇത് അള്ള കൊടുക്കണതാണ്. ഇവർക്ക് ഈജിപ്തിലെത്തുന്നവരെ ഭക്ഷണം കഴിക്കണ്ടേ? അതുകൊണ്ട് ഗവർണർ എന്ത് ചെയ്തു? ഇവർക്ക് ഭക്ഷണം പാക്ക് ചെയ്ത് കൊടുത്തു, വഴിക്കുന്ന തിന്നാൻ. ഇത് അള്ളാഹു കൊടുത്ത ബർക്കത്ത. അള്ള വിചാരിച്ചാൽ എല്ലാവർക്കും ഭക്ഷണം കിട്ടും. അള്ളാഹു നമുക്ക് ഹലാലായ ഭക്ഷണം തരുമാറാകട്ടെ. ഇവരിവിടെ നിന്ന് പുറപ്പെട്ടു. ഇനി ഇവർ ഈജിപ്തിൽ എത്തുന്നതിന്റെ മുമ്പ് നമുക്ക് വേറെ സ്ഥലത്ത് പോവാ. എവിടെ? യൂസഫ് നബിയെ പറഞ്ഞാൽ പിന്നെ സുലൈഖാനെ പറയാണ്ടിരിക്കാൻ പറ്റുമോ? സുലൈഖ ബീബി ആരാ മോള്? മൊറോക്കോ ചക്രവർത്തി തൈമൂസ് രാജാവിന്റെ ഒരേ ഒരു മകളാണ് ബീബി സുലൈഖ. സൗന്ദര്യത്തിൽ ആ കാലത്ത് സുലൈഖയല്ലാത്ത മറ്റൊരു പെണ്ണില്ല. മൊഞ്ചത്തി എന്ന് പറഞ്ഞാൽ അതാണ് മൊഞ്ചത്തി. കല്യാണപ്രായമായി കത്തിത്തിളങ്ങുന്ന സൗന്ദര്യം സുലൈഖാക്ക്. സുലൈഖാനെ ഇഷ്ടപ്പെട്ടിട്ട് കല്യാണം കഴിക്കാൻ പലരും വന്നു. ആര് വന്നാലും സുലൈഖാക്ക് ഇഷ്ടപ്പെടില്ല. എന്തെങ്കിലും ഒരു കുറ്റം സുലൈഖ കണ്ടുപിടിക്കും. ഉപ്പ ചോദിച്ചു, ഇത് നല്ല മോനല്ലേ, അടിപൊളി സ്റ്റൈലല്ലേ? അപ്പോ സുലൈഖ പറഞ്ഞു, മൂക്കിന്റെ ഓൾസ് വലുതാണ് എന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കും. അങ്ങനെ പറഞ്ഞ കാരണം എന്താ അറിയോ? സുലൈഖാക്ക് വേറെ അള്ളാഹ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുലൈഖാക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അവസാനം രാജാവ് തൈമൂസ് രാജാവും ഭാര്യ കുടുങ്ങി. ഈ മകളെ കെട്ടിച്ചു വിട്ടിട്ട് വേണം സമാധാനം. എന്ത് സമാധാനം? ഇവള് സമ്മതിക്കണ്ടേ? ഇവളൊരാൾ ഇഷ്ടപ്പെടുന്നില്ല. കല്യാണം മക്കളെ പെൺകുട്ടികളെ കഴിച്ചു കൊടുത്തിട്ടല്ലേ നമുക്കൊരു സമാധാനത്തിൽ ഇരിക്കാൻ പറ്റൂ. അങ്ങനെയല്ലേ സംഗതി. ഇപ്പൊ അങ്ങനെ കഴിച്ചു കൊടുക്കണമെന്നില്ല. ഓളെന്നെ ഇപ്പൊ കൂട്ടിയിട്ട് വരികയെന്ന്. അസ്സലാമു അലൈക്കും, നമ്മ വന്നിട്ടുണ്ട് കേട്ടാ. എന്താ കഥ? ഇപ്പൊ പെൺകുട്ടികളെ കിട്ടുന്നില്ല എന്നാ പറയുന്നത്. എന്താ ഇപ്പൊ കിട്ടല് കുറവല്ലേ? ഇല്ല എന്നെ പറഞ്ഞത്. ഇപ്പൊ നല്ല ഇനിയൊന്നും കിട്ടുന്നില്ല. എനിക്ക് കിട്ടിയാൽ തന്നെ അവിടെ ഉണ്ട് എന്നുള്ള വലിയ വിചാരം വേണ്ട. മംഗലം കഴിക്കാൻ പോയി നോക്കുമ്പോൾ അവിടെ പുയ്യാപ്പിളേറ്റ് പോകുമ്പോ അവിടെ ഉണ്ട് എന്നുള്ള വിചാരത്തിലല്ല ചില ആൾ പോകുന്നത്. ഉണ്ടെങ്കിൽ നോക്കാം, ഇല്ലെങ്കിൽ പപ്സും ചായയും കുടിച്ചിട്ട് വരാം. അങ്ങനെ എത്ര മനുഷ്യന്മാർ പോന്നു. ഇവൻ അവിടെ എത്തുമ്പോഴൊക്കെ ഓളപ്പുറത്തെ പോയിട്ടുണ്ട്. ഇന്നലെ ഞായറാഴ്ച ജ്യേഷ്ഠന്റെ അനുജന്റെയും കല്യാണമാണ് ഒരു സ്ഥലത്ത് ഞാൻ പറയുന്നില്ല. ജ്യേഷ്ഠന്റെ അനുജന്റെയും കല്യാണമാണ്, ഒന്നിച്ചാണ്. കല്യാണത്തിന് ഇവര് നല്ല ഒരുക്കത്തിൽ അടിപൊളി കല്യാണം നടത്താറ്. അപ്പുറത്തെ കഥ എന്താ അറിയോ? ജ്യേഷ്ഠൻ കെട്ടാൻ തീരുമാനിച്ച പെണ്ണ് നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ കൊടുത്ത മഹറും ബാപ്പ കൊടുത്ത സ്വർണവും എടുത്തിട്ട് മുങ്ങി ഒരു മുസ്ലിമിന്റെ കൂടെ. പിന്നെ അനുജന്റെ കല്യാണം ഇപ്പുറം ഉള്ളതുകൊണ്ട് ഇവർക്ക് വലിയ പ്രയാസമില്ല. ജ്യേഷ്ഠൻ പിന്നെ നോക്കാം, കല്യാണം നടക്കാൻ മുടക്കേണ്ട ആവശ്യമില്ലല്ലോ, കല്യാണം നടക്കാം. അള്ളാഹു ഈ ഉമ്മത്തിന്റെ പെൺകുട്ടികളുടെ കൽബ് നന്നാക്കി കൊടുക്കട്ടെ. അല്ലാഹ് എന്താ ചെയ്യാ? അവനവന്റെ കുടുംബത്തിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം അനിവാര്യമാണ്. സ്വന്തം പെൺമക്കളുടെ കാര്യത്തിൽ ഒരു ജാഗരൂകനാവുക എന്നത് അനിവാര്യമാണ്. ഈ അലാഖിന്റെ മൊബൈല് വന്ന കാലം തുടങ്ങി നമ്മളെ പൊമ്പിള്ളർ കൂടെ. എന്തിനാ നിങ്ങളെ പെൺകുട്ടിയൊക്കെ മൊബൈൽ വാങ്ങി കൊടുക്കുന്നത്? സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് എന്തിനാ മൊബൈൽ? അത് വന്ന കാലത്തിന് ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്തിന് ഇപ്പോൾ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങളെ കാര്യം അങ്ങനെ തന്നെ ഉള്ളത്. അലാഖിന്റെ മൊബൈലിൽ കളിച്ച് പിന്നെ മൊബൈലും ഇല്ല, ഓളും ഇല്ല, നാട്ടിലില്ല. ഇതൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. യൂസുഫ് നബിയുടെ കഥയും സുലൈഖ ബീവിയുടെ കഥയും ഈ കാലഘട്ടത്തിലേക്ക് എടുത്തു വെച്ചാൽ വളരെ മനോഹരമാണ് ആ കഥ. ചിന്തിക്കാൻ ഈ രണ്ട് പറയാൻ പോണേ ഉള്ളൂ. യൂസുഫ് നബി സുലൈഖ ബീവിന്റെ ചരിത്രം. അവിടെ നമുക്ക് ചിന്ത വരും, ഈ കാലത്തെ പെൺകുട്ടികൾ എങ്ങനെ, ഈ കാലത്തെ ആൺകുട്ടികൾ എങ്ങനെ. അള്ളാഹു നല്ല ബോധം നമുക്ക് തരട്ടെ. നാഫിയായ ഇൽമ അള്ളാഹു നമുക്ക് നൽകട്ടെ. തൈമൂസ് രാജാവിന്റെ മകള് ഒരു പുരുഷനെയും ഇഷ്ടപ്പെട്ടില്ല, ആരെയും അവൾക്ക് വേണ്ട. രാജാവ് കുടുങ്ങി. ഇവളൊന്നും കല്യാണം കഴിപ്പിച്ച് വിടണം, നടക്കുന്നില്ല. ഒരു ദിവസം ഇവൾ ഉറക്കിലായിരുന്നു. ഉറക്കത്തിൽ മനോഹരമായൊരു കിനാബ് കണ്ടു. അതിസുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ സ്വപ്നത്തിൽ ഇങ്ങനെ വന്നിട്ട് പുഞ്ചിരിക്കും. ഇവളിങ്ങനെ ഉറക്കത്ത് കണ്ട് ഉറക്കം ഞെട്ടി. ഒരൊറ്റ ഓട്ടം ഉമ്മയും ഉപ്പയും കിടക്കുന്ന റൂമിലേക്ക് പോയി ഡോറിനടിച്ചു.
ഡോറിനെ തട്ടിയപ്പോ ഉപ്പ പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു, തൈമൂസ് രാജ പറഞ്ഞു, എടി എന്തോ വാതിലാരെ തട്ടുന്നു. തുറന്നു നോക്കുമ്പോ സുലൈഹ, എന്താ മോളെ? ഇവള് പറഞ്ഞു, കണ്ട്. എന്ത് കണ്ടെന്ന്? ഞാൻ കണ്ട്. എന്ത് എന്ത് കണ്ട്? അയ്യേ എന്ത്? ഉപ്പ അല്ല ഉമ്മ, ഞാനേ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ കിനാവ് കണ്ട്. അഭിവന്യ മാതാവേ കേൾക്കണേ നിങ്ങൾ കാര്യവും, അതിസുന്ദരൻ എന്റെ സ്വപ്നമിൽ വന്നീ നേരവും. സങ്കൽപ്പരാജ കുമാരനാണെന്റെ സാമീപ്യം, സന്തോഷമേതുമേ ഇന്നെനിക്കില്ല ജീവിപ്പാ. പ്രാണനിൽ പ്രാണനായി ഞാനും ചിന്തിച്ച രൂപത്തെ, പ്രാണേശ്വരനായി കണ്ടു ഞാനും അദ്ദേഹത്തെ. പാലൊളി തൂകും മുഖമാണെന്നോടെ മാതാവേ, പാൽ പുഞ്ചിരി തൂകി കൊണ്ടിരിക്കുമാ പൂങ്കാവേ. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ നിങ്ങൾ ആരെയും ഇനി അന്വേഷിക്കണ്ട. എന്താ? ഞാൻ അതിസുന്ദരനായ ഒരു ചെറുപ്പക്കാരനെ കിനാവ് കണ്ടു. ആ സ്റ്റൈല മുഖവും ആ പുഞ്ചിരിയും എന്റെ കൽവെന്ന് പോണില്ല. എനിക്ക് അയാളെ മതി. ഒന്നും അറിയില്ല, ആളെ ഒന്നും അറിയില്ല, പക്ഷെ അയാളെ മതി. ഉമ്മ പറഞ്ഞു, നീ പോയി കിടക്ക, നമുക്ക് നാളെ നേരം വെളുത്തിട്ട് ആലോചിക്കാറുണ്ട്. ഇവിടെ പോയി ഉമ്മ തിരിച്ചു ബെഡിൽ വന്നപ്പോ തൈമൂസ് രാജാവ് ചോദിച്ചു, എന്താടി സുലൈഖ പറഞ്ഞേ? അവള് സ്വപ്നത്തിൽ ആരെയോ കണ്ടിട്ടുണ്ട് മനുഷ്യ, അയാളെ ഭർത്താവാക്കണം എന്നാ പറയുന്നത്, നമ്മൾ എന്താ ചെയ്യാ വെച്ചു. നീ അവളെ പിരാന്തിനെ കണ്ട കടന്നു പറഞ്ഞത്. നേരം വെളുത്ത് സുലൈഖ ഉമ്മാന്റെ വെക്കില്, ഉമ്മ പിന്നെ ആലോചിക്കും. ഉമ്മ പറഞ്ഞു, ആരെ ആലോചിക്കാൻ? നീ കിനാവ് കണ്ടിന് ഞാൻ ആലോചിക്കാൻ പറ്റുമോ? തൈമൂസ് രാജാവിനോട് പറഞ്ഞു, ഇവിടെ ആലോചിക്കാൻ പറയുന്നുണ്ടേ. തൈമൂസ് രാജാവ് പറഞ്ഞു, നീ ആരാടി കണ്ടത്? കണ്ടാളെ നിനക്കറിയില്ല, സ്വപ്നത്തെ കണ്ടതാ. എന്നാ ഈ ഒരു കാര്യം സ്വപ്നത്തിൽ തന്നെ മംഗലം കഴിച്ചപ്പോ എന്നാ പിന്നെ പ്രശ്നം തീർന്നില്ല. ഇവള് പോയി. അന്നങ്ങനെ കഴിഞ്ഞ് 2-ാം ദിവസം രാത്രി വീണ്ടും യൂസഫ് നബിനെ കണ്ടു. ഇവള് അള്ളാഹ് അങ്ങനെ കാണിച്ചു കൊടുക്കുക യൂസഫ് നബിനെ കിനാവില്. ഒരൊറ്റ ഓട്ടം ഉപ്പാന്റെ അടുത്തേക്ക്. ഉമ്മയും കിടക്കുന്നുള്ളു. പോയി വാതിലടിച്ച്. വാതിലടിച്ചപ്പോ ഉപ്പ പറഞ്ഞു, വന്നിട്ടുണ്ട് ഞാൻ മറ്റേ തുറന്നു. വാതിൽ തുറന്നൊക്കെ ഇവള്, എന്താടി? ഇന്നും കണ്ട്. ഇന്നും കണ്ട്. ഉമ്മ എനിക്ക് അയാളെ മതി ഉമ്മ, വേറൊരാളെയും വേണ്ട. എന്ത് രസാന്ന്, നല്ല രസാണ്. ഉമ്മ പറഞ്ഞു, ഉപ്പാനേക്കാളും സ്റ്റൈലുണ്ട്. അപ്പൊ തൈമൂസ് രാജാവ് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അല്ല സുലൈഖ, നിനക്ക് എന്തിന്റെ സുഖാടാവും? എടി എത്ര നല്ല നല്ല സ്റ്റൈലൻ ചെറുപ്പക്കാരൻ നിന്റെ മുന്നിൽ കൊണ്ടത്. നോക്കിയാൽ മുഖത്തൊന്ന് കണ്ണെടുക്കൂല, ഇവന്റെ ഒന്നല്ല കൈയെടുക്കൂല മുഖത്തുനിന്ന്. അത്ര നല്ല ചെറുപ്പക്കാർ വന്നിട്ട് നീ ബണ്ടാന്ന് പറഞ്ഞില്ലേ? സ്വപ്നത്തെ കണ്ടതിനെ അങ്ങനെ കഴിക്കാനാ? എനിക്കത് മതി. ഇവിടെ ആരാന്ന് വെച്ചാൽ നമ്മൾ അന്വേഷിക്കാൻ. നീ ഒരു കാര്യം ചെയ്യും, നാളെ സ്വപ്നം കണ്ടാല് അഡ്രസ് വാങ്ങ്, നമുക്ക് നാളെ അന്വേഷിക്കാം. പ്രാണനിൽ പ്രാണനായി അപ്പൊ അവള് പറഞ്ഞു, ഞാനും ചിന്തിച്ച രൂപത്തെ, പ്രാണേശ്വരനായി കണ്ടു ഞാനും അദ്ദേഹത്തെ. പാലൊളി തൂകും മുഖമാണെന്നോടെ മാതാവേ, പാൽ പുഞ്ചിരി തൂകി കൊണ്ടിരിക്കുമാ പൂങ്കാവേ. പാപ്പ പറഞ്ഞു, നീ അഡ്രസ് വാങ്ങടി. അഡ്രസ് വാങ്ങിയ രാവിലെ പോയി അന്വേഷിക്കാല. അപ്പൊ ഇവക്ക് ചിന്ത വന്നത് നല്ല പരിപാടിയാണ്, മോശമില്ല. തിരിച്ചു പോയിട്ട് ഉറങ്ങി. പിറ്റേന്ന് മുതൽ ഇവളെന്ത് ചെയ്ത് പെന്നും കടലാസ് കൊടുത്ത് വെച്ചിട്ട് ഉറങ്ങും. പറയുമ്പോൾ ഇത് കണ്ടല്ലേ. എന്നിട്ട് ഉറക്കം വരുന്നുമില്ല, യൂസഫ് നബി കിനാബ് കാണുന്നില്ല. 7 ദിവസം ഇവള് കാത്തിരുന്നു, കിനാബ് കണ്ടില്ല. പിന്നെ ഭക്ഷണമില്ല, വെള്ളമില്ല, ഒന്നുമില്ല. ഒരു അരാക്കിന്റെ കോലത്തിൽ ഇവളിങ്ങനെ ഇരിക്കും. ഉമ്മക്കാകെ സങ്കടം. ഉമ്മപ്പാനോട് പറഞ്ഞു, മനുഷ്യ എന്താ ചെയ്യാ? ബാപ്പ പറഞ്ഞു, എന്ത് ചെയ്യാനാ? ആളുണ്ടെങ്കിൽ നോക്കാന്നറിയാ. ഇത് സ്വപ്നത്തിൽ കണ്ട് നമ്മൾ ബേക്കിൽ നടക്കാൻ പറ്റുമോ? പുതിയല്ല. ഓള് പിന്നെ കണ്ടിട്ടില്ല വെച്ച്, ഇല്ലാന്ന് തോന്നുന്നു, അഡ്രസ് കിട്ടിയില്ല പറഞ്ഞു.
7ാമത്തെ ദിവസം വീണ്ടും നബിക്ക് ഞാൻ കണ്ടു. കണ്ട ഉടനെ ഇവിടെ ഒരു ചോദ്യം ഉറക്കത്തി ചോദിച്ച്, നിങ്ങളുടെ പേരെന്താ, അഡ്രസ് പറയാറ്? അപ്പൊ ഒറ്റ അഡ്രസ് പറഞ്ഞു, ഞാൻ ഈജിപ്തിന്റെ രാജാവാണ്, ഈജിപ്തിലെ ഭരണാധികാരിയാണ്, ഞാൻ ഈജിപ്തിലെ ഭരണാധികാരിയാണ്, ഞാൻ ഈജിപ്തിന്റെ അസീസാണ്. പിന്നെ വേറെ അഡ്രസ് വേണ്ട, നരേന്ദ്രമോദി പിന്നെ പിഒ ഡൽഹി എന്നതാണ്. പിന്നെ ഒരു അഡ്രസ് വേണ്ട. ഒരൊറ്റ ഓട്ട് ഉപ്പാൻ്റെ അടുത്തേക്ക് വാതിൽ തട്ടി. അപ്പൊ ഉപ്പ പറഞ്ഞു, ഓ അഡ്രസ് കിട്ടി, വന്നിട്ടുണ്ട്. വാതിലോട് മുമ്പ് വെച്ചെന്താടി, അഡ്രസ് കിട്ടി. ആരാ? ഈജിപ്തിലെ അസീസാണ്. ഓ പറഞ്ഞു. അപ്പന്റെ മോള് ആള് മോശമല്ല, ഈജിപ്തിലെ ഭരണാധികാരിയായി അസീസിനെ ഗിനാ വേണ്ടതല്ലേ? ശരി, അപ്പൊ കുഫ് വെക്കൂ, നീ രാജകുമാരി, അയാള് രാജ്യം ഭരിക്കുന്ന ആള്. ആ നോക്കൂ. പക്ഷങ്ങൾക്ക് കഥ കേൾക്കണം. ആ കാലഘട്ടത്തിൽ ഈജിപ്ത് ഭരിച്ച അസീസ് എന്ന് പറഞ്ഞാൽ ഒരാളെ പേരല്ലട്ടാ, വിചാരിക്കട്ട. അയാളുടെ പേര് കിത്ഫീർ എന്നാണ്. അസീസ് എന്നത് മന്ത്രിയാണ്, ആ സ്ഥാനപ്പേരാണ് അസീസ്. അപ്പോ അന്നത്തെ രാജ്യത്തിന്റെ ഭരണാധികാരിയായ അല്ലെങ്കിൽ ആ നാട് ഭരിക്കുന്ന മന്ത്രി എന്ന് പറഞ്ഞാൽ ഈജിപ്തിലെ രാജാവല്ല മൂപ്പര്. ഈജിപ്തിൽ അങ്ങനെ രാജാവും ഇല്ല. കാരണം അറേബ്യൻ ലോകത്തിന് മൊത്തത്തിൽ ഒരു രാജാവാണ്. ആ അറേബ്യൻ ലോകത്തിന്റെ സ്റ്റേറ്റുകൾക്ക് ഭരിക്കാൻ ഏൽപ്പിക്കപ്പെടുന്ന മന്ത്രിയാണ് അസീസ്. അസീസ് എന്ന് പറഞ്ഞ മന്ത്രി എന്നർത്ഥം. അപ്പോ അന്നത്തെ അസീസ് രാജാവ് എന്നൊക്കെ പറയും. അത് അസീസ് രാജാവ് എന്നല്ല, അസീസ് മന്ത്രിയാണ്. അപ്പോ ഈ കിത്ഫീർ എന്ന അയാളുടെ പേര്. അന്ന് ലോകത്ത് ഭരണാധികാരികളുടെ കൂട്ടത്തിൽ കാണാൻ ഒരു ലെവലും ഇല്ലാത്ത സാധനമാണ് ഈ അസീസ് കിത്ഫീർ. മുഖത്തന്നെ നോക്കാൻ കഴിയില്ല. ഒന്നും അങ്ങനെ ഒരു മനുഷ്യന്റെ കറുത്തിട്ടൊരു സാധനം. എന്നാ മോനെ, നീ ആരോ നോക്കിയിട്ടാ കറുത്തിട്ട് ചിരിച്ചേ? അപ്പോ കിത്ഫീറിന്റെ കത്തെഴുതി ആര്? തൈമൂസ് രാജാവ്. എന്താ എഴുതി അറിയോ? പ്രിയപ്പെട്ട അസീസ്, എന്റെ മകൾ സുലൈഖയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ. ലോകത്ത് അവളെക്കാൾ സൗന്ദര്യമുള്ള പെണ്ണ് ഈ കാലത്തില്ല. അവളെ നിക്കാഹ് ചെയ്യാൻ, കല്യാണം കഴിക്കാൻ ഒരുപാട് രാജകുമാരന്മാർ, പ്രഭുക്കന്മാർ, കോടീശ്വരന്മാർ അവളുടെ മുന്നിലേക്ക് വന്ന് അവൾക്ക് ആരും ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ അവൾ 3 വട്ടം നിങ്ങളെ കിനാവ് കണ്ടു. അതുകൊണ്ട് നിങ്ങളെ അവൾ മനസ്സാ ആഗ്രഹിച്ചു. അതുകൊണ്ട് എന്റെ മകൾക്ക് നിങ്ങൾ ആഗ്രഹമുണ്ട്, നിങ്ങളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്, നിങ്ങളുടെ മറുപടിക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ കത്തുമായിട്ടൊരു ദൂതൻ ഈജിപ്തിലേക്ക് പോയി. ഗേറ്റ് കീപ്പർമാരോട് ചോദിച്ചു, അല്ല എനിക്ക് നിങ്ങളെ ഭരണാധികാരി ഒന്ന് കാണണം, അസീസിനെ. ബാ കൂട്ടിക്കൊണ്ടുപോയിട്ട് പറഞ്ഞു, അതായിരിക്കുന്നത്. അയാൾ ഇങ്ങനെ നോക്കി, എവിടെ? ദാ നോക്കുമ്പോൾ ആ സാധനം ഇരിക്കുന്നു, കറുത്തൊരു സാധനം. ആ അങ്ങനെ ഇരിക്കുന്നു, ബോക്സ് വെച്ച പോലെ. അപ്പൊ ഇയാൾ ചോദിച്ച്, അല്ല എനിക്ക് കാണേണ്ടത് ഇവിടുത്തെ മന്ത്രിയാണ്. അപ്പൊ ഒരാൾ പറഞ്ഞു, മന്ത്രി തന്നെ അത്. ഇയാൾ പറഞ്ഞു, ഇതൊരു പണിക്കാരനല്ലേ, ഇയാൾ പണിക്ക് പോയിട്ടേ? അപ്പൊ പറഞ്ഞു, ഇത് തന്നെയാണോ ഇവിടുത്തെ അസീസ് എന്ന് പറഞ്ഞു. മെല്ലെ കത്ത് കൊടുത്ത്, ഇയാൾക്ക് കൊടുക്കാൻ തോന്നില്ല ഈ സാധനത്തിന്റെ കൈവര്. കത്ത് കൊടുത്തു. അസീസ് കത്ത് ഇങ്ങനെ ഒട്ടിച്ച് വായിച്ച്, കത്ത് വായിച്ചു നോക്കുമ്പോ തൈമൂസ് രാജാവിന്റെ ലോകസുന്ദരിയായ സുലൈഖ തന്നെ 3 വട്ടം കിനാവ് കണ്ടിട്ടുണ്ട്, എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, മംഗൽ നടത്താം. ഇയാളാണെങ്കിൽ മംഗലത്തിൽ പെണ്ണിനെ കിട്ടായിട്ട് കുത്തിയിരിക്കുന്നു. ആര്? അസീസ്. നാട്ടുകാരനെ അയാൾക്ക് പെണ്ണെ കൊടുക്കുന്നില്ല. അയാൾ പെണ്ണിട്ടാൻ താല്പര്യപ്പെട്ടിട്ടില്ല. കാരണം എന്താ അറിയോ? അതിന് വേറെ പ്രശ്നമുണ്ട്. അയാൾ പെണ്ണ് കെട്ടേണ്ട ഒരു സാഹചര്യത്തിലായിരുന്നില്ല. അയാൾ ആളൊരു ഷണ്ടനായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യ-ഭർത്തൃ ബന്ധത്തിന്റെ വികാരമില്ലാത്തൊരു ജീവിയായിരുന്നു അസീസ് എന്ന് ചേർത്ത് പറഞ്ഞിട്ട്. മൂപ്പർ ആൾക്കാർ തീരുമാനിച്ചിട്ടുള്ള. പക്ഷെ ഇങ്ങോട്ടൊരു ഓഫർ, വലിയ ഓഫർ വന്നപ്പോ ഇയാൾ മറുപടി എഴുതി. പ്രിയപ്പെട്ട തൈമൂസ് രാജാവിന് അസീസ് എഴുതുന്ന കത്ത്, നിങ്ങളുടെ മകൾ എന്നെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഞാൻ അവളെ കല്യാണം കഴിക്കാം. പക്ഷെ കല്യാണം നമുക്ക് ഈജിപ്തിൽ വെച്ച് നടത്താം. ഞാൻ ഏതായാലും പുതിയ ആപ്പിളയായിട്ട് അങ്ങോട്ട് വരുന്നില്ല.
കാരണം ഇയാൾക്കറിയാം അങ്ങോട്ട് പുതിയാപ്പിളിയായിട്ട് പോയാൽ ഇങ്ങോട്ട് മയ്യത്തായിട്ടാ വരിക. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഏതായാലും വരുന്നില്ല. ഏതായാലും പെണ്ണ് ഇങ്ങോട്ടല്ലേ വരേണ്ടത്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, പെണ്ണിനെയും കൂട്ടി എല്ലാവരെയും കൂട്ടി ഇങ്ങോട്ട് വാ, നമുക്ക് ഇവിടെ നിന്ന് അടിച്ചു പൊളിച്ച് കല്യാണം നടത്താം. കാത്ത് ഈ ദൂതം കൊണ്ടുപോയിട്ട് ആർക്ക് കൊടുത്ത്? തൈമൂസിന് കൊടുത്ത്. തൈമൂസ് രാജാവ് ജനങ്ങളെ വിളിച്ചു കൂട്ടി. മൊറോക്കോ ചക്രവർത്തി രാജാവ് ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ജനങ്ങളെ, എന്റെ മകള് സുലൈഹ, അവൾ ഒരു കല്യാണം ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ രാജ്യത്തൊന്നും അവൾക്ക് പറ്റിയ പുയാപ്പിളയില്ല. അവൾ ഈജിപ്തിന്റെ അസീസിനെയാണ് ഇഷ്ടപ്പെടുന്നത്. സ്വപ്നം കണ്ടിട്ടുണ്ട് സൗന്ദര്യധാമനായി ഈജിപ്തിലെ അസീസിനെ. അതുകൊണ്ട് ഈജിപ്തിലെ അസീസിന്റെ കല്യാണം സുലൈഹ തമ്മിലുള്ള കല്യാണം നടക്കാൻ പോവാൻ. നിങ്ങൾക്കൊക്കെ ഇവിടെ കല്യാണ സദ്യയുണ്ട്. നിങ്ങൾക്ക് വരാൻ താല്പര്യമുള്ളവർ ഞങ്ങളുടെ കൂടെ ഈജിപ്തിലേക്ക് വരാം. ജനങ്ങൾ ഇവിടെ നിന്നും ചോറ് നിന്ന് അങ്ങേക്കും പോയി. വെറുതെ കിട്ടും, ഓഫർ ഫ്രീ അല്ലേ. എല്ലാരും കൂടി ഈജിപ്തിലേക്ക് എന്തിന്? മംഗലെ ബീവിക്ക് കാനോത്ത് ഇന്ന് മനസ്സിൽ നിറയുന്നു തേൻ പൈത്ത്. മധുരപ്പുരാവിനെ ഓർമ്മിത്ത് പിന്നെ മധുരക്കിനാക്കൾ നെയ്തെടുത്ത്. കനകപ്പുജോലയ്ക്ക് കിന്നാരം കണ്ണിൽ സുറുമ വരച്ചൊരു പുന്നാരം. കതിരിട്ടൊരാ കിളി മിന്നാരം എല്ലാ കനവൊളി സ്നേഹത്തിൻ പൊൻതാരം. മണിമുത്ത് ബീവിക്ക് കാനോത്ത് ഇന്ന് മനസ്സിൽ നിറയുന്നു തേൻ പൈത്ത്. മധുരപ്പുരാവിനെ ഓർമ്മിത്ത് പെണ്ണ് മധുരക്കിനാക്കൾ നെയ്തെടുത്ത്. കനകപ്പുജോലയ്ക്ക് കിന്നാരം കണ്ണിൽ സുറുമ വരച്ചൊരു പുന്നാരം. കതിരിട്ടൊരാ കിളി മിന്നാരം നല്ല കനവൊളി സ്നേഹത്തിൻ പൊൻതാരം. ഈജിപ്തില് പൊട്ടിപ്പാറിയ കല്യാണം, ഭയങ്കര മംഗല. അസീസിന്റെ മംഗലല്ലേ, ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടല്ലേ. ജനങ്ങൾ അടിച്ചങ്ങോട്ട് കയറി. അപ്പോഴേക്ക് മൊറോക്കോയിൽ നിന്ന് പെണ്ണും വന്നു. രാജാവ് തൈമൂസ് വന്നു. എല്ലാവരും കൂടി ഈജിപ്തിൽ പൊടിമാറിയ മംഗലം. തൈമൂസ് രാജാവ് പട്ടാളക്കാരോട് പറഞ്ഞു, എനിക്ക് എന്റെ പുതിയ പെണ്ണെ കാണണം. ഒരു പട്ടാളക്കാരൻ പറഞ്ഞു, ടോർച്ച് ഉണ്ടെന്ന് വെച്ചു. എന്തിനാ വ്യാപണ കാണാൻ? കൂട്ടിക്കൊണ്ടുപോയിട്ട് തൈമൂസ് രാജാവിന് അസീസിനായിട്ട് കാണിച്ചു കൊടുത്ത കിത്ഫീറിനെ. തൈമൂസ് ഇങ്ങനെ നിന്ന്, അല്ല അപ്പൊ ഇതെന്ത്? ഇങ്ങ വാ, പട്ടാൾക്കാരനോട് പറഞ്ഞു, നീ നമ്മളെ കളിപ്പിക്കരുത് കേട്ടാ, നമ്മളെ വ്യാപളയോട്. അയാൾ പറഞ്ഞു, ഇതന്നെയാണ് നിങ്ങളെ ഇവിടുത്തെ അസീസ്, ഇയാളാണ്. തൈമൂസ് പറഞ്ഞു, ഇതാ ഇത് സ്വപ്നത്തിൽ കാണാനാ, നേരാമണ്ണം തന്നെ ഇനി കണ്ടില്ല. നേരിട്ട് കാണാത്ത സാധനം എങ്ങനെ സ്വപ്നത്തിൽ? അപ്പൊ ഇയാള് പറഞ്ഞു, ഞങ്ങൾ അസീസ് ഇയാളാന്ന് പറഞ്ഞു. പിന്നെന്ത് ചെയ്യാനാ? സത്യത്തിൽ അസീസിന്റെ കോലം കണ്ടപ്പോ തൈമൂസ് രാജാവ് മന്ത്രിമാരോട് പറഞ്ഞു, ഈ പെണ്ണിന് എന്തിന്റെ പിരാന്താണ്? എത്ര നല്ല 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 ചെറുക്കന്മാർ വന്നിട്ട് ഇവിടെ മൂക്കിന് ഓൾസ് 2 നട്ട് ഒഴിവാക്കിയത്. ഇപ്പൊ എന്നാ ഇത്? ഓൾസ് ഉണ്ടോന്ന് തന്നെ കാണുന്നില്ല. എന്നാ ഈ സാധനം? വൈകുന്നേരമായി. സുലൈഖാന്റെ കൽബിലെന്താ കഥ അറിയോ? സ്വപ്നത്തിൽ ദർശിച്ച മനോഹരനായ മനുഷ്യനെ തനിക്ക് കിട്ടിയല്ലോ. ഓ, ഇവള് ഭയങ്കര സന്തോഷ. കൂടെ വന്നാൾ ഇവളെ മാപ്പിളിനെ ഇതുവരെ നോക്കിയിട്ടില്ല. നോക്കാൻ കഴിയൂല, അത്ര സ്റ്റൈലുള്ള മനുഷ്യനല്ലേ. അപ്പോ കണ്ടാള് ഇങ്ങനെ വെള്ളം കുടിക്കുന്നുണ്ട്. എന്താ ഈ സംഭവം വെച്ചിട്ട് അവള് ഇയാളെയും കണ്ടാൽ എന്തിപ്പോ രാവും പകലുമോ? വൈകുന്നേരമായി. തൈമൂസിന് തിരിച്ചു പോണോ? മകളിങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, സുലൈഖ, നിനക്ക് ഒരുപാട് ഭർത്താക്കന്മാരെ വന്നു, നീ എല്ലാരെയും തള്ളി. നീ സ്വയം തീരുമാനിച്ചു നീ സ്വപ്നത്തിൽ കണ്ട ഭർത്താവിനെ വേണമെന്ന്. ഞാനത് സംഘടിപ്പിച്ചു തന്നു. ഇനി നീ വല്ല ഇടങ്ങേറും പറഞ്ഞിട്ട് ഇവിടെ നിന്ന് തിരിച്ചങ്ങോട്ട് വരാൻ പാടില്ല. ഇവള് പറഞ്ഞു, ഇല്ല, ഞാന് വിട്ടിട്ട് വരൂല. ആരെ വിട്ടിട്ട്? തൈമൂസ് രാജാവ് ഒരു പെണ്ണിനെ വിളിച്ചു, കൂട്ടുകാരിനെ വിളിച്ചിട്ട് സുലൈഖാന്റെ കൂട്ടുകാരിയോട് പറഞ്ഞു, നീ ഇവിടെ തന്നെ നിന്നോട്ടോ കുറച്ചു കാലം. കാരണം ഒക്കെ ഒരു കൂട്ടിന്, കാരണം അല്ലെങ്കിൽ എന്താകാന്ന് പറയാമെങ്കിൽ ബോധം കെട്ടാൻ വെള്ളം കൊടുക്കാൻ ആൾ വേണ്ടേ. അപ്പോൾ നീ ഇവിടെ കുറച്ച് ദിവസം നിൽക്കണം എന്നാണ്. അവളെ പിടിച്ച് കൂടെ എടുത്ത് ഇവർ തിരിച്ചുപോയി. രാത്രിയായി. സുലൈഖാനെ മണിയറയിൽ മണിയറ എന്നെല്ലാം പറഞ്ഞ മണിയറിയാണ്. കാരണം എന്താ? സുലൈഖയല്ലേ, അവൾക്ക് അങ്ങനെ ഒരു കൊട്ടാരം വേണ്ടേ.
മണിവറ അടിപൊളി മണിയറ ഉണ്ടാക്കിയിട്ട് സുലൈഖാൻ അതിന്റെ മൂലം കൊണ്ടാട്ടി ഇരുത്തിയിട്ട് വെട്ടിത്തിളങ്ങാണ് ഇവള്. അസീസ് ഇങ്ങനെ പുറത്തുനിന്ന് നോക്കി. പട്ടാളക്കാരനോട് പറഞ്ഞു, വരൂ അല്പം വെള്ളം കൊണ്ട് വെക്കൂ. എന്തിനാന്ന് വെച്ചു, ബോധം കെടുമ്പോ ഒഴിക്കാനാ. എന്നിട്ട് പാവോ അസീസ് എന്ത് ചെയ്തറിയോ, പെണ്ണിന്റെ അടുത്ത് പോവല്ലേ, ഏതായാലും ഡ്രസ്സൊന്നും അടിപൊളിയാക്കാം. നല്ല മനോഹരമായ വെളുത്ത വസ്ത്രം മൂപ്പരങ്ങൾ ധരിച്ചു. അബിയല് 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 ലിബാസന് ചമയണ് ചമയണ് പാരനിതാ ചമയണ്. കരളിലോ കരളിലോ കതിരൊളിക്കിനാക്കള്, അറയിലോ അറയിലോ ചുരവളയുടെ കൊഞ്ചല്. അബിയല് 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 ലിബാസന് ചമയണ് ചമയണ് പാരനിതാ ചമയണ്. കരളിലോ കരളിലോ കതിരൊളിക്കിനാക്കള്, അറയിലോ അറയിലോ ചുരവളയുടെ കൊഞ്ചല്. തുടി തുടിക്കും പിടപിടക്കും അറബനയുടെ ധിമിതിമാ, തടിമിടുക്കും ചുറുചുറുക്കും മുഹബത്തിന്റെ സരിഗമാ. തുടി തുടിക്കും പിടപിടക്കും അറബനയുടെ ധിമിതിമാ, തടിമിടുക്കും ചുറുചുറുക്കും മുഹബത്തിന്റെ സരിഗമാ. കരളറയിൽ ദാഹമാ കുളിര് കോരും മോഹമാ, കനവിലേറും സുദിനമാ കുളിർനിലാവിൽ നാണമാ. അബിയല് 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 ലിബാസത് ചമയണ് ചമയണ് മാരനിതാ ചമയണ്. കരളിലോ കരളിലോ കതിരൊളിക്കിനാക്കള്, അറയിലോ അറയിലോ ചുരവളയുടെ കൊഞ്ചല്. ആ പാപം മനുഷ്യൻ നല്ല അടിപൊളി ഡ്രസ് ഇട്ട്, കാരണം എന്താ, അതെങ്കും കുറച്ച് മൊഞ്ചുണ്ടായിക്കോട്ടെ വെച്ചിട്ട് അങ്ങനെ കയറി ബെഡ്റൂമിൽ വന്ന് ഇങ്ങനെ നിന്ന് സുലൈഖ അങ്ങനെ ഇരിക്കുന്നുണ്ട്, തല താഴ്ത്തിട്ട് ഇരിക്കുക. പഴയ കാലത്തെ പെണ്ണ് അങ്ങനെ ഉണ്ട്, കുറച്ചൊരു നാണലുണ്ടാവില്ല. ഇപ്പൊ ആണെങ്കിൽ നോക്കൂ, തലയും താഴ്ത്തിരിക്കുക. അസീസ് വന്നിട്ട് അവിടെ നിന്ന് സുലൈഖ ഇങ്ങനെ ചിന്തിക്കാണ്, ഓഹ് സ്വപ്നത്തിൽ ആ മുഖം കണ്ടിട്ട് എനിക്ക് അതാണിപ്പം നേരെ മുന്നിൽ നിൽക്കുന്നത്. മെല്ലെ അസീസ് അവൾ ചോദിച്ചു, നിങ്ങളെന്തേ ഇരിക്കാത്തേ? മുപ്പര് പറഞ്ഞു, ആലോചിച്ചിട്ടില്ല. അത് മുമ്പ് ഒരു ഉസ്താദ് വയതിന് വന്നപ്പോ സദസ്സിനെ നോക്കിക്കൊണ്ടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങളിൽ ഭാര്യമാരെ പേടിയുള്ളവർ നിൽക്കുന്നു. കുറേടെ നിന്ന് കുറച്ചെണ്ണം ഇരുന്ന്, ഇനി ഭാര്യമാരെ പേടി ഇല്ലാത്തവർ നിൽക്കുന്നു. അപ്പൊ അവരിലിരുന്ന് മറ്റോർ നിൽക്കുന്നു. രണ്ടിൽ നിൽക്കാത്തൊരു ഞാൻ കഴിഞ്ഞ മുമ്പിൽ ഓനോട് ചിങ്ങൻ കഴിഞ്ഞ്. അപ്പൊ ഓൻ പറഞ്ഞു, നിൽക്കണോ വേണ്ടയോ എന്ന് ഞാൻ അവളോട് ചോദിച്ചിട്ടില്ല. ഓന്റെ കാര്യം പറയാണ്ടിരിക്കലല്ല. അതുപോലെ അതുപോലെ ഇപ്പോഴത്തെ കഥ, നിങ്ങളെന്ത് ഇരിക്കാത്തേന്ന് വെച്ച്. അപ്പൊ അസീസ് പറഞ്ഞു, ഇരിക്കണോന്ന് തീരുമാനിച്ചിട്ടായിരുന്നു, എന്നാലും ഇരിക്കാറുണ്ട്. അടുത്ത് ഇങ്ങനെ ഇരുന്ന് എന്നിട്ട് സുലൈഖയുടെ അസീസ് പറഞ്ഞു, പ്രിയേ, പിന്നെ നീ എന്നെ സ്വപ്നത്തിൽ കണ്ടോ? ഞാൻ ആദ്യം കണ്ടു. പിന്നെ നിങ്ങൾ 7 ദിവസം എവിടെയാ പോയേ? മൂപ്പലോന് ക്യാഷ് ലീവ് എടുത്ത് നാട്ടിൽ പോയതായിരുന്നു. നിങ്ങൾ ആ 7 ദിവസം കാണായിട്ട് എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ചോദിച്ചു, സത്യത്തിൽ നീ സ്വപ്നം കണ്ടിനാ? അപ്പൊ ഇവള് പറഞ്ഞു, പിന്നെ നിങ്ങളെ പുഞ്ചിരിക്കുന്ന മുഖം കണ്ട മനസ്സൊന്നും പോന്നില്ല. മൂപ്പര് പറഞ്ഞു, നേരിട്ട് കണ്ടാ തീരെ പോവില്ല. നീ എന്താ നോക്കാത്തേ? അസീസിനൊരു ഇതുണ്ട്, ഒന്ന് നോക്കിയിട്ട് കിട്ടിയ സമാധാനമല്ല. ഇവള് പറഞ്ഞു, നിങ്ങളുടെ മുഖത്ത് നോക്കാനേ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അതെന്താ, അത്ര സ്റ്റൈലല്ലേ? മൂപ്പര് പറഞ്ഞു, അത് സ്വപ്നത്തിലല്ലേ, നീ നോക്ക്. അല്ല, സ്വപ്നത്തിൽ കാണണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റൈല് വേണ്ടേ? സ്റ്റൈലുണ്ട് പ്രിയേ, സ്റ്റൈലുണ്ട്, പക്ഷേ സ്റ്റൈല് വേറെയാണ്, നീ നോക്കുന്ന. ഇവള് ഇവിടം വരെ നോക്കി, കുപ്പായിട്ട് ഇവിടം വരെ, അടുത്ത വരെ കുപ്പായുണ്ടല്ലോ, ഒരു പ്രശ്നമില്ല. എന്നിട്ട് ഇവിടെ തലതാഴ്ച പസീസ് വെച്ചു, എന്താ നീ നോക്കാത്തത്? മതി, അവിടെ വെച്ച് അവിടെ മതി, ഇന്ന് അപ്പുറത്ത് കാണാൻ എന്നെ കൊണ്ട് പറ്റൂല. അപ്പൊ മൂപ്പർ പറഞ്ഞു, എന്നെ കൊണ്ടും പറ്റൂല, നീ ഒന്ന് നോക്ക്.
ഓരോരുത്തരെ പഴയ ആലോചനയിൽ ഇരിക്കുന്നു ഇപ്പോ. ആ പണ്ടത്തെ മണിയറിന്റെ ആലോചന ഇരിക്കുന്ന കുറേ ആളുണ്ട്. ഓരോരുത്തരും ചിന്തിക്കുന്നത് എന്ത് വിരാന്തിനാ കഴിച്ചു പോയി, അത് ഓർമ്മിപ്പിക്കണ്ടെന്ന് വിചാരിക്കുന്ന കുറേ ആളാ. അതിലൊരു പെണ്ണ് മാപ്പിളിനോട് പറഞ്ഞേ, നമ്മളെ മംഗലം കഴിപ്പിച്ച ബ്രോക്കർ ഉണ്ടല്ലോ വണ്ടി അടിച്ച് മരിച്ചു ചെയ്യുന്നത്. എന്നാൽ മാപ്പിള പറഞ്ഞു ഓന് കിട്ടേണ്ട തന്നെയാണ് കിട്ടിയിരുന്നത്. അപ്പൊ അതുപോലെ ഓനത് കിട്ടും, ഓൻ എന്നെ കൊണ്ട് അങ്ങനെ ജയിച്ചെന്ന് വെച്ചിട്ട് അതുപോലെ ഓർമ്മിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ഇനി അനുഭവിച്ചോളുക. അള്ളാഹു നമുക്ക് നല്ല കുടുംബജീവിതം തരട്ടെ. സുലൈഖ ഇവിടം വരെ നോക്കിയിട്ടുണ്ട്, ചുമല് വരെ. അസീസ് രണ്ട് കൽപ്പിച്ചിട്ട് പറഞ്ഞു, നീ എന്റെ മുഖത്തേക്ക് നോക്ക്. ഇവള് മടിച്ചിട്ടൊരു നോട്ടം നോക്കി, ഞെട്ടിത്തരിച്ചു പോയി ബീബി സുലൈഖയും. എന്താ ഇത്? പെട്ടനെ കിണ്ണത്തി ഇന്ന് വ്യസനം ഓതാ അമളി പറ്റി, ചതിവു പറ്റി മനസ്സു തെറ്റി ഇന്ന് വ്യസനമോദാ അമളി പറ്റി. മുഖമിതല്ല ശരീരമല്ല, കണ്ട കനവിൻ രൂപം ഇവയുമല്ല. ചാടി എന്നിട്ട് പറഞ്ഞു, ഏയ് എന്റെ ഭർത്താവ് എവിടെ? നിലാവിനെ തോൽപ്പിക്കുന്ന സൗന്ദര്യമുള്ള എന്റെ പ്രിയതമനെവിടെ? ആ സൗന്ദര്യമുള്ള മനുഷ്യൻ പുറത്തു നിന്നിട്ട് നിങ്ങളെ പോലത്തെ ഒരു പോട്ടറിങ് പറഞ്ഞയച്ചതല്ലേ, നിങ്ങൾ പോ എന്റെ മാപ്പിള ഇങ്ങോട്ട് വിട്. അസീസ് പറഞ്ഞു, ഞാൻ എന്റെ മാപ്പിള. എന്ത്? എന്റെ ഭർത്താവിന് ഇങ്ങോട്ട് വിട്. അസീസ് പറഞ്ഞു, ഒരു പെണ്ണ് ഞാനാ എന്റെ ഭർത്താവ്. നിങ്ങളുടെ ഭർത്താവല്ല, കർത്താവാണ്. കർത്താവ് വളരെ പെണ്ണ് പാട്ടുപാടി അടിച്ചത്, കർത്താവെ ഞാൻ ഭർത്താവില്ലാതാറ് പെറ്റ്, കർത്താവിന്റെ കാരുണ്യത്താലാറിഞ്ചത്ത് രക്ഷപ്പെട്ട്. ഇവിടെ ഇറങ്ങിയ ഒരു ഓട്ടോ ഓടിയിട്ട് പുറത്തേക്ക്, മറ്റോളില്ല ചെങ്ങായി പെണ്ണ്, ഓള് താമസിക്കുന്ന മുറിയിൽ. അവിടെ പോയി ഡോറിന് പൊട്ടി. അവളാണെങ്കിൽ ഉറങ്ങിയിട്ടില്ല, അവള് ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കാണ്. ഇപ്പം വരും, ഓക്കറിയാൻ എന്തായാലും വരും, കണ്ടിട്ടുണ്ടെങ്കിൽ വരൂ. ഓള് ഓടി വന്ന് വാതിൽ തുറന്ന് എന്തേന്ന് വെച്ചു, നെഞ്ചത്ത് വീണിട്ട് പറഞ്ഞു, പറ്റിപ്പോയടി ചതി പറ്റി മനസ്സു തെറ്റി ഇന്ന് വ്യസനം ഓതാ അമളി പറ്റി. മുഖമേതല്ല ശരീരമല്ല, കണ്ട കനവിൻ രൂപം ഇവയുമല്ല. ഇവൻ രാജാവോ പ്രിയമാരനോ എന്നും കിനാവു കണ്ട കളിത്തോഴനോ. ഓടി വന്ന് കൂട്ടുകാരുടെ നെഞ്ചത്ത് വിട്ട് പറഞ്ഞു, എടി എനിക്ക് തെറ്റുപറ്റി, ഞാൻ കിനാവിൽ കണ്ട ഭർത്താവേ അല്ല. അപ്പൊ അവളും പറഞ്ഞു, ഞാൻ ആലോചിക്കാനായിട്ട് രാവിലെ മുതൽ ഇതിനെ കണ്ടിട്ട് നീ എങ്ങനെ ഇതിന് കിനാവ് കണ്ടേന്ന്, ടോർച്ചടിച്ച വരെ കാണാത്ത ഒരു മനുഷ്യൻ. എന്താ കഥ? ഇനിയിപ്പോ എന്താക്കാനാ, അഡ്ജസ്റ്റ് ചെയ്യന്നെ. ഓള് പറഞ്ഞ അഡ്ജസ്റ്റ് അല്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്യും. എന്നെ സഹിച്ചോളുക, നടക്കുന്ന. എന്റെ ഉപ്പ പറഞ്ഞിട്ട് പോയത് ഓർമ്മ ഉണ്ടല്ലോ, എത്ര നല്ല ഭർത്താക്കന്മാർ എനിക്ക് വന്നതാ, ആട്ടി ഓടിച്ചതല്ലേ. ഇപ്പൊ എന്തായി കഥ? അട്ടക്കുണ്ടിൽ പെണില്ലേ, സഹിച്ചോളുക, നടക്കുക. ഉന്തിക്കൊണ്ട് പോയി, ഇവള് കേറുന്നില്ല. പണ്ട് പെൺകുട്ടികൾ അങ്ങനെ ബെഡ്റൂമിൽ കയറ്റുക കണ്ടില്ല നിങ്ങള്? പഴയ കാലത്ത് പെൺകുട്ടികൾ ബെഡ്റൂമിൽ വരില്ല. അപ്പൊ കുറെ ഉമ്മാമ്മമാരിനെ കൂടിയിട്ട് ഉന്തലാണ്, ഇപ്പോഴത്തെ തലമുറക്ക് ഓർമ്മ ഉണ്ടാവില്ല, കാരണം പണ്ടങ്ങനെ വല്ലാതെ നാണുണ്ടാവും പിള്ളേർക്ക്. ഇപ്പൊ എന്ത്, നമ്മളിങ്ങനെ ഇരിക്കും ടോർച്ചടിച്ചിട്ട് വരും, ഹലോ അസ്സലാമു അലൈക്കും, വലൈക്കും അസ്സലാം, ഓൺലൈൻ രണ്ടും പറഞ്ഞു. ഞാനത് കഥയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. സുലൈഖ ബെഡ്റൂമിൽ ഇങ്ങനെ നിന്ന് മാപ്പണ്ണ അങ്ങനെ നോക്കി, ഇതെന്നായി കാണുന്ന കുറച്ച്, ഞാൻ ഇതിൻ്റെ കൂടെയല്ലേ ജീവിക്കണ്ടല്ല. അപ്പൊ സുലൈഖക്ക് തോന്നി, എത്ര നല്ല നല്ല സൗന്ദര്യമുള്ള ചെറുപ്പക്കാർ വന്നിന്, ഞാനെന്തിനാ എന്തെന്നാ ഇത് സ്വപ്നം കണ്ടത്, ഇയാൾക്ക് സ്വപ്നത്തിൽ ഇത്ര സ്റ്റൈല് വന്നു. അപ്പൊ മറ്റുള്ള രാവിലെ ചോദിച്ച്,
അല്ലടി എനിക്ക് അഡ്രസ്സ് മാറിപ്പോയിനാ. ഇല്ലടി, ഈജിപ്ത് എന്ന് പറഞ്ഞ നാടല്ലേ? അതെ, ഈജിപ്തിൻ്റെ ഭരണാധികാരി എന്നാണ് പറഞ്ഞത്. ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ തീക്കൊള്ളി പോലത്തെ സാധനമാണ്. ഇനിയിപ്പോൾ എന്താക്കാനാ? ഞാൻ ആക്കാൻ അനുഭവിക്കുന്നില്ല. ഇവക്ക് സഹിക്കാതില്ല. അങ്ങനെ സുലൈഖ ടെൻഷൻ അടിച്ച് ഈജിപ്ത് കൊട്ടാരത്തിൽ. ഈ കൂട്ടുകാരിയുള്ളത് ഒരു സമാധാനം. അസീസ് ആണെങ്കിലോ പാവ അതിനേക്കാൾ വലിയ ടെൻഷനാ. അസീസ് അവളോട് പറഞ്ഞു, ഞാനായിട്ട് ഉണ്ടാക്കിയ മങ്ങലല്ല ഇത്. നീ കിനാവ് കണ്ടിട്ട് എൻ്റെ അപ്പ എനിക്ക് കത്തെഴുതി, എന്നിട്ട് ഞാൻ അങ്ങോട്ട് തന്നെ വന്നില്ല. എനിക്കറിയാം അങ്ങോട്ട് വന്ന പാലം കടക്കൂല എന്ന്. എന്നിട്ടാ ഞാൻ എന്താക്കി ഇങ്ങോട്ട് എന്നെ വരാൻ പറഞ്ഞത്. എന്നിട്ട് നീ ഇങ്ങനെ അവള് പറഞ്ഞു, ഞാൻ വിചാരിച്ചു ഇങ്ങനെയാവുന്നു. ഇവർ കൊട്ടാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയും വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൽ എത്തുന്നത്. കച്ചവടക്കാര് അടിമയായി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഈജിപ്തിൽ കൊണ്ടുവരുന്നത്. ജനങ്ങൾ ഇങ്ങനെ ബാക്കിൽ നിന്ന് ഓടാൻ തുടങ്ങി യൂസുഫ് നബിയെ കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒരു ബാലനെ ലോകം കണ്ടിട്ടില്ല, ഇങ്ങനെ ഒരു സൗന്ദര്യധാമത്തെ ലോകം ദർശിച്ചിട്ടില്ല അതുവരെ. അങ്ങനത്തെ ഒരു സൗന്ദര്യം. ജനങ്ങൾ ഇങ്ങനെ കൂടെ കച്ചവടം നടക്കണില്ല, എല്ലാവരും ഇതിനെ നോക്കി നിൽക്കുന്നു. ബുദ്ധിമാനായ മാലിക് ദഹർ ജനങ്ങൾ കൂട്ടുകാരോട് പറഞ്ഞു, കച്ചവടം അടുക്കട്ടടാ, ഇത് കച്ചവടാക്കാൻ നമ്മൾ പറഞ്ഞു. അതെന്താന്ന് വെച്ച് പണിയുണ്ട് പറഞ്ഞു. ഈ മോനെ പിടിച്ചിട്ട് ടെന്റിന്റെ ഉള്ളിൽ ഇരുത്തുക. ടെന്റിന്റെ അകത്തിരുത്തി ടെന്റിന്റെ കട്ടൻ അങ്ങ് താത്ത്. എല്ലാവരും പറഞ്ഞ എന്താ പരിപാടി വെച്ച് കാണിച്ചു തരണം. ₹1 ടിക്കറ്റ്, ₹1 ടിക്കറ്റ് ഓരോരുത്തർ പിടിക്കുന്നതാണ് കാണാൻ വേണ്ടിയിട്ട്. ₹10 കൊടുത്ത് ഓരോരുത്തർ 10 വട്ടം കണ്ടിട്ട് പോവാണ്. ഒരുത്തൻ ഗൾഫിലെ റോട്ടമ്മ തൊപ്പിയ കഥ കണ്ടിട്ടേ തുപ്പി ഫൈൻ അടക്കണം. ₹50 ഫൈൻ. 100 ഇവൻ്റെ അടുത്തുള്ളൂ. പോലീസുകാരന് ചില്ലറില്ല. എന്നാൽ നീ 100 എടുത്തോട്ട് ഇപ്പുറം തുപ്പി ഹാപ്പി. ₹10 കൊടുത്തിട്ട് കാണുന്നതാണ്. പിന്നെ ജനങ്ങൾ കടം വാങ്ങിയിട്ട് കാണാൻ വരുന്നു. യാതൊരു രക്ഷയില്ല. ക്യൂ 24 മണിക്കൂറും ക്യൂ. ഒരു മനുഷ്യനും വിട്ടിട്ട് പോകുന്നില്ല എന്ന് കണ്ടോൻ അപ്പുറത്തോട്ട് ഇറങ്ങി പിന്നെ ₹1 വായ്പ വാങ്ങിയിട്ട് ഇപ്പുറത്തേക്ക് പോയി. കണ്ട കണ്ണിന് കുളിർമയുള്ള കാഴ്ച. മാലിക് ദഹർ കുറെ ദിവസം ഇതും കൊണ്ട് കുടുങ്ങി. സത്യത്തിൽ മാലിക് ദഹറിന്റെ കച്ചവടം പൊട്ടിയിട്ടുണ്ടെങ്കിലും പൈസ അങ്ങനെ കൂമ്പാരം വരാൻ തുടങ്ങി. ആ നാട് വിലക്ക് വാങ്ങാനുള്ള പൈസ ഉണ്ടാകാൻ തുടങ്ങി. ബർക്കത്ത് റബ്ബാണ്ട് കൊടുക്കന്നെ. യൂസുഫ് നബിയെ വിലക്ക് വാങ്ങിയ 30 വെള്ളിക്കാശിന് വിലക്ക് വാങ്ങിയ ആ മാലിക് ദഹറിന്റെ കച്ചവടക്കാരന് ലോകം വിലക്ക് വാങ്ങാനുള്ള സമ്പത്തിന് ഉടമയാക്കാൻ പോകാൻ പഠിച്ചു. അവസാനം ജനങ്ങളുടെ വരവ് നിർത്താൻ വേണ്ടി മാലിക് ദഹർ പറഞ്ഞു, ഇനി ലേലം വിളിയാണ്. കാണിച്ചിരുന്നില്ല. എന്ത്? ഞാൻ ഈ കുഞ്ഞിനെ ലേലം വിളിക്കാൻ പോവാണ്. ഏറ്റവും കൂടുതൽ പൈസ തരുന്നാക്ക് ഞാൻ ഇതങ്ങ് തരുന്ന. എന്നാ പൊരയെ കൊണ്ടപ്പോ ഒരു കുത്തിന്ന് കണ്ടുവാണ്. ജനങ്ങൾ പറഞ്ഞു, വിളിക്കടാ ലേലം വിളിക്ക്, നമ്മളുണ്ട് പറഞ്ഞു. യൂസുഫ് നബിയെ പുറത്തുണ്ടെന്ന് സ്വർണത്തിന്റെ കിരീടമായിട്ട് പതിപ്പിച്ചു കൊടുത്ത് വെട്ടിത്തിളങ്ങുന്ന സ്റ്റൈലാ. കാരണം ഇയാൾക്ക് ഇപ്പം നല്ല പൈസ ഉണ്ട്. ഒരു പ്രത്യേക ഇരിപ്പിടത്തിലായിട്ട് ഇരുത്തി ജനങ്ങൾ ഇങ്ങനെ റൗണ്ട് അടിച്ച് നിന്ന് കാണുന്നു. പോരൻ്റെ ആസ്തി ഓർമ്മയിലാണ്ട് വിളി തുടങ്ങി. ₹1 കൊള്ളാത്തവൻ 1 ലക്ഷം വിളിക്കുന്നുണ്ട്. അടിച്ചു വിളി തന്നെ, അടിച്ചു വിളി തന്നെ. ഞാൻ പണ്ട് പൈനാപ്പിളിന് വിളിച്ചോട്ടൊക്കെ അറിയായിരുന്നു. ഞാൻ മദർസയിലുള്ള കാലത്ത് നമ്മുടെ നാട്ടിലെ ബാലത്തിന് ഞാൻ ഇങ്ങനെ മുന്നിൽ ചെക്ക ഇരിക്കുമ്പോൾ ടൗസർ ഇട്ടിരുന്നിട്ട് ചിരിക്കുന്നു. അതിൽ ഉറങ്ങിപ്പോയി. ഉറങ്ങിയപ്പോൾ ഇയാൾ പൈനാപ്പിൾ ഇങ്ങനെ ലേലം വിളിക്കുന്നു ഉസ്താദ്. അപ്പം അന്ന് ഏറ്റവും കൂടുതൽ വിളിച്ചാൽ ₹2 അപ്പുറം പോകില്ല. ഞാൻ വിചാരിച്ച് വിളിക്കലുണ്ടാവും കൊടുക്കലുണ്ടാവില്ല പൈസ. കണ്ണോർന്നിട്ട് ₹5 ഇയാൾ സലാത്തല്ലി ഫിറ്റാക്കി നമുക്ക്. പോരെ പോയി നോക്കുമ്പോൾ കഥയുന്നില്ല. ₹5 ഒരാഴ്ച റേഷൻ അരി വാങ്ങാം, അതിനൊരു പൈനാപ്പിൾ. ലേലം വിളിച്ച അകലമുണ്ട്. നമ്മൾ ഉസ്താദ് ലേലം വിളിച്ചിരിക്കുക. എന്നെ കഥാപ്രസം പഠിപ്പിച്ച ഉസ്താദുണ്ട്, ടി കെ ഉസ്താദ്. അദ്ദേഹത്തിന് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തൊക്കെ കൊടുക്കട്ടെ. കന്യാത്തുസ്താൻ്റെ നാട്ടിലുള്ള ഒരാളാണ്. അപ്പോൾ മൂപ്പര് കണ്ണൂർ സിറ്റി പണിയെടുക്കുന്ന സമയത്ത്, മദർസയിൽ പണിയെടുക്കുന്ന സമയത്ത് അവിടെ വേദവും കഥാപ്രസംഗം വിളിച്ചു. കഥാപ്രസംഗത്തിൻ്റെ ദിവസവും മൂപ്പര് ഒരു ആപ്പിൾ ലേലം വിളിച്ചു. ഉസ്താദ് ലേലം വിളിക്കാം. അല്ല അതീസ് ആയത്തെല്ലാം ഓതി ബർക്കത്തെല്ലാം പറഞ്ഞ് സ്വർഗം കിട്ടാൻ ദ്വാരുന്നിട്ട് ആപ്പിൾ വിളിച്ചൊരു പെണ്ണുങ്ങൾ ₹3000 വിളിച്ചു. ഉസ്താദ് കുറേ ദ്വാരുന്നിട്ട് ₹3000 കൊടുത്തു. പോരെ പോയി നോക്കുമ്പോൾ ഉസ്താദിൻ്റെ ഭാര്യയാണ് ഈ 3000 എടുത്തത്. ഉസ്താദ് പറഞ്ഞു, എനിക്ക് എന്തിൻ്റെ വിരാന്താന്ന്. അപ്പോൾ പെണ്ണുങ്ങ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ സ്വർഗം എനക്ക് കിട്ടണ്ടേ പറ്റാതെ. അതിന് സ്വർഗം വാങ്ങണ്ട പൈസ കമ്മിറ്റിക്കാർ തരണ്ടേ മോളെ എന്ന് പറഞ്ഞ കോലത്തിൽ ലേലം വിളി ജോറ് പാറായി, അടിച്ചു പാറായി. ഭയങ്കര വിളിയാ, സൂപ്പർ. പക്ഷെ ഒരു മഹ്ലൂക്കും ലേലം നിർത്തുന്നില്ല. നമ്മളിപ്പോഴും ഇപ്പോൾ ഒരു സാധനം എടുത്തിട്ട് ലേലം വിളിച്ചാൽ കൂടി വന്നാൽ 313 എന്ന് പറയും. 314 അറിയാത്ത എത്രയോ ആളുണ്ട്. അതിനപ്പുറം വിളിക്കൂല. തീർന്നു.
ഇത് ലക്ഷങ്ങളുടെ മുകളിലെ വിളി, ഇത് സമ്മതിക്കാൻ പറ്റുന്നില്ല. ഒറ്റ നിർത്തുമ്പോൾ ഒറ്റ വിളിക്കും. അപ്പോൾ കൊട്ടാരത്തിൽ വിവരം അറിഞ്ഞു. ഈ കൂട്ടുകാരി വന്ന് സുലൈഖാനോട് പറഞ്ഞു, സുലൈഖ നീ ഒരു കഥ അറിയോ? അതുള്ള സൗന്ദര്യമുള്ളൊരു കുട്ടി വന്നിട്ടുണ്ട് മാർക്കറ്റിൽ നിന്ന് പറയുന്നുണ്ട്, നമുക്കിന്ന് കാണാൻ പോയാലോ? അപ്പൊ സുലൈഖ പറഞ്ഞു, എപ്പോ? നാളെ. നാളെ പോണ്ട്, ഇപ്പൊ തന്നെ പോവാ. ഏയ്, എന്റെ ഭർത്താവോട് സമ്മതം ചോദിച്ചിട്ട് നാളെ പോവാ. ഓള് പറഞ്ഞു, ഞാൻ കണ്ടെന്നാട്ടെ ചോദിക്കേണ്ട, സമ്മതം ചോദിക്കേണ്ട ഒരു സാധനം ഇവിടെ, നമുക്ക് നാളെ പോവാണ്. അല്ലടി, ഏതായാലും എന്റെ ഭർത്താവല്ലേ, ഭർത്താവോട് സമ്മതം ചോദിച്ച് നമുക്ക് നാളെ പോവാം. ആയിക്കോട്ടെ. അഞ്ഞൊരു കാര്യം ചെയ്യണം, ഭർത്താവിനോട് സോപ്പിട്ട് ലെവലാക്കണം. ഇവിടെ പറഞ്ഞു, എത്ര സോപ്പിട്ടാലും അത് വെളുക്കൂലാറ്. അത് വെളുക്കാനല്ല, ഒരു കാര്യം ലെവലാക്കാനാണ്. അങ്ങനെ അന്ന് രാത്രി സുലൈഖക്ക് എന്തോ ഒരു പ്രത്യേക സ്നേഹം. ആരോട്? അസീസിനോട്. ഭയങ്കര. ഈ ഭാര്യമാർക്ക് സാധാരണയിൽ കവിഞ്ഞ സ്നേഹം എപ്പോഴെങ്കിലും നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ഓർക്കുക, ഉടനെ നിങ്ങളുടെ പേഴ്സ് എടുത്ത് ഒളിപ്പിക്കുക. പെണ്ണുങ്ങളെ മിക്കവാറും കല്ലെടുത്തെറിയല്ല. ഈ പഹയൻ ഇതെല്ലാം എഴുന്ന പഠിച്ചു അനുഭവമേ ഗുരു. അപ്പോ സുലൈഖക്ക് ഒരു പ്രത്യേക സ്നേഹം. അപ്പൊ അസീസ് സുലൈഖാനോട് പറഞ്ഞു, സുലൈഖ നീ ഒരു കഥ അറിയോ? എന്താ? നമ്മുടെ ഈജിപ്ത് മാർക്കറ്റിൽ അടിപൊളി ഒരു ബാലം വന്നിട്ടുണ്ട്, ഭയങ്കര സ്റ്റൈലാണെന്ന് എല്ലാവരും പറഞ്ഞു, നമുക്ക് നാളെ ഒന്ന് കാണാൻ പോയാലോ? അപ്പൊ സുലൈഖ പറഞ്ഞു, വേണ്ട വേണ്ട, എന്ത് വിരാന്ത് അയ്യേ വേണ്ട, സുലൈഖ ഒന്ന് മറ്റേതാക്കിയതാ. അപ്പൊ അസീസ് പറഞ്ഞു, എനിക്ക് വേണമെങ്കിൽ പോണ്ട. അല്ലല്ല പോവാ, ഞാൻ വെറുതെ പറഞ്ഞു. അത് മുമ്പ് ഒരു കഥ കേട്ടിട്ട്, നിങ്ങൾ മീൻ പിടിക്കുന്നവൻ ചൂണ്ടിട്ടിട്ട് മീൻ കിട്ടായിട്ട് നേർച്ചയാക്കിയത്, പടച്ചോനെ നല്ലൊരു മീൻ കിട്ടിയാൽ ആദ്യത്തെ മീൻ പള്ളിയിൽ ഉസ്താദിന് കൊടുക്കുന്ന. വലിയ മീൻ പിടിച്ചാലും മീനിന്റെ വലിപ്പം കണ്ടപ്പോൾ പറഞ്ഞ പള്ളിയിൽ ഉസ്താദ് അങ്ങനെ തിന്നൂല, മീൻ തുള്ളി വെള്ളത്തിലേക്ക് പോയി. പിന്നെ അള്ളാനോട് ഞാൻ തമാശ പറഞ്ഞല്ല, നീ കാര്യമാക്കിനല്ലേ. അതുപോലത്തെ കോലായിപ്പോ ആ തമാശ പറഞ്ഞ് നമുക്ക് പോവാറുണ്ട്. അങ്ങനെ ഇവള് കൂട്ടുകാരിയോട് വന്നിട്ട് പറഞ്ഞു, എടി നീ ഒരു കഥ അറിയോ? എന്താ? നാളെ രാവിലെ ഞാനും എന്റെ ഭർത്താവും ആ സൗന്ദര്യമുള്ള ആളെ കാണാൻ പോകുന്നുണ്ട്. അപ്പൊ അവള് പറഞ്ഞു, നീയും നിന്റെ ഭർത്താവോ? ആ. ഞാനോ? നീ വേണ്ടായിരുന്നു. ഞാൻ വരുമെന്ന് പറഞ്ഞു. അത് നീ വേണ്ടായിരുന്നു. സുലൈഖ, നിന്നെ എനിക്ക് പണ്ടേ അറിയാം, ഞാൻ എന്തായാലും നിന്റെ കൂടെ വരും, ഇല്ലെങ്കിൽ നീ അവിടെ ഗുൽമാലുണ്ടാക്കൂ. സൈ കെട്ടിട്ട് പറഞ്ഞു, ആ വാന്ന്. അപ്പോൾ അസീസ് അടക്കം ഈജിപ്തിന്റെ തെരുവിലേക്ക് പോകുമ്പോൾ ഈജിപ്തിന്റെ തെരുവിൽ ബമ്പിച്ച ലേലംവിളി അടക്കം, കോടികൾ കോടികൾ വിലമതിക്കുന്ന ലേലംവിളിയാണ്. യോസഫ് നബിയുടെ ഓരോ ഭാഗത്തേക്കും തിരിച്ചെടുത്തു. അങ്ങോട്ട് തിരിച്ചെടുത്തും കുറച്ച് ആ ഭാഗത്തുള്ളവർ കാണാൻ, കുറച്ച് ഇങ്ങോട്ട് ഇരുത്തും ഈ ഭാഗത്തുള്ളവർക്ക് കാണാൻ. 4 ഭാഗത്തേക്ക് തിരിച്ചെടുത്തിട്ട് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാണ് ലേലംവിളി തുടരാണ്. അപ്പോഴാണ് ഒരു ഒച്ച കേട്ടത്. ആരോ വിളിച്ചു പറഞ്ഞു, അസീസ് വരുന്നുണ്ട്. അസീസ് വരുമ്പോ മാലിക് ദഹ്ർ എന്ന കച്ചവടക്കാരൻ നീങ്ങി നിന്നിട്ട് പറഞ്ഞു, പ്രഭു അങ്ങിവിടെ? ആ കച്ചവടക്കാരാ, നിങ്ങളുടെ അടുത്ത് നല്ല അടിമയുണ്ടെന്ന് കേട്ടിട്ട് ഞാൻ കാണാൻ വേണ്ടി വന്നതാ. പ്രഭു ഇവിടെ ഇരിക്കുക. മൂപ്പര അതുണ്ട്. അപ്പൊ യൂസഫിനെ തിരിഞ്ഞ് അങ്ങോട്ട് ഇരിക്കുകയാണ്. അസീസും സുലൈഖയും കൂട്ടുകാരിയും ഇവിടെ ഇരുന്നു, ഒരു ഭാഗത്തിരുന്നു, ബാക്കിയുള്ളവർ ഇങ്ങനെ റൗണ്ടിൽ നിൽക്കുന്നുണ്ട്. കൂടെ വന്ന പട്ടാളക്കാരൊക്കെ ഉണ്ട്. അപ്പൊ യൂസഫിനെ ഇവിടെ അങ്ങോട്ട് തിരിച്ചിരിച്ച സമയത്താണ് ഇവർ ഇപ്പുറത്ത് വന്നത്. അപ്പൊ ലേലം വിളി ഇങ്ങനെ പൊടിപാരുന്നുണ്ട്. അപ്പോ സുലൈഖാണെങ്കിൽ മുഖം കാണായിട്ടൊരു ഒരു 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 പിടിച്ചുവലിയും കൊളുത്തിവലിയും ഉണ്ടല്ല, ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ അസീസ് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ അസീസ് എന്ത് ചെയ്തു? ഇവളെ സ്നേഹം കിട്ടാൻ വേണ്ടി എന്തും വാങ്ങിക്കൊടുക്കാൻ തീരുമാനിച്ചൊരു പാവാണ് അസീസ്. കച്ചവടക്കാരനെ വിളിച്ചിട്ട് പറഞ്ഞു, മാലിക്, നിങ്ങളുടെ അടിമയുടെ മുഖം ഒന്ന് കാണണല്ലോ എന്ന്. അപ്പൊ കാണിച്ചാ. കൂട്ടുകാരോട് പറഞ്ഞു, അടിമയോട് തിരിഞ്ഞിരിക്കാൻ പറ. അവര് യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തിരിച്ചിരുത്താണ്. തിരിച്ചിരുത്തുമ്പോ ഈ വലത് ഭാഗത്തെ ചെവിയുടെ ഭാഗം മാത്രമാണ് ആദ്യം കണ്ടത്. അത് കണ്ടപ്പോ തന്നെ സുലൈഖ ചാടി എഴുന്നേൽക്കാണ്. കാണുന്നതെന്താണിത്? അഴകിൻ മദീരൂപനോ പെണ്ണേതുമേ കണ്ണുവെക്കും പ്രേമത്തിൻ മധുപാനമോ? ആരാണിത്? കാണുന്നതെന്താണിത്? അഴകിൻ മദീരൂപനോ പെണ്ണേതുമേ കണ്ണുവെക്കും പ്രേമത്തിൻ മധുപാനമോ? ഈ ചെവിയുടെ ഭാഗം കണ്ടപ്പോ തന്നെ സുലൈഖ എഴുന്നേറ്റു, ചാടി എഴുന്നേറ്റു. കാരണം സ്വപ്നത്തിൽ കണ്ട അതേ ഭാഗമാണ്. യൂസഫ് നബി തിരിഞ്ഞ് നേരെ അങ്ങോട്ട് ഇരുന്നപ്പോ സുലൈഖ കൂട്ടുകാരിയോട് പറഞ്ഞു, എടി ഇത് തന്നെ ഞാൻ കണ്ടത്. സുലൈഖ ഓടാണ് അങ്ങോട്ട്.
സുലൈഖ ഓടാൻ പോകുമ്പോ ഈ പെണ്ണ് ബാക്കിൽ കുപ്പായം പിടിച്ചു. ഇരിക്കട്ടി അവൾ പറഞ്ഞു ഇരിക്കട്ടി വിടട്ടി. ആരംഭം തുളുമ്പും ചെങ്കാതർ മുഖം ചേലും കണ്ട് കോലം കെട്ടിരിപ്പാണ് ഞാനേ ഇന്ന്. ആശിച്ച മലരുള്ളിൽ മധുമോദി കുടിക്കുവാൻ ദാഹിച്ച് കൊതിച്ചിരിപ്പാണേ. ആരംഭം തുളുമ്പും ചെങ്കാതിര മുഖം ചേലും കണ്ട് കോലം കെട്ടിയിരിപ്പാണ് ഞാനേ ഇന്ന്. ആശിച്ച മലരുള്ളിൽ മധുമോദി കുടിക്കുവാൻ ദാഹിച്ച് കൊതിച്ചിരിപ്പാണേ. സുലൈഖ യൂസുഫിന്റെ അടുക്കിലേക്ക് ഓടാൻ പോകുന്നു. ആ കൂട്ടുകാരി പെണ്ണ് വസ്ത്രം പിടിച്ച് പിന്നോട്ട് വലിക്കുന്നു. നീ ഇരിക്കടി. അവൾ പറഞ്ഞു വിടടി, എനിക്ക് അങ്ങോട്ട് ഓടണം. അപ്പൊ ഇവള് മെല്ലെ അവൾ കൂടി എന്നിട്ട് ചെവിയിൽ ഒരു രഹസ്യം പറഞ്ഞു. എന്തോ ഒരു രഹസ്യം അവൾ കൂട്ടുകാരി പറഞ്ഞു കൊടുത്തു സുലൈഖാന്റെ ചെവിയിൽ. അത് കേട്ടപ്പോ സുലൈഖ മെല്ലെ മെല്ലെ അവിടെ ഇരുന്നു. എന്തായിരുന്നു സ്വകാര്യം, ഇനി എന്താണ് കഥ? ഇൻഷാ അല്ലാഹ് നാളെ ഈ കഥയുടെ ബാക്കിയുമായി നമുക്ക് കണ്ടുമുട്ടാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ.